സംസ്ഥാനങ്ങളെയും സ്വാർത്ഥരായ പണ്ഡിതന്മാരെയും ആക്ഷേപിക്കും പരിഹസിക്കും ഒരു പരിപാടി ഈ പ്രദേശത്ത് നടക്കുകയുണ്ടായി. ഞാൻ അറിഞ്ഞത് ഒന്നല്ല, പല സഭകൾ ഇതാക്കിച്ചു. അങ്ങനെയുള്ള ഒരു പരിപാടി വിശദീകരണം എന്ന നിലയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നെ സമീപത്തോ ഇതിന്റെ പ്രാരംഭവും ചോദിച്ചാൽ അവർ പറയും ഞാൻ പുതിയ കാര്യങ്ങൾ എടുക്കില്ല. കാരണം ഒന്ന് മറുപടി അർഹിക്കുന്ന ഒരു വിഭാഗമല്ല ഈ വിഭാഗം എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സമുദായത്തിന് അക്കാദിന്റെ നന്മയാത്ത ഒരു വിഭാഗം എന്നും ഈ സമുദായത്തിന് വളരെയേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. ആ വിവാദത്തെ പരിഗണിക്കാതിരിക്കലാണ് ഏറ്റവും നല്ല അവഗണന. പക്ഷേ എന്നിരുന്നാലും ഈ നാടിലെ സാഹചര്യങ്ങളോട് ഈ പ്രധാനത്തിന്റെ നേതാക്കളോട് പറഞ്ഞു പക്ഷേ കേരളത്തിലെത്തി ഈ വക സാധനങ്ങൾ ആരെങ്കിലും പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതിന്റെ കാരണം അവർക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടോ കഴിയാത്തതുകൊണ്ടോ അല്ല. അവര് 10 തവണ വന്ന 11ാം തവണ വരാൻ അള്ളാഹു തൗഫീഖോടുകൂടെ ഞങ്ങൾക്കൊക്കെ വന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മളും അവരും ഉണ്ടായി മാറും, ഇവരായി പോകും. അതുണ്ടാകരുത് എന്ന നിലയിൽ പ്രത്യേകിച്ച് കേരള മുസ്ലിം അൽഹംദുലില്ലാഹ് നിലവിൽ വന്ന് 1 വർഷം കൂടിയായി. കേരള പ്രസ്ഥാനത്ത് 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിക്കരുത്. പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ യുവ പ്രവാചകരെ കൊണ്ടുവന്ന് നമ്മുടെ ക്യാമ്പയിന് ലക്ഷ്യം തിരിച്ചുവിടുക എന്നത് ഇവിടെ ഒരു അജണ്ട. കാരണം ക്യാമ്പയിൻ കാലയളവിൽ നാം ചർച്ച ചെയ്യുന്ന പ്രളയം തീവ്രമതം മതപരിഷ്കരണ വികാരത്തിലോട്ടുന്നു. ഈ പ്രമേയത്തിന്റെ വർത്തമാനകാല പദ്ധതി എന്താണ് എന്ന് ഈ സദസ്സിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മളുടെ പദ്ധതി മനസ്സിലാക്കണം. കാരണം ഇന്ന് ഇസ്ലാമിന് വലിയ ചിത്തത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിലോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒഴിഞ്ഞു പോയ കാര്യമാണ് ഇസ്ലാം പറഞ്ഞ ഭീകരതാണ്, തീവ്രവാദമാണ്. അതിനാണ് അവർ പറയാറുള്ളത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളുള്ളത് മുസ്ലിമീങ്ങളാണ് എന്നതാണ് IS അബൂസൽ അസ്ഹാബ് അസഫുൽ മുജദ്ദിൻ ബുഖാറൻ പറഞ്ഞ പോലെയുള്ള ഒരു കേട്ടുകേൾവിയുള്ള ഇല്ലാത്തതുമായ ഇത്തരം സംഘടനകളെ ഈ വിഷയത്തിലേക്ക് വച്ചെടുത്ത് കൊണ്ടുവന്ന് ഇസ്ലാമിനാണ് അവരുടെ മോശപ്പെടി സംസാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഇന്ത്യക്ക് ഒരു മാതൃകരമായ സംസ്ഥാനമാണ്. ഐക്യകേരളത്തിന്റെ 60 വർഷം പിന്നീട് സാഹചര്യത്തിലാണ് ഞാൻ പ്രവചിക്കുന്നത്. എന്താ നമ്മുടെ കേരളത്തിൽ നിന്ന് കേൾക്കുന്നത്? ISക്ക് ചേരാൻ വേണ്ടി ചെറുക്കാറ് ഭാര്യനെയും കുഞ്ഞുമക്കളെയും കുട്ടിയിട്ട് സ്വർഗരാജ് വേണ്ടി പോയതാണ്. ഞാൻ പ്രവർത്തിക്കുന്ന മക്കളോട് പറഞ്ഞു എവിടെയും നമ്മുടെ കേരളം കാസർഗോഡ് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്റെ ജില്ലയായ പാലക്കാട്. ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയാം. മണ്ണാർക്കാട് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു ഇലക്ഷൻ കാര്യം അത് മണ്ണാർക്കാട് മണ്ണാർക്കാട് ഇലക്ഷൻ സ്വഭാവം അറിയാതെ അവിടെ എന്തായി എന്നറിയാത്ത ഒരു നാട്ടിൽ ഗ്രാമത്തിൽ നടക്കുക. എന്റെ സ്നേഹിതൻ ഈ 5 ദിവസം പറയുക അയാളൊരു മുതിസാന്ന് കേട്ടില്ല. എന്താ മൂല്യരൊക്കെ ബോധ്യപ്പെട്ടത് എന്നെ ഞാൻ മനസ്സിലാക്കി മാസത്തിൽ 10ാം നോക്കാണ് ജീവിക്ക വേറെ പല പണി നോക്കിക്കൊള്ളുകയാണ്. ആൾക്കാരാണ് പറഞ്ഞത് ഇല്ലെന്ന് പറ ഇല്ലതാണ്. എന്തുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 4 മണ്ണാർക്കാട് മുക്കുമൂലിയൊന്നും മണ്ണാർക്കാട് ഒരു ചർച്ചയില്ല. എന്റെ കാലം മണ്ണാർക്കാടൊക്കെ അറിയാം. മണ്ണാർക്കാട് എന്ന ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും അറിയില്ലാതെ അവരുടെ കുറച്ച് പ്രവർത്തകന്മാര് എത്തിന് പിടിയിട്ട് ഗവൺമെന്റ് അത്രമാത്രം പറഞ്ഞു. സഹോദരങ്ങളുടെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ 21 പേരെ കാണാൻ 19 യുവാക്കൾ രംഗപ്പെടുന്നത്. അവരുടെ പോയത് അവർ കുലരാജ്യത്തെ പോയി എന്നാ പറഞ്ഞു. ആ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം മതേതര രാഷ്ട്രമാണ്. ബഹുത്വ സമൂഹം നമ്മുടെ രാജ്യം. ഒരു ഇപ്പോൾ നമ്മൾ പരിപാടി നടത്തുന്നു. ഇസ്ലാം പറഞ്ഞു, ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞു. ഇനി പബ്ലിക് വേദിയിൽ 100% മുസ്ലിങ്ങൾ പൗരന്മാരായി 100% മുസ്ലിങ്ങൾ എന്ന രാഷ്ട്രമാണല്ലോ സൗദി അറേബ്യ.
ഈ സൗദി അറേബ്യയിൽ ഇവിടുത്തെ ഭരണന കുറവാണ്. 2 ഹറമുകളെ കൊണ്ട് പവിത്രമായ മണ്ണാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഇങ്ങനെ ഒരു ഇസ്ലാമിക് പബ്ലിക്കായ ഇസ്ലാമിന്റെ പ്രശ്നം പറയാം. 98% മുസ്ലിമുള്ള രാഷ്ട്രമാണ് തുർക്കി. ആ തുർക്കി അടുത്ത കാലം വരെ മുസ്ലിം പെണ്ണിന്റെ കാലവർഷത്തെ ക്യാമ്പസിൽ ഇടാൻ പറ്റാത്ത കലയിരുന്നു തുർക്കിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുർക്കി പ്രധാനമന്ത്രി ഉർദുഖാന്റെ മക്കളെ അമേരിക്കയിൽ ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി വിട്ടത്. ഞാൻ പറയും, ഇങ്ങനെ ഒരു ജനാധിപത്യ മതേതര രാജ്യം എന്ന് ഇതുവരെ നമുക്ക് സൗകര്യപൂർവ്വം ഇതാൻ പ്രചരിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു നാട്ടെന്ന് ഈ ചെറുക്കാരെ എന്നാണ് അപ്രത്യക്ഷമായത്. മാത്രമല്ല, ഈ ചെറുപ്പക്കാരുടെ എന്താണ്, അവരെല്ലാം സലഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പവരാണ്. ആ ആശയം ഉൾക്കൊണ്ടവർ കനമലയിൽ നിന്ന് ജോലി ജില്ലയിൽ കനകമലയിൽ നിന്ന് കുറച്ച് ചെറുക്കാരെ എന്നെ പിടിച്ചത് അവന്മാരാ സൈനിക. അതിന്റെ തൊട്ടടുത്ത പള്ളിയിലെ ഒരു സലീം പള്ളിയിൽ നിന്ന് അഭിനയാണ്. ചുരുക്കത്തിൽ സലീഫം വിചാരണ ചെയ്യപ്പെടുന്ന നാളുകൾ അപ്പോഴുണ്ട്. നമ്മ അപ്പുറത്തുണ്ടോ ഒരു സത്ത ഒരു ക്യാമ്പയിനെ ഞാൻ ഏറെ പ്രവർത്തിച്ചു. സത്താണ് എന്താ ക്യാമ്പ്? IS ഫാദിസം സലഫി. ഞാൻ സന്തോഷിച്ചു, അൽഹംദുലില്ലാ. കാരണം ഏഴായിരം ഹസന്റെ ആളുകളെ സലഫം വിചാരണ ചെയ്യാൻ വേണമല്ലോ. അൽഹംദുലില്ലാ, ഞാൻ ഒരു മാതിനായിട്ടുണ്ടോ എനിക്കറിയാം. കാരണം ഏഴായിരം ഹസയുടെ വൈസ് പ്രസിഡന്റായ കണക്കാട് ചെയ്ത ഹൈദർ ഷിഹാബുദ്ദീൻ, അദ്ദേഹം തന്നെയാണ് ആര് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രസിഡന്റ്. മുസ്ലിം ലീഗിലെ സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് മൃഗീയ വിപക്ഷവും വിദഗ്ധ ആശയക്കാർ. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുക എന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതിയിരുന്നു. ഈ ക്യാമ്പയിന് മതത്തിന്റെ ഉള്ളിന്റെ 4 കുട്ടികൾ കൂടി ക്യാമ്പയിൻ നടത്തുക. ക്യാമ്പയിൻ എവിടെയും കിട്ടാതില്ല കണ്ടപ്പോ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ KM ഷാജിയെ പോലെയുള്ള ആളുകൾ പരസ്യമായ ക്യാമ്പയിനെതിരെ വന്നു. അദ്ദേഹത്തിന്റെ പ്രയോഗമായിരുന്നു ഇവിടെ ക്യാമ്പ് നടത്തുന്നതിന്റെ അടുത്ത് പറഞ്ഞത് ക്യാമ്പിന്റെ പ്രേയം എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ട് എന്ത് മനസ്സിലാക്കി. അപ്പൊ സഹോദര സുഹൃത്തുക്കളെ, KM ഷാജിയെ പോലെയുള്ള വ്യക്തികൾ പരസ്യമായി രംഗത്തുള്ളത് അദ്ദേഹം പറഞ്ഞത് 200 എഴുതിയിട്ട് വരാൻ പറഞ്ഞതിനായില്ല. വേണമെങ്കിൽ നമുക്ക് അപ്പം പിന്നെ വ്യക്തി പിന്നെ ഒഴിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു സ്ഥലത്ത് നിന്ന് മാല പോലെ അവർക്കും ഒരു വാട്സപ്പ് ബുദ്ധല്ലേ കാണിക്കുക ഇന്നതുപോലെ കഴിയും. കേരളാജി പറഞ്ഞറിയോ 80 കൊല്ലമാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ചേർന്ന് നമുക്കൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഞങ്ങളെ കണ്ടിരിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഇതേ വിഭാഗത്തിൽ കേരള ജനങ്ങൾക്ക് ആഞ്ഞടിച്ചതിന് ആളുകൾ കണ്ടു. ക്യാമ്പിൽ ഒരു മന്ദതിയിൽ എങ്ങോട്ട് അതിലൊക്കെയാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ആദ്യത്തെ കുടുംബമില്ല. കാരണം ഫാസിസം വിചാരണ ചെയ്യുന്നത് എത്ര ലീഗ് പോകില്ല. കാരണം അതിന് എരിവുള്ളിലുള്ള ഓഫീസ് എരിവുള്ളിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നവർക്ക് ആളാകുന്നത്. കാരണം അത് നമ്മുടെ പ്രസ്ഥാന അതിന്റെ ലക്ഷ്യമാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ അപ്പോഴാണ് പോലെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു വിട്ടുകൂട്ടിയിട്ടത്. ഇത് സംഭവം അയ്യോക്കും ലഭ്യവും പാലൊക്കെ ഉണ്ടായിക്കോ. അതിന്റെ അവസാനത്തിൽ നിങ്ങൾ ആരംഭിക്കുന്നുണ്ട് സ്ഥലം നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഉള്ളിക്കൊണ്ടത് കാണും. സ്റ്റേറ്റ് കമ്മിറ്റി പ്രമേയമാക്കിനെ ആ പ്രമേയത്തിൽ നിങ്ങളായിട്ട് കൂട്ടിയാക്കരാം. അപ്പൊ നിങ്ങൾ അസുഖം കഴിഞ്ഞത് ഈ കാലം കൂടി ഞങ്ങളെന്നെ കുറച്ച് പ്രയാസങ്ങൾ ജീവിക്കാൻ കഴിയും. നിങ്ങൾ 5 കൊല്ലം മര്യാദാവാൻ ഈ പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന നിങ്ങൾ കഴിയൂല. ആ സ്ഥലത്തിൽ ശ്രോതാക്കളാവില്ല. ആത്മീയ അഭിവൃദ്ധിന്റെ പേരിൽ പോലും വെക്കണം. 100 പേരും വെച്ച് വൈകത്തൊക്കെ നല്ല തന്നെ ഞങ്ങളെ പ്രോത്സാഹിക്കുന്നില്ല. അതിന് വരെ അനിമീങ്ങളെ പച്ച ഇറങ്ങി നിന്നിട്ട് നിങ്ങളെ പ്രവർത്തിച്ചിട്ട് പോയതാ ഉള്ള പ്രയാസമുള്ള എനിക്ക് പ്രസംഗിച്ചിട്ട്. ഈ ഒരു ആത്മീയ ധാരകമൊന്നും രസം കെട്ടലൊന്നും ഇല്ല. നിങ്ങൾ കാര്യപ്രശ്നത്തിലേക്ക് കാര്യബോധത്തോടു കൂടെ ആ കാര്യങ്ങൾ സമീപിക്കരുത് എന്ന് നാമുമായി ഓർമ്മിക്കുകയാണ്. ഇത്രയും വലിയ ഒരു ജനവരി ഈ പ്രദേശത്ത് വിളിച്ചുകൂടെ വന്ന ആ സാഹചര്യം ഈ നാട്ടിലെ അവരേത് തന്നെ ശക്തമായി ചിന്തിക്കുന്ന ആളെ ചിന്തിക്കുക പല മാനസികമല്ല പറയുന്നത്. മുസ്ലിം ലീഗ് സമുദായത്തിന് പൊതു പ്ലാറ്റ്ഫോമായി നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ബാക്കി പ്രവർത്തിയിൽ പോരാ. നിങ്ങൾ ആലോചിച്ചു ഏതാണ് നാളിപ്പോ സാഹചര്യം. ഒരു മതത്തെ ഏകോട് നടത്തിയിടാനുള്ള ഒരു ശ്രമം കേരള സർക്കാർ പ്രകൃതിയായി നടത്തിക്കൊണ്ടിരിക്കും. എന്നിടത്ത് ഏകോട് ഒടിതട്ടി ഇടുന്നത് 1-2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വർഗീയ കാര്യമാണ്. അതേപോലെ മുസ്ലാത്ത് പോലെയുള്ള CF വിഷയങ്ങളിൽ ശരീരത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ രാജ്യത്തെ ബഹുതര സമൂഹത്തിൽ ഒരിക്കലും പ്രായോഗികമല്ല കാര്യങ്ങൾ നടപ്പിലാക്കാൻ വ്യഗ്രത കൊള്ളുമ്പോൾ ഇടപ്പുറത്തുള്ളത്
പാർട്ടിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ കോമഡി പറഞ്ഞ് നടക്കുക അല്ലേ? കോമഡി പറഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് വ്യാപ ശരിക്കും മാതിരി കിട്ടാത്തോടെ ഒരു വേണ്ടത് ഞങ്ങൾ ഒരു കാര്യം പറയാം. ഒരു പാർട്ടിയല്ല ഈ കാര്യത്തിന് മുന്നിട്ടിറങ്ങുന്നത്. ഞാൻ ഈ സദസ്സിൽ മതിച്ച് പാർട്ടി വോട്ട് ചെയ്തല്ലോ, കോൺഗ്രസിന് പ്രവർത്തിക്കുന്നവരുണ്ടാവും. ഞാൻ കേൾക്കട്ടെ, ഇതും ഒരു രാഷ്ട്രീയ പാർട്ടി കേസിന്റെ കാര്യം വിളിച്ചു തീർക്കേണ്ട അത് രാജ്യത്തെ ഉടമകളെ വിട്ടിറങ്ങുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചു തീർക്കാം. എന്നിട്ട് എല്ലാവരും കൂടി അത് പരിപാടികൾ എത്തിയ ഏക റിപ്പോർട്ടാണ്. ഏക റിപ്പോർട്ട് തന്നെ അറിയാക്കിയത് ഇതെങ്ങനെ കോട്ടാക്കി മാറ്റാന്നുള്ളതാണ് ഇപ്പുറത്തൂടെ. ഈ പ്രശ്നം വേറിട്ട് നിൽക്കാണ് ആന്തവം ഈ സമാജത്തിലുള്ള കാലത്തോളം തലവേദനമാവലാമാണ് ജനരക്രാന്തി. ഞാൻ ചോദിച്ച സുഹൃത്തുക്കളെ, പക്ഷേ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി ശരിയെ സംരക്ഷിക്കാൻ വേണ്ടി കോഴിക്കോട് വിളിച്ചു മീറ്റിംഗ് ഇപ്പോഴത്തെ ചോദിച്ചത് നിങ്ങൾക്ക് തീരും ലേശം ചിന്തിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ നമ്മളിവിടെ സംരക്ഷിക്കാൻ പോകുന്നത് ശരിയത്തല്ല. ശരിയത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നത്. ആരെ നമ്മളിങ്ങനെ വിളിച്ചിട്ടുള്ളത്? ഒന്ന് നമ്മളെ സഖ്യാണ്. ആരാ സഖ്യകള്? കനകമെന്ന് കുറിച്ചു പോലെയാണ്, കാണായത് പോലെയാണ്. മാത്രമല്ല വർഗീയവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പിന്നിലൊക്കെ അലക്കി കിടപ്പാടാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ സലഫി പ്രസ്ഥാനത്ത് അതിൽ പറയുന്നത്. ഇപ്പൊ പറയല്ലോ മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പറയുന്നതാണ് സലഫി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സലഫി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമെന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നവോത്ഥാനം എന്നതൊന്നും നിങ്ങൾക്ക് ചിന്തിച്ചില്ല. നശീകരണമാണോ നവോത്ഥാനം എന്ന് പറയുന്നത്? നശീകരണമാണോ നവോത്ഥാനം? അല്ലല്ലോ. എന്നാൽ ഈ സലഫി പ്രസ്ഥാനത്തെ ചരിത്രങ്ങൾ പഠിച്ചു. എന്തുമാണ് 1926 സമസ്തകളെ ജംഷത്തുൽ ഉലമ രൂപീകരിച്ചതിനായിരുന്നു എന്നറിയില്ല. എല്ലാ തലവേളി മൗജുകളൊക്കെ പിടിച്ചിട്ട് ഇതിൽ വേറെ മാത്രമേ ചെറുക്കാര് ഈ സദസ്സിലെ ചെറുപ്പക്കാരില്ല നിങ്ങൾ ധരിച്ച് ആര് എല്ലാ ചെറുക്കാരില്ല കുറേ ചെറുക്കാർ ഇങ്ങനെ ധരിച്ചു. ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കൈ നിൽക്കണ്ടേ? ഒറ്റക്കൈ നിൽക്കണം. എന്തിനാ നമ്മൾ ഒറ്റക്കൈ നിൽക്കുന്നത്? ഏകത്തിൽ കൂടുന്നത്. ശരി, നമ്മൾ ഒറ്റക്കായി നിൽക്കാം. ആരെ കൂട്ടാൻ നമ്മളിപ്പോ ഒറ്റക്കത്തിന് പോയത്? ഒരു മാലയും ഒട്ടുമണികളെ പോലെ കഴിഞ്ഞുകൂടിയ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ചെറുക്കും സഹീറും പറഞ്ഞ് 1920 ശേഷം ഇവിടെ ഏത് നിലയിൽ ഒട്ടിച്ച് സമുദായത്തിൽ ചിറവയുണ്ടാക്കിയ സലഫി പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ചിട്ട് അമറുള്ളതായ സംരക്ഷിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്. ആദ്യ ഐറ്റത്തെ ചോദിക്കട്ടെ, കേരളത്തിൽ സഹോദരങ്ങളെ ഇസ്ലാമിയതെന്ന ഈ ഫാക്ടറികൾ പറയും ഇസ്ലാമാണ് പറയുന്നത്. ഇസ്ലാം ആരാണ് ഇസ്ലാം പറഞ്ഞു കൊടുത്തത്? സുഹൃത്തുക്കൾ കൊല്ലമതയുടെ കാലം മുതൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തി എന്നത് ചരിത്രം. ഇപ്പോ അതിന്റെ ചരിത്ര വനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അറബ് ആറുമഴകില്ലാത്ത വസ്താവിന്റെ പാദസ്പർശനമേ അനുഗ്രഹീയമായ ശ്രീലങ്കയിലെ ആസാം മല, ഈ മല സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നിനൂരിലേക്ക് വന്ന് പെരുമാൾ രാജാവ് അവരെ കണ്ട് തിരിച്ചു പോകും ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പെരുമാൾ രാജാവ് മറന്നു പോകുന്നതും അദ്ദേഹം ഇസ്ലാമം സ്വീകരിക്കുന്നതും. ഇങ്ങനെയാണ് ചരിത്രം ഒരു വട്ടം പറയുന്നത്. മറ്റൊരു വട്ടം പറയുന്നത് 628 തങ്ങള് രാജാക്കന്മാർ കത്തരി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് കൂട്ടത്തിൽ പെരുമാൾ രാജാവിനും കത്തരി. ഇതാണ് രണ്ടാമത്തെ ഒരു ചരിത്രവട്ടം. എങ്ങനെയാണെങ്കിലും പെരുമാൾ രാജാവ് മതത്ത് പോയി ഒപ്പിയിട്ട് അപ്പളായുള്ളതാണ് എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞത്. അത് ചുരുക്കത്തിൽ പെരുമാൾ രാജാവ് ഇസ്ലാമം സ്വീകരിച്ചു. അങ്ങനെ 10 കാലമായി കഴിഞ്ഞുകൂടാണ്. അതിനുശേഷം ഉൾപ്പെടെ മറ്റു 11 പേര് 44 അംഗങ്ങളുണ്ടായിരുന്ന ചരിത്രം പറയും. സ്ത്രീകളുടെ കുട്ടികൾ അവർ ഇസ്ലാമിക സന്ദേശം ഈ നാടെത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. അങ്ങനെയാണ് നെഹ്റുകൊണ്ട് മഹാനായ പെരുമാൾ രാജാവ് രോഗിയായി തീരും. അദ്ദേഹത്തിന് യാത്ര തുടരാൻ സാധിക്കില്ല. അദ്ദേഹം 632 അഥവാ 10 അദ്ദേഹം പാസ്സായത് എന്ന ചരിത്രം പറയുന്നത്. അങ്ങനെയായിരുന്നാലും അദ്ദേഹം ഒരു കത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് കൈമാറാൻ വേണ്ടി കൊടുത്ത് ഇവരോട് യാത്ര തുടരാൻ വേണ്ടി ഉദ്ദേശിച്ചു. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവസാനം വരെ 643 കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി. ഒരു അറബ് സംഘം വാചകൻ ശിഷ്യന്മാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവരാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത്. അവർ വന്ന് ഇന്ത്യയെ ആദ്യത്തെ പള്ളി പണിയും. എവിടെയായിരുന്നു ആ പള്ളി? കേരളത്തിലാണ്. കൊടുങ്ങല്ലൂർ പള്ളി പണിയും ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്റ്റ് എന്നറിയപ്പെടുന്ന പള്ളിയാണ്. അതേപോലെ തെക്കേ കൊല്ലത്ത്, പാലായിൽ, ശ്രീകണ്ഠത്ത്, ബർമത്ത്, പമലായനിൽ, ആലിയത്ത്, ബക്കൂരിലെ മംഗലാപുരം, കാസർഗോഡ് ഇവങ്ങളിലെല്ലാം ഈ സ്വഹബത്ത് പള്ളി നിർമ്മിക്കും. ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇസ്ലാം പഠിച്ചത്. അങ്ങനെയാണ് സഹോദരന്റെ കാലയ്ക്ക് ശേഷം 1921 മലബാർ കലാം, ഞാൻ ആ ചരിത്രമൊന്നും ദീർഘിച്ച് പറയുന്നത്,
ആ കലമ മുസ്ലിമുകൾക്ക് വഴിവെച്ചത് ഒരുപാട് നാളുകളായിരുന്നു. മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ പിറകോട്ട് പോയി അത് ചൂഷണം ചെയ്തുകൊണ്ട് മുസ്ലിം മുന്നേറ്റം എന്ന ലക്ഷ്യം മുന്നിൽ പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് പോകും. അങ്ങനെയാണ് 1922 കൊടുങ്ങല്ലൂരിലെ കേറിയാടി നിഷ്പക്ഷ സംഘം എന്ന് പറയുന്ന സംഘം തെരഞ്ഞെടുത്തത്. ആ 1922 തന്നെയാണ് ഈ നിഷ്പക്ഷ സംഘം ഐക്യസംഘമായി മാറി. ഈ നിഷ്പക്ഷ സംഘത്തിന് നേതൃത്വം നൽകിയത് മാഹി മുഹമ്മദാണ്. അതേപോലെ പതിനും ഭാരവാഹികളാണ് നിഷ്പക്ഷ സംഘത്തിനുണ്ടായത്. ഇത് നിഷ്പക്ഷ നിഷ്പക്ഷാണുണ്ടായ നിഷ്പക്ഷ. അതിനുശേഷം 1922 കേരള ഐക്യസംഘമായി. ആയിരുന്നു അതിന്റെ തലത്തുണ്ടായിരുന്നത് ഈ മൗലവി പോലെയുള്ള ആളുകൾ ചുരത്തിൽ ഇവർ തട്ടിപ്പറ്റുണ്ടാക്കി ചോദിച്ചേക്ക. ഒരു നാട്ടിന് നിലയിൽ അനൈക്യമുണ്ടാവുകയല്ലേ ഐക്യസംഘം നടേണ്ടത്? അതേ സമയത്ത് ഒന്നിച്ചു പോകുന്ന മുസ്ലിമീങ്ങൾ, ഒരേ ആദർശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിമീങ്ങൾ ഇവിടെ വർഗീയ കാന്തലക്കിലാൻ പ്രചരിച്ചില്ല എന്നെ കെട്ടി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. ആ കടന്നു വന്ന ആളുകളുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടാണ് ഇസ്ലാം മതം ഉപലഭിച്ചത്. അങ്ങനെയുള്ള ഒന്നിച്ചു പോകുന്ന ഈ മുസ്ലിങ്ങളെ ഭിന്നിച്ചു ഈ ഐക്യം. ഈ ഐക്യം ഭിന്നിച്ചു സുഹൃത്തുക്കൾ. അവർ പല ഇസ്ലാമിന് പരിചയമില്ലാത്ത വാഹനങ്ങളും പറഞ്ഞു. സാന്ത കേന്ദ്രം പറയാൻ ഓരോ പരിപാടി ചിലപ്പോൾ അയാൾ വന്നത് കമ്പനി ആവുമ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകും. അപ്പൊ എല്ലാവരും നന്നായി ഇങ്ങനെ തന്നെ ഓരോ സ്ഥലത്തും കമ്പനി കേന്ദ്രം ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും പ്രസംഗവും നമ്മൾ ചെയ്യുന്ന പരിപാടിക്കും അന്ന് നമ്മൾ ഇഷ്ടമൊന്നുമല്ല. ഭയല് നമ്മൾ കാര്യം ചേർത്ത് ഞാൻ മണ്ണാർക്കത്തിലെ വിഷയങ്ങൾ അറിയിപ്പിച്ച മണ്ണാർക്കാരെ ഉണ്ടായത് ആരാണ് അറബിന്റെ ഒക്കെ ഓഫീസിൽ പോയിട്ട് കിണറിങ്ങി എന്നൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഇതൊക്കെ ഏതെങ്കിലും പാർട്ടിക്ക് ചെയ്യാറുണ്ടെങ്കിൽ സ്ഥിതികൾ അതിനെ കുറ്റപ്പെടുത്തി കാര്യമില്ല. തോളം പോകുമ്പോൾ മറ്റുള്ള ഉണ്ടായിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കച്ചനെ ഞങ്ങൾ വിശദീകരിക്കും. ഇലക്ഷൻ ചോദിക്കും. വെറുതെ ഈ രാജ്യ അന്യ സമുദായക്കാരെ കയറും. പൈമ തീവാസിന് വർഗീയ ഫാസിത്തിന് തെളിവായിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കി എല്ലാവർക്കും തിരിച്ചിട്ട് കൂടുതൽ ഈ ഒന്നിച്ച് പോകുന്ന മുസ്ലിമീങ്ങളെ അനൈക്യത്തിലായി ഇവിടെ ഭിന്നിപ്പിച്ചിപ്പോ ജീവിതം കിട്ടാൻ പോകുക. ഇത്ര ഒരു ഘട്ടമായപ്പോഴാണ് ഒരു നാളിൽ പുത്താശയം പ്രകടമായ വിവരം അവന്റെ ഉണ്ടാകുന്നു. മുഹമ്മദ് മുസ്തഫ വിദഗ്ധ പ്രകടമായിട്ട് അവർ ഇവരുള്ള ഉള്ള ആകാരം മിണ്ടാതിരുന്നാൽ ഇവരുള്ള ആകാരം അവന്റെ സ്ഥാനത്ത് വാങ്ങേണ്ടി വരും. ഈ ഹദീസ് ഉൾക്കൊണ്ട് അന്നത്തെ സാധാക്കളും അവരുടെ ദൗത്യ നിർവഹമായി രംഗത്ത്. അതിന്റെ പുറത്തുള്ള യുവാക്കളെ നമ്മൾ പഴയകാല ചരിത്രത്തെ പഠിക്കണം. സത്തയുടെ ഉത്ഭവം എങ്ങനെ ഉണ്ടായി, എന്ത് സമസ്ത ജയിച്ചു, ആരായിരുന്നു ക്ലബില് നേരത്തെ വരുന്ന മുസ്ലിങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, അതൊക്കെ അറിഞ്ഞാൽ നമ്മൾ മറ്റു വീട്ടിലേക്ക് വരും. നമുക്കതിന്റെ ചിത്രം കിട്ടുള്ളൂ. അങ്ങനെ ഇരിപ്പോഴാണ് അന്നൊരു വെള്ളിയാഴ്ചയാണ്. അന്ന് മഹാനായ മൗലാന ശിഹാബുദ്ദീൻ അവിടെ തറഞ്ഞു വർദ്ധിച്ചു കൊടുക്കാം. മഹാനവരൽ ചാലിയ പള്ളിയിൽ മീറ്റിംഗുണ്ട്. കൂടി അന്ന് നബി വിദേഹത്തിൽ പ്രതിരോധിക്കുന്നതിന്റെ ആവശ്യകത പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് വിമാനത്തുറയിൽ മറ്റൊരു യോഗം. ആ യോഗത്തിൽ മഹാനായ മുഹമ്മദ് മീറാസിയാന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് ഒരു സംഘടന നിലവിൽ. അത് കൂടുതൽ കേരളത്തിലെ ആനിമീങ്ങളെ മറ്റു ജില്ലകളിലൊക്കെ ആനിമീങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ കൊണ്ട് അവിടെ ഒരുമിച്ച് അവിടത്തെ ജന്മമെടുത്ത സംഘടനയുടെ പേരാണ് സപ്തകേരളം അയ്യന്തലവ. സമസ്ത നിൽക്കുന്നത് 1926 കോഴിക്കോട്. അന്ന് ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ വഹിച്ചിരുന്നത്? ആ സദസ് കേന്ദ്രീകരിച്ചതായിരുന്നു കോഴിക്കോട് മഹാനവരുകളാണ് അന്ന് സദസ് കേന്ദ്രീകരിച്ചത്. മഹാനവരുകളുടെ നിയന്ത്രണത്തിൽ അന്നത്തെ സദസ്സിൽ വെച്ച് രൂപം കൊണ്ട സംഘടനയാണ് സമസ്ത കേരള ഉലമ. അപ്പൊ ഈ സമസ്ത രൂപീകരിച്ചത് എന്തിനാണ്? സമസ്ത രൂപീകരിച്ചത് വിദഗ്ധനെ പ്രതിരോധിക്കാനാണ്. ഇനി ഞാൻ അപ്പുറത്തുള്ള സമസ്തന്റെ ആൾക്കാരെ ചോദിക്കാൻ സമസ്താണ് പറഞ്ഞു. സമസ്ത പേപ്പർ കോടതി ഇങ്ങനത്തെ അന്നൂന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കുറെ മദർന്നു പറഞ്ഞു. ചെങ്ങായിമാരാ ചോദിക്കട്ടെ, സമസ്ത ഉണ്ടാക്കിയ വരുന്നത് ഇസ്ലാമിന് പരിചയമില്ലാത്ത പുതിയ വാദക്കതിക്കാരെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സമസ്ത എല്ലാം ഇനി ഒരുപാട് ഹിസാബ് നോക്കേണ്ട ഒരൊറ്റ വീട് ഞാൻ പറയാം. നിങ്ങളുടെ സത്തന്റെ വൈറസിനെന്താ പാണക്കാർ ചെയ്ത് അത് രജിസ്റ്റർ. അദ്ദേഹം മുസ്ലിങ്ങളെ പ്രശ്നമാണ്. പക്ഷേ ബാപ്പത്തങ്ങൾ അങ്ങനെ രണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ബാപ്പത്തങ്ങള് കറകളഞ്ഞ് സുന്നത്യമായത്തിന്റെ വക്തായിരുന്നു. അദ്ദേഹത്തിന് സുന്നി ആദർശം മറ്റൊരു വേറെ കരിയ വിവേകനോട് ലവേഷം പോലും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ആഹാരായ ബാപ്പത്തങ്ങളുടെ പിതാമികൾ ചുമതെന്താണ്?
ഐരായിത്യാദങ്ങൾ 10 എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണ വീട്ടിച്ചൊന്നു. എ.പി. അബ്ദുൽ ഖാദർ മൗലവി കേരള യുവത്തിൽ മുജാഹിദീന്റെ സെക്രട്ടറിയായിരുന്നു. എത്ര തലങ്ങളിൽ സുന്നികൾക്കെതിരെ വാദപ്രതിവാദത്തിന് വന്നു. ഇതിനേറെ പണം മണ്ണാർക്കാട് എ.പി. ഉസ്താദ് വേദനയോ സൂചിപ്പിച്ചോ. ഒരു വാദപ്രതിവാദത്തിൽ എ.പി. അബ്ദുൽ ഖാദർ മൗലവി എ.പി. ഉസ്താദ് പറയാൻ സഹാബികളെയും താബിഈങ്ങളെയും താബിഈങ്ങളെയും എ.പി. ഉസ്താദ് ഉദ്ധരിച്ചപ്പോ ഈ മൗലവി പറഞ്ഞതെന്തറിയോ? അമ്മതിൽ ഭർത്താവ് കൊണ്ട് പറയണം. 4 സ്വലാത്തിനെ കുറിച്ച് എ.പി. അബ്ദുൽ ഖാദർ പ്രസംഗം സ്വീകരിക്കും. അതിലയാൾ പറയുന്നതറിയോ? നാറിയല്ലാത്ത നരത്തിലേക്ക് ആ സ്വലാത്ത് ഒബിയത്തിലെ രക്ഷണ എന്ന് വിളിതേടുന്ന കാത്താണ് എന്ന് ഉളുപ്പില്ല പറഞ്ഞവൻ. അതാണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി. ആ എ.പി. അബ്ദുൽ ഖാദർ മൗലവി മരിച്ചിട്ട് പോയി. നിങ്ങൾ മറുപടി താമ്പ് ജയിച്ച് എ.പി. കറാമൊക്കെ പോയില്ലേ? അതിന് ഞാൻ വേറെ പറഞ്ഞു. അതിന് വേറെ മറുപടി പറഞ്ഞേ. നിങ്ങൾ മറുപടിക്കുന്നുണ്ടെങ്കിൽ ഈ ഐദായിത്യാദങ്ങൾ പോയി എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനാദ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്ത് സമസ്തന്റെ സമസ്തന്റെ നിലപാടെന്താ? ഈ മാത്രമല്ല സുഹൃത്തുക്കളെ, അദ്ദേഹം പോയി പോകുന്നതില്ല. എന്നാൽ ചെയ്തല്ലോ പത്രക്കാരോട് എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ സംബന്ധിച്ചുകൊണ്ട് മഹാനായ തങ്ങൾ പറഞ്ഞത് ശരിയില്ല. അദ്ദേഹം പറഞ്ഞു, എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണം സമുദായത്തിന്റെ രക്ഷണമാണ്. ആ വാക്കിൽ എന്തൊക്കെ ചേലാരിവസ്ഥക്കാണെന്ന് പറയുന്നത് മനസ്സിലാക്കി. എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഒരു സമുദായത്തിന്റെ നേതാവെന്നല്ലേ എന്ന് പറഞ്ഞത്? ഈ സമുദായത്തിന് അരക്കാശിന്റെ ലാഭം എ.പി. അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പോകുമ്പോ അദ്ദേഹത്തിന്റെ പ്രശ്നം ഈ മുസ്ലിം സമുദായത്തിൽ തലവേദനയിലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോക്കണങ്ങൾ സാധുലമവാത്തായിട്ട് എത്തിക്കൊണ്ടേക്ക് വൻ വഴിപുരമാണെന്ന് പറഞ്ഞ് ഒഴിവായവർ അഹിലുബൈതങ്ങിലേക്ക് പരിസരത്തി വ്യക്തി. മാത്രമല്ല ഈ പാണക്കാട് തങ്ങൾ തറവാട് കൊടപ്പനൽ തറവാടല്ലോ. സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വേദനയിട്. ഞങ്ങൾ അഹിബൈത്തിനാകുന്നവരാ, ഞങ്ങളിൽ ബൈത്തിന് ബഹുമാനിക്കുന്നവരാ. എന്റെ ഒരു സോദരത്തിന്റെ ഒരു രീതി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിലെത്തിക്കുന്ന ചോർക്കാർക്ക് വേണമെങ്കിൽ ഞങ്ങളോട് പെട്ട അങ്ങനെ തരാം. മുജാഹിദുകൾ ഇറങ്ങിയ ഒരു സീഡി, ആ സീഡി പാണക്കാട്ടങ്ങളെ മുന്നേ കാണിക്കോ. കൊടപ്പനക്ക് തറവാട് വിജയപ്പെടുന്നു. പോയ പാടാട് മുഹമ്മദ് മഹാനകൾ മന്ദിക്കൂതുന്ന ഒരു വീഡിയോയിൽ പകർത്തിട്ട് അയാൾ സാക്ഷാത്താണ് എന്ന് പറഞ്ഞ് ഗൾഫ് നാടുകളിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വിതരണം ചെയ്ത സീഡി ആ നിലയിൽ തങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ തലത്തിലാക്കി ലഭിക്കും. എന്നിട്ടും അലപ്പി പ്രസ്ഥാനത്തിലെ ഒരു നേതാവ് മരിച്ചപ്പോൾ സമുദായത്തെ നഷ്ടമാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കതിൽ വിനയം. എന്തിനാണ് സമസ്ത നൽകിയത്? നമ്മളെന്തിനാ അവസ്ഥ ഉണ്ടാക്കിയത്? വീറും വായൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ സമസ്താക്കിയത് വിദഗ്ധത്തിനെ വിരോധിക്കാൻ. എല്ലാ വിദഗ്ധ എവിടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താ ഇപ്പോൾ ശരീരത്തെ സംഘവുമായി ബന്ധപ്പെട്ട് ഈ വഴികളൊക്കെ ഒത്തുപിടിക്കുന്നത്? ആരൊക്കെ ഒത്തുപിടിക്കുന്നത്? മുജാഹിദീൻ. ഞാനിവിടെ നിൽക്കുന്നു ചെയ്യുന്നത്. രണ്ടാമതാര ജമാഅത്തെ ഇസ്ലാം. ആ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ സഭ. പക്ഷേ ഒരു കാര്യം, മുസ്ലിം ലീഗിൽ വിലക്കെങ്കിൽ വേണം, അത് സത്യമാണ്. പക്ഷെ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നല്ലോ, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഭീകര സംഘടന. അത് ഞങ്ങൾ തെളിയിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരത ഞങ്ങൾ തിരിച്ചു തരാം. തോപ്പാലയിൽ നിന്ന് 10 പേര് ചാടിയല്ലോ. ചാടി വലക്ക് കൊടുത്തവര് പോകാൻ അനുവദിച്ചാണോ ചാടിതാണോ എന്ന് എനിക്കല്ല. പക്ഷെ ഒരു കാര്യം, അവർ കൊല്ലപ്പെട്ടു എന്നത് സത്യമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അത് ചാടിപ്പോയി ഈ ആളുകളൊക്കെ സിമിയുടെ പ്രവർത്തകരാണ് എന്നാണ് പറയുന്നത്. സിമിയുടെ പ്രവർത്തകരാണ് അവർ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയായിരുന്നില്ലേ സി? എന്തുകൊണ്ട് നമ്മൾ ഈ ശരിയെ സംരക്ഷിക്കാൻ ഈ ജമാഅത്തെ ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മുഴുവൻ മതി പറയേണ്ടി ഒരു സംശയമില്ല. കാരണം വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഞങ്ങളെ കുറ്റപ്പെടാൻ മനസ്സിലാക്കി. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷിക പതിപ്പിലെ ഒരു ലേഖനങ്ങൾ വായിച്ച് എന്തിനറിയും ഈ സിമിയ ആളുകൾ പോയ ആളുകൾ പറയുന്നത് ഒരു കാര്യം, ഇന്ത്യക്ക് പ്രവർത്തിച്ച അപകടകരമായ ഒരു പ്രശ്നമാണ് സിമി എന്ന് പറയുന്ന പ്രശ്നം. സിമിയുടെ പ്രയോഗമായിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അതിന് ആർഎസ്എസ് എഴുതിട്ടു. ആർഎസ്എസ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ അന്ന് ഇന്ത്യയിൽ. ഇന്ന് ജമാഅത്തെ പറയാം ഞങ്ങളെ സിമി ഉണ്ടാക്കിയത് ജമാഅത്തേര ജീവിതത്തിൽ നോക്കാം. ഇത് ഞാൻ പറയാം. ഇത് നിങ്ങൾ 50ാം വാർഷിക പതിപ്പ് ഷെയ്ഖ് മുഹമ്മദ് കാരിൽ എഴുതിയ ലേഖനം. ഈ ലേഖനം പറയുന്നത് 1977 ഏപ്രിൽ 10 മുതൽ 14 മുതൽ 10 വരെ ഉമാബാദ് അവസലാമിന്റെ ജൂബി ആഘോഷമായിരുന്നു. അതിൽ സംഭവിച്ച ശേഷം മദ്രാസ് വഴി അലിഗറിലേക്ക് പുറപ്പെട്ടു.
ഏപ്രിൽ 24-25 തീയതികളിൽ അവിടെ നടന്ന വിശ്വ യുവജന സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു ലക്ഷ്യം. കേരളത്തിൽ ഉസ്മാൻ പൂവായി അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ കേരളത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ 8 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരും 2 ദിവസം യോഗം ചേർന്നു. അവിടെയാണ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. എവിടുന്നാണ് വായിക്കുന്നത്? ജമാഅത്തിന്റെ 50ാമത്തെ പതിയിൽ നിന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ ഉപയോഗിച്ച മുസ്ലിം ലീഗ് ശരിയെ സംരക്ഷിക്കാൻ പോകുന്നത്. ഞങ്ങൾ പുതിയാപ്പളിക്കുമോ വെച്ചിട്ടുണ്ടായില്ല. ഈ ഏൽപ്പിക്കാതിനെ പുതിയാപ്പളയാക്കി ചോദിക്കുവേണ്ട. അതിന് പുതിയാപ്പുറത്തിയാണെങ്കിൽ വരാച്ചാൽ മതി. അത്രേ പറയുന്നു. നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാം ഇനിയോടെ പങ്കിടുകയാം. വിവിധ സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽനോട്ടത്തിലും വിവിധ സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽനോട്ടത്തിലും സഹായ സഹകരണങ്ങളോടും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘാപ്രതികളാണ് അണികളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതി രൂപീകരണ വിവരം ജമാഅത്ത് കേന്ദ്രത്തെ അറിയിച്ച് സമ്മതവും ആവശ്യമായ നിർദ്ദേശവും നേടാൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് യോഗം പിരിഞ്ഞത്. ആഴ്ചയുണ്ടായത് ഈ അടുത്ത് വായിച്ചാൽ 1977 ഏപ്രിൽ 25 സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും കേരള ഘടകത്തിലെ ഒക്ടോബർ 7 മാസമാണ് കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാം ഓഫീസിൽ ഈ ലേഖകന്റെ അധ്യക്ഷ ചേർന്ന യോഗത്തിൽ ചെയർമാനായ 16 അംഗങ്ങളുള്ള അനുഭവം സ്വീകരിക്കപ്പെട്ടു. കേരളത്തിൽ സ്വീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലാണ്. ഈ നമുക്ക് ന്യായിക്കാൻ പറ്റുമോ? ഈ ഇസ്ലാം ഒരു ഭീകരത പ്രസ്ഥാനം വരുന്നില്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിയെ സ്വീകരിച്ചാണോ നിങ്ങൾ ഇതിലേക്ക് സംരക്ഷിക്കാൻ പോകുന്നത്? ഞങ്ങളെ കിട്ടൂല. ഈ നിങ്ങളുടെ നിയമപരമായ ഭിന്നത എന്ന നിലപാടുകളിൽ പ്രബോധനം എഴുതുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന സംഘടന ആയാണ് അറിയപ്പെടുന്നത്. അത് സ്വാഭാവികമായിരുന്നു. കാരണം ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ജമാഅത്തായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ ലഭിച്ച ഒരു പ്രധാനമാണ് ഈ എന്ന് പറയുന്നതിൽ ബോധിക്കപ്പെട്ട സംഘടന. ഞാൻ ചോദിക്കട്ടെ, ഇത് ലോകത്തിന്റെ ഉറക്കെടുപ്പിക്കൊണ്ടിരിക്കുന്ന സകലമാന പ്രസ്ഥാനങ്ങളെയും ആശ്രസ്രോതസ്സുകളെ നിങ്ങൾ വായിക്കും. അവിടെയാണ് തനിക്ക് പ്രധാനം വിചാരം ചെയ്യുന്നത്. നീണ്ടൊരു താടി, അതേപോലെ നിലാണിക്ക് മുകളിലേക്ക് കൈപ്പോയൊരു കുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് നിലയ്ക്ക് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും തെറ്റെന്നറിയോ? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇത് നല്ല നവകാല പ്രവർത്തനങ്ങളിലേക്കുന്നത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ, നിങ്ങൾ നിലയിൽ പ്രസ്ഥാനം പഠിക്കുക. എന്തുകൊണ്ട് മഹാനെ വരക്കലിന് പോയ മുജാഹിദ് പ്രധാനത്തെ ചെറു? എന്തുകൊണ്ട് പാലക്കാട് തങ്ങൾ നിർന്നു? എന്തുകൊണ്ട് ശ്രീബ്രഹ്മാൻ ബാധ്യതകൾ നിർന്നു? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിലയിൽ പ്രസ്ഥാനം അപകടകരമായ പ്രസ്ഥാനമാണ്. എവിടുന്ന രാഷ്ട്രീയ സലഫി പ്രസ്ഥാനങ്ങളെ വായിച്ചെനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സലഫി പ്രസ്ഥാനം പഠിക്കാൻ പറ്റിയ പുസ്തകം ഞാൻ തരാം. ആരാണ് നീയത്? എന്റെ സഭയിൽ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ വ്യക്തമായ ചരിത്രം പഠിക്കാൻ പറ്റുന്ന പുസ്തകം പുറത്തിലെ ലോബിൽ 1900 ജനിച്ച ഭൂതകുലത്തിൽ ജനിച്ച എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നെ കേട്ടിട്ടുന്ന യൂത്ത് സഹോദരങ്ങൾ മനസ്സിലാക്കി, മാർക്സ്വാദിയുടെ സഹോദരങ്ങൾ മനസ്സിലാക്കി, കോൺഗ്രസ് സഹോദരങ്ങൾ മനസ്സിലാക്കി. ഏതാണ് പ്രസ്ഥാനം? ലിയോ പോലീസ് കുറ്റമായതിന്റെ പറഞ്ഞ അയാൾ 1924 ബർലിയിൽ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് റോഡ് മദ്ഹ എന്ന് പറയുന്ന ഗ്രന്ഥം, മക്കീയക്കുള്ള പാത എന്ന് പറയുന്ന ഗ്രന്ഥം. ആ മനുഷ്യനാണ് ചരിത്രത്തിൽ വായിപ്പെടുന്ന മുഹമ്മദ് അസദ്. അദ്ദേഹത്തെ ആ പുസ്തകം വായിച്ചാൽ വളരെ ഭീകരത. ആദ്യമായി സഫീൽ ഭീകരാക്രമണത്തിൽ തുടക്കം ചെയ്തത് മഹാനായ വെറുതങ്ങൾ സഹോദരൻ ജയ്ദുകളുടെ മക്കളതകൾ സഹോദരങ്ങളെ മക്കളതാര അന്വേഷണം അൻസയുടെ പുനഃസംഘടന IS എന്താണ്? മഹാത്മാക്കളുടെ സ്മാരകങ്ങൾ തകരുകയാണ്. ഈ സ്മാരകങ്ങൾ തകർക്കപ്പെടേണ്ടാണ് എന്നതാണ് തരത്തിന്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അബ്ദുൽ ഖാദിന്റെ സേന ഉയരയിൽ ജയ്ദുകളുടെ മക്കൾ തകർത്തത്. അവിടെ തുടങ്ങി അതിനുശേഷം 1910 മക്കാമിച്ചിട്ട് ജനായിരത്തിലകം കുഞ്ഞുമക്കളെ, സ്ത്രീകൾ, കുട്ടികളെ കൊന്നു. ആരല്ല, ബദറല്ല, ഈയല്ല. ഇന്ന് നവകാല പ്രധാനമായി സമുദായ രാഷ്ട്രീയം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തെയാണ് ഞാൻ ചെയ്യപ്പെടുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് എന്ന കാര്യത്തിൽ കൊണ്ടല്ല. അത് നിങ്ങൾക്ക് വിവാദിയുണ്ടെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന വഴി തിരിച്ചുവിടാൻ ഏതെങ്കിലും ഒരു MLA പ്രവചിക്കാനോ ഒരു ഇലക്ഷൻ കഥ പറഞ്ഞു പോരാ ഞങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ സമാധാനത്തിലും പുകവലിക്കുന്ന പ്രസ്ഥാനത്തെ ജനകീയ വിചാരത്തിലാണ്. നിങ്ങൾ അറിയണം, 2000-ലധികം സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കക്ഷികള് മക്കളില് വീണ്ടും 1917 മക്കളിച്ചു, പഴയ ക്ലാസ് ക്രമിച്ചു. ഇതെന്ന് പറഞ്ഞ ജിദ്ദ ഉൾപ്പെടുന്ന ഭാഗമോ അതേപോലെ ക്രമിച്ചു. കൗടയിൽ ആക്രമണത്തിൽ വായുവിൽ ആക്രമണ ശ്രമങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ
തലപ്പിന്റെ കൂട കുതിർക്കുന്നു. സ്വന്തം ഉമ്മയുടെ മുലപ്പാല് കുടികൊണ്ടിരിക്കുന്ന ചോര പൂതലുകളെ ആ മുലക്കണ്ണിൽ നിന്നും മറിവെടുത്തുകൊണ്ട് അമ്മയുടെ മറിടത്തിൽ കൊണ്ട് കുഞ്ഞുമക്കളെ തലർത്തുകൊണ്ടൊരു സ്ഥാനമാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആണായിപ്പോ ഒരു സ്ഥലത്ത് ചരിത്രപരമായി തെളിയിക്കാൻ കഴിയോ? നിങ്ങളല്ലേ ചെയ്തത്? ഈ ഇത്ര ചെയ്ത നിങ്ങളല്ലേ? മുഹമ്മദ് ചരിത്രമായി അദ്ദേഹത്തിന്റെ പുസ്തകമായി ഈ മൊയ്ത് മോലി എഴുതിയ ഇന്ത്യങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി എന്ന പുസ്തകം ആ പുസ്തകത്തിന് അവതാരിക്കും കൊടുത്തിട്ട് ഈ മുഹമ്മദ് പോയി എന്നെപ്പെട്ടാൽ ഇന്നത്തെ ആ പുസ്തകം നിങ്ങളുടെ ആഗമന സംഭവങ്ങളെ കുറിച്ച് ഈ മുതുമൊഴി എഴുതുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, എന്തേറെ പറയാൻ കുഞ്ഞുമക്കളെയും കുട്ടികളെയും പോകുമ്പോൾ മാത്രമല്ല ബാക്കിപ്പുറപ്പുറമായി മനുഷ്യരെ കൊന്നൊടിക്കണമോ 10 ദിവസം മയ്യത്തെ സംശയിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മയ്യത്തുകളുടെ മുകളിലൂടെ മൃതദേഹങ്ങളിലൂടെ മൃഗങ്ങളെ ഓടിച്ചു. ആരാ പറയുന്നത്? കേന്ദ്രമോടില്ല, ായിരുന്നില്ല, പ്പെട്ടവരെ തനികള് ഖുർആൻ പറയുന്നവര് ഹദീസ് പറയുന്നവര് 10 മുസ്ലിം അവർ ഒന്നുമില്ല. പ്പെട്ടവരെ മൃതദേഹങ്ങൾ മുഖടിലൂടെ മൃഗങ്ങളെ ഓടിച്ചു. കഴിമാരെ ആ മയത്ത് പൊത്തി വഹിക്കുന്ന സാഹചര്യമുണ്ടാകുന്ന ലക്ഷ്യമാണ് പറയുന്നത്. അവസാനം വായിക്കുന്നപ്പോ ബാക്കിയാണെന്നറിയോ 3 കോടി ഖുർആൻ, 1 കോടി ബുഖാരി. ഈ നിലക്ക് പാവപ്പെട്ട നിരപരാധിയായ മുസ്ലിംകളെയും കുഞ്ഞുങ്ങളെയും പ്രതിമാരെയും രക്ഷിക്കാൻ കഴിയുന്നത് എവിടെ പോയി സമസ്യങ്ങളാണ്? എവിടെ പോയി നിങ്ങൾ ആദർശം എടുക്കുന്നത്? ഈ ചെറുമാരെ ഓരോ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ശക്തമാണെന്ന് പറയുന്നത്. ഓരോരുന്ന നിങ്ങളുടെ നേതൃത്വത്തിന്റെ ആദർശമാണ് ഞങ്ങൾ നിങ്ങളോ ഞങ്ങൾ ആദർശം എടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പഴയ കാര്യം കഴിഞ്ഞു. നിങ്ങൾ മാത്രം കെട്ടിയതൊക്കെ കാലം കഴിഞ്ഞു. നിങ്ങൾ അമ്മമായിട്ട് വിശ്വസിക്കുന്നത് ഇന്ന് കാലമായി കഥമായി ഞങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രകൃതിയോട് പറയില്ല. ഈ ഉല്ലാസത്തെല്ലാം നിങ്ങൾ അതിലെ പിന്നിൽ വഹാദ ഭാഗം മാറ്റ് അല്ലിലേക്ക് തലശീകരമായി അരച്ചു കയറ്റുന്നു. എന്നിട്ട് മൂടിക്കിടക്കുന്ന സുദൂരിറക്കുന്ന കുഞ്ഞു മതയാതെ മക്കളെ ഈ പിന്നെ അതേപോലെ പുരുഷന്മാർ പള്ളി നിശ്ചയിക്കാൻ വരുന്ന കുട്ടികളെയും അതേപോലെ പുരുഷന്മാർ ദൂരിലേക്ക് നടക്കുന്നവരെ കാത്തെടുത്തുകൊണ്ടിരുന്നു. ഇത് ജനകാരന്മാരില്ല. നിങ്ങൾ ആരെയും വെറുതെ ഞാൻ കരക്കിനത്തെ സാധ്യത ഞങ്ങൾ എന്താ നിങ്ങളുടെ കുഞ്ഞാളെ കൊല്ലൽ നിർബന്ധാണ് ഇനി അവിടെ വലിച്ച ഓൻ ആരെയാണത്? കുഞ്ഞാ കൊല്ലൽ നിർബന്ധ ഏരിയയിൽ സ്വാധീനത്തിൽ ബിരിയാണി ഇതെന്താ പാർട്ടിക്ക് അധികാരമായി വേറെ വല്ല പണി വെക്കുക. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം ഇന്ന് വരെ നിങ്ങൾക്ക് കളിക്കാൻ കിട്ടിയാൽ വേദനയാണ് നിങ്ങളുടെ തലവേദന. അതിന് മരുന്ന് കുടിക്കല്ലാതെ മാറില്ല തലവേദന. അതിന് മരുന്ന് കുടിക്കും. എന്ത് തലവേദന? ഞങ്ങൾ ഈ സുഹൃത്തുക്കളെ ഈ സ്ഥലപ്രസ്ഥാനത്തിൽ ആശ്രയത്തിൽ ഒരു വിട്ടുവീഴ്ച അതേ പ്രശ്നം. പക്ഷെ ഞങ്ങളെ മുസ്ലിം വിചാരിച്ച് ഇറങ്ങി സംഭവിച്ച് ആർഗിന്റെ ഓഫീസിനെ വിളിച്ചോ നിങ്ങളെ ക്യാമ്പയിൻ വെച്ചിരിക്കണം. ആർഗിക്കും തീരും വലിയ നിങ്ങളെ വഴി ഞങ്ങളെ പറ്റി മനസ്സിലായി. നിങ്ങൾക്ക് കഴിയോ മുസ്ലിം ലീഗർക്ക് ബന്ധത്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ പറ്റിയുള്ള പരിപാടി തലപ്പീത്തത്തിൽ നന്നായിട്ട് പറയും. തലപ്പീ പ്രാണത്തിൽ നിങ്ങൾ പറ്റിക്കും, മൗലൂദ് പ്രശ്നങ്ങൾ പറ്റിക്കും. അത് നിങ്ങൾ 1000 ജന്മങ്ങൾ കഴിയില്ല. 1000 ജന്മങ്ങൾ കഴിയൂല. അങ്ങനെയാണ് ആ മാറി. അത് ഞങ്ങളെ കുട്ടികളുടെ കാര്യം അതിനെപ്പാടെ പേപ്പറിന് പറ്റില്ലൊന്നും കാര്യമില്ല. അതിനെ അത്ര തന്നെ ഇനി ഞാൻ സുഹൃത്തുക്കളെ എത്തുന്നില്ല. അതേ ഭാഗം അവിടെ കൊണ്ട് തല ഭീകരതയുടെ ചരിത്രം പറയുന്നത്. അതുപോലെ എന്റെ ഒറ്റപ്പെട്ടവരെ ആരോഗ്യ 15 മഹാനായ മക്കളെ പകർത്തറിഞ്ഞത്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട എന്ത് ചേർത്ത് സംരക്ഷണങ്ങൾ ഈ കുഞ്ഞിലോട് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് നിങ്ങൾ ആലോചിച്ചു. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു ക്യാമ്പിലാണ് എന്റെ നാട്ടിൽ അയാൾക്ക് എവിടെ തീർച്ചയായും ഈ സോനിയാസം പണ്ടാ റാൻഡുമാരെ ജന്മത്തിൽ വരാനാണ് തേമ ചോദിക്കുന്നത്. ഈ സോനിയാസം പറഞ്ഞത് എന്നിട്ട് ഒരു കാണിച്ചോടുന്നപ്പോൾ എന്തെന്ന് അയാളവിടെ കത്തി വെച്ചു. അപ്പൊ ഇവര് ഈ മണ്ണാർക്കാർ പ്രകടനം നടത്തുക എസ്കേക്കാർ ഇവര് വിജയമായിട്ട് പ്രകടനം ചെയ്യുന്നു. പലതൊന്നും വന്നത് പോലുകളെ മഞ്ചത്തെത്തി എന്നിട്ട് കൊടുത്തിട്ട് പറയാം സംസ്കൃതക്ക് വപ്പാനേശം 4 തവണ മഞ്ചസ്ഥാനം കിട്ടി. ഇയാൾക്ക് ജീവിതകാലത്തെ വിജയം ഓന്റെ ഓലൻ കെട്ടുന്ന വിജയം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത് വന്ന് സമുദായത്തിന് മുന്നിൽ ആരുടെ മോശം ഈ സമുദായത്തിന്റെയും മതത്തിന്റെയും സംസ്കാരം തെരുവുകളിൽ വലിക്കാം. നിങ്ങളോ സമുദായം പറയുന്നത്? നിങ്ങളാണ് സമുദായത്തെ സംസ്കാരം പറയുന്നത്. നിങ്ങൾ വേഗം സംസാരം ഞങ്ങൾക്ക്
നിങ്ങളെ സ്നേഹ സംസ്കാരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് നോക്കുന്നത് മുജാഹിദികൾ പ്രശ്നമില്ല. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ നടക്കണം. 81 മുതൽ എതിർപ്പ് സൈറ്റ് വന്നിട്ടാണ് അല്ലേ? അന്ന് നിങ്ങൾ എഴുതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പല വസ്ത്രങ്ങളിൽ വന്ന വാർത്ത തലവാദങ്ങൾ അതെല്ലാം പിക്ക് ഈ പ്രസ്ഥാനത്തിൽ 7 പ്രവർത്തകന്മാരെ നഷ്ടപ്പെട്ടു. മനസ്സിലാക്കപ്പെട്ടു. അവരുടെ കൈകളൊക്കെ കൊല്ലപ്പെട്ടത് ആ സ്വത്തുകാരായിരുന്നു. ആണോ? അമ്പലെങ്കിൽ അബ്ദുൽ എന്ന് പറയുന്ന മദ്രസ അല്ലേ വീട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ മറവിൽ പതിനൊന്നുകൊണ്ട് അബ്ദുൽ ഖാദിന്റെ തലോട്ടിയിലെ കമ്പിമാരടിപ്പിച്ച് കഴിച്ചത്. ആരായിരുന്നു ചെയ്തത്? സംഘപരിവാസികളായിരുന്നു. എന്തിനേറെ പറയാം, മണ്ണാർക്കാട് പേരിൽ കരഞ്ഞു നിൽക്കുന്നവർ ഞങ്ങൾക്ക് അരക്കില്ല. ഞാനൊക്കെ എത്ര സന്തോഷിച്ചില്ല. എനിക്കൊരു പ്രശ്നമില്ല. അവിടെ മത്സരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കരെ ഞങ്ങൾ ആരും വോട്ടി പോയിട്ടില്ല. ഞാൻ പറഞ്ഞാൽ എത്ര വോട്ട് ഞങ്ങൾ ചെയ്യിപ്പിട്ടില്ല. എനിക്ക് അപ്പുറം എത്ര പേർക്കല്ല. എനിക്ക് വന്നല്ലോ ഇലക്ഷൻസ് നടത്തുന്നതിനപ്പോ സമത്തിന്റെ വൈഫുണ്ട്. കൊടുവള്ളിയിൽ അയാളെ ഈ എത്ര കുടുംബത്തിൽ പങ്കെടുത്തു. കൊടുവള്ളിയിൽ കാരാട്ട് ഭാഗത്ത് തോക്കുന്നു അതിന്റെ തന്നെ ചെയ്തു. ഇതൊരു പാട്ട് നടക്കുക. ഇതാണ് പാട്ട് കേൾപ്പിച്ച ഞാൻ വൈകുന്നേരത്തിൽ അതൊക്കെ ചെയ്ത് എല്ലാവർക്കും എന്ത് തോക്കുന്നെ കാരാട്ട് കേട്ടു. അവിടെ വന്ന പെണ്ണുങ്ങളോട് കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ കൊടുവള്ളിൽ ഞങ്ങളാണെങ്കിലും ഞങ്ങൾ അതിന്റെ പരിപാടി നടന്നോ. ഈ താനൂര് 60 കൊല്ലം ജീവിച്ച മണ്ണല്ലേ താനൂർ. ആ താനൂരിൽ നിന്ന് ചിന്തിക്കും ഒരഗ്രഹം തോൽക്കുകയോ എത്ര ആവുക. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയം. അതിന് ഇരിക്കണമെങ്കിൽ പലരങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അവിടെ ഒരു അഗ്രഹം ജയിച്ചു. അതിന്റെ പേരില് ഹൈദരാബാദിയുടെ ഒരു കോൽ എത്തിച്ചതായോ കോൽ എത്തിയതായോ ഒരു മാർഗിച്ചതായോ ഞാൻ റിപ്പോർട്ട് വായിച്ചു. മാർഗിച്ച ക്ലാസ് തൊട്ട സംസ്കാരവും നിങ്ങൾ കാണുന്നു. ഈ മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ വെച്ച് നോക്കൂ. ജനപ്രതിനിധി ഒരു ജനപ്രതിനിധി ഇങ്ങനെ ചെയ്യുന്ന ആവശ്യം ഒരു ഉദാഹരണത്തിനിപ്പോ മണ്ഡലത്തിൽ വാളാക്കിയല്ല മത്സരം പരമാവധി ഇലപ്പുറത്ത് ഞങ്ങൾ ആ ഇലപ്പുറത്തിന് പോയില്ലാതെ ഞങ്ങൾ കുടുംബ മീറ്റിനെ വിളിച്ചിട്ട് മത്സരമൊക്കെ കൂട്ടിട്ട് എല്ലാവരും ഓരോ രീതിയിലും പരിപാടി നിൽക്കണോ? ആൾക്കാർ പിന്നൊരു വാശടിച്ചു വരും. ഇത് പരസ്യപ്രസ്ഥാനಕ್ಕೆ ശേഷം രഹസ്യ മത്സരം ഒരു ചാല് വാട്ടി കൊടുക്കും. കേസം കൊടുക്കാനെന്ന് ഏതൊക്കെ മുന്നേ വണ്ടി പാലക്കാട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥ മത്സരിപ്പിച്ചടിച്ചിട്ട് മൂവേരിയ കാരന്തൂരിങ്ങനെ ഇരിക്കും. ചിന്തിക്ക് അതല്ലാതെ പറഞ്ഞതെന്താ? അട്ടപ്പാടിലേക്ക് പോകുമ്പോ പ്രവർത്തകരെ തടഞ്ഞു. എന്നിട്ട് ആ വാഹനം തിരിവിട്ടു. ആരാണ് ഈ കടയിലുകാരൊരു കാര്യം പ്രവൃത്തി പറഞ്ഞത്? അവിടുത്തെ ജില്ലാ രാഷ്ട്രീയ നേതാക്കളെ അവസാന താനിലെ പരാമർശ സമാപനത്തിൽ അതിനകത്ത് വേണ്ട രക്ഷപ്പെടുന്നത് കാണിച്ചാൽ ഒരു വളരെ ഖേദമാണ് പ്രകടിപ്പിച്ചത്. കാരണം കവർഷം വെച്ചെന്ന് പരിശോധിക്കാൻ ദിവ്യപുക്കുറുകാരെ വണ്ടി ആഴ്ച റോട്ടിൽ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെ അണകൾ ഇവരെത്തിച്ചു. ഇവരെന്തെല്ലാം പറഞ്ഞു? അട്ടപ്പള്ളിയിലെ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ 2 ശനി 70 കുടുംബങ്ങൾ കൈകൊടുത്ത് തുടങ്ങിയതാണ്. അത് 140 കുടുംബം വരെയായി എല്ലാ 2 ശനിയും കൈകൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് തിങ്കളാഴ്ച നടന്നത് അതിനുള്ള ശനിയാഴ്ച അങ്ങനെ ഇങ്ങനെ കിട്ടില്ല. അത് മുമ്പത്തെ ശനിയാഴ്ച കൊടുക്കുമ്പോ ഇവര് ബഹളണ്ടാക്കി. എന്നിട്ട് പാർട്ടി അദ്ദേഹത്തെ പറഞ്ഞിരുന്ന വോട്ട് ഇടാൻ വേണ്ടി അയച്ചോ. അങ്ങനെയാണ് ഒക്ടോബർ മുതൽ ബഹുമാനപ്പെട്ട AP കാർഡ് ആളുകൾ പ്രഖ്യാപന റേഷൻ പറ്റിയാണത്. അതാ ഞങ്ങൾ മണ്ണാറൊന്നും പറയേച്ചു. കാരണം മണ്ണാട്ടേക്കാരി എത്ര കണക്കില്ലല്ലോ ഞാൻ പറയുന്നത് എന്നെ ഒരാളുണ്ട്. അപ്പൊ ഒരേയുള്ളൂ എന്നിട്ട് അടിവെച്ചിരിക്കുന്നു. അത് വേറെ വന്നു. ഞങ്ങൾ ഈ മണ്ണപ്രവർത്തനം തുടങ്ങിയിട്ട് കൊല്ല കഴിയാറില്ല. നിങ്ങളെ വേണതൊക്കെ നിങ്ങളെ വേണം. ഞങ്ങൾ ആളുകളുടെ വീട് കൊടുക്കരുത്. അപ്പൊ ഞങ്ങൾ പിന്നെ ഒരാൾക്ക് വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് എത്തിക്കുട്ടി അവരുടെ പരീക്ഷനെ ഒന്നും തന്നെ ചെലവ് നമ്മൾ അങ്ങനെ നോക്കണില്ല. ഓരോ പെണ്ണുങ്ങളും സമാധാനം ജീവിച്ചത് കരുതല. ഈ കൂടെ ഞങ്ങൾ വളരെ റൂമുണ്ടാക്കും. മനസ്സിലായി? ഞാൻ ഈ വക കാര്യങ്ങളൊന്നും പറയാനും കാര്യമില്ലാത്തവരാ. പക്ഷെ മണ്ണാർക്ക് എന്താ നടന്നത്? എന്താണ് മാർക്കായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഒരു ജനപ്രതി എങ്ങനെയായിരിക്കും? ഒരു ജനപ്രതി ജയിൽ കയറിയാൽ തെറ്റായ്മല്ല അല്ലെ കാര്യമല്ല. ഇന്ന് കേൾക്കാൻ 2 തവണയാണ് അവിടെ തിരിക്കുന്നത്. 1ാം തവണ മത്സരിപ്പോ ഞങ്ങൾ എല്ലാ അലിസ്ഥാനം സമീപിക്കണല്ലോ. ഞങ്ങൾ സ്ഥാനങ്ങൾ തിരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ പടക്കൂലി ദിവസം നിങ്ങൾ അതിന് ശരിക്കില്ല. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഒരു ഫൈറ്റിംഗ് ഞങ്ങളുണ്ടായിരുന്നില്ല. കാരണം ഇന്നത്തെ വിഷയം ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല. പക്ഷെ രാഷ്ട്രീയ ബോധം പറഞ്ഞു കൊടുത്തവരാണ്. എന്നിട്ട് ഒരു തവണ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ പറഞ്ഞു AP പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ കേൾക്കാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ചോദിക്കാൻ ഈ പറഞ്ഞോ വല്ലോണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, പിന്നീട് ഒരു പരിപാടി വിളിച്ചിട്ടുമില്ല. നിങ്ങൾ വിളിച്ചാൽ എന്താ കൊടുക്കുന്നത്? എത്താന്റെ കേരളത്തിലൂടെ വന്നു പോയി എത്രത്തോളം കാര്യത്തിൽ ജനകീയ പരിപാടിയിൽ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയെ വീണ്ടും ജയിപ്പിക്കും. ഇനി അത് കഴിഞ്ഞു അതിന് ശേഷം അവിടെ വേറെ ചില നിയമങ്ങളുണ്ടായി. ഇടക്കാണ് കല്ലാങ്കുള്ളിലെ 2 സഹോദരൻ മൂദീൻ എന്റെ സുത്താണ് കൊല്ലത്ത് പോയ മൂദി. അവരുടെ സഹോദരൻ വള്ളത്ത് കുന്നംസ. നിങ്ങൾ വിളിക്കണം, ഞങ്ങളുമായി വളരെ അടുത്തവരുള്ളവരായിരുന്നു. ഈ മൂർത്തിയും കുഞ്ഞുട്ടയെയും ഉമ്മവരാര ആരാ നാട്ടിൽ പ്രതീക്ഷിച്ചത്? കുടുംബകലഹങ്ങൾ. പണ്ടത് വെച്ച് പറയും കുടുംബകലഹങ്ങൾ
98 വിഷയത്തിന് ശേഷം ആളുകൾ കഴിഞ്ഞു. ഈ കൊലപാതകം നടന്നതിന് മുമ്പ് ആ കുടുംബവും പഴയ കുടുംബമായിട്ട് എന്തെങ്കിലും അസ്വാരി റോട്ടിലുണ്ട്. ആ കുടുംബത്തിന് മനസ്സിൽ പറയും, ഈ ഞാൻ ചോദിക്കട്ടെ, കുടുംബകലഹത്തില് ഇങ്ങനെ പ്രതികൾ മുഴുവനും മുസ്ലിംകാരായത് എങ്ങനെയാണ്? ഒരു പാർട്ടികൾ മാത്രമായി ഒന്നാമത് ആരാണ് പഞ്ചായത്തിലുണ്ട് സ്ഥിതി ആരംഭിച്ചത് ഇത് എങ്ങനെയായത്? ഇനി മാത്രമല്ല, ഈ വിഷയങ്ങൾക്ക് ഇവർ എന്തിനാണ് പറയാം? മലയാളി സംഘം ആട്ടിലിറങ്ങിയെത്ത അവരെ മക്കളെ വീഴ്ചപ്പെടുത്തത് ജനപ്രതിരാട്ടെ അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ അവർ ഈ രാജ്യത്ത് ഒരു പ്രദേശം പാതി ഗ്രാമാശാഖ്യ വേറത്തോടെ വളർന്നാൻ പാടില്ല. എന്ത് ശാതമായ എന്തിനെ പറയണം? ഈ രണ്ട് സഹോദരങ്ങളും വെട്ടിക്കും അതിലൂടെ മതത്തിന് വിളിച്ചു കൊണ്ടുപോയ എന്നിട്ടാണ് നടക്കാൻ പോലുമില്ല. കുഞ്ഞം സത്യത്തിൽ നടക്കാൻ കഴിയില്ല. എൻ സഹോദരങ്ങൾ വെട്ടി വെട്ടി തന്നിട്ട് ഗുരുന്ന് വെട്ടി 40 വെട്ടിരുന്നു. അവർക്ക് ഒരു സ്കൂളിൽ വെള്ളം തൊട്ടപ്പോ ഉടുമുണ്ട് പോക്കി മൂത്തൊഴിച്ചു കൊടുക്കുന്ന ഇതൊക്കെ എഴുത്താലിന്റെ പഠിച്ചവനാ നൂറുദ്ദീൻ സഹോദരൻ. പിന്നെ വിദ്യാർത്ഥികളുടെ മീറ്റിംഗ് മതത്തിൽ നടത്തും. ഞങ്ങൾ ഏപ്പിക്കാതിന്റെ ആവിലും വേറിച്ചിട്ട് പറഞ്ഞു അയാൾ അവിടെ ജയിക്കാൻ പാടില്ല. ഞാൻ തോന്നിക്കട്ടെ, അത് കമ്പകരം അത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു പ്രധാനത്തിന്റെ നേതാവാണോ? ഒരു നേതാവ് പറയുന്നല്ലേ പറഞ്ഞു പറഞ്ഞത് മക്കളെ പകരോടിച്ച് ഒന്നിനെങ്കിലും വിടല്ല എന്നല്ല ഞങ്ങളുടെ മഹാനായ കമ്പകരം അത് പറഞ്ഞത്. നിങ്ങൾ ജനാധിപത്യപരമായി അയാളെ അവിടെ ജയിക്കില്ല. അപ്പോൾ സമ്മേളനം പറഞ്ഞതെന്താ? ഈ സംഭവം കാഞ്ഞിപ്പുഴ പഞ്ചായത്താണ്. കാഞ്ഞിര പഞ്ചായത്തിലെ കല്ലാണ്ട് കോങ്ങാട് മണ്ഡലത്തിലെന്ന് അറിയുന്ന മണ്ണാർക്കാറ്റാണ് ഞാൻ. പക്ഷെ സുഹൃത്ത് അതിന്റെ സ്റ്റേറ്റ് പരിധിയിൽ മണ്ണാട് കോടിയേറ്റന്റെ പരിധ കല്ലാൻ കൂടി ഇതൊന്നും നാട്ടുകാർക്ക് എന്ത് ധരിച്ചത്? നാട്ടുകാരെ പൊട്ടന്മാരായിരുന്നു. അങ്ങനെയുള്ള വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ നിൽക്കട്ടെ, ഞങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്തില്ല. കഷ്ടം, ഞങ്ങൾ അയാൾ വോട്ടും ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞ കേൾക്കുന്ന വോട്ടുകൾ ഞങ്ങൾ ചെയ്യണ്ടാന്ന് പറഞ്ഞു. ഇതിനപ്പുറം നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ പോയാൽ എത്ര കേസുണ്ടാക്കിയതാണ്. അതിന് വാട്സപ്പിലൊന്ന് വിട്ടിട്ട് അത് 1000 മന്ത്രി പ്രസംഗിക്കും. നിങ്ങൾക്ക് എന്താ ഇതൊന്നും നിങ്ങൾക്ക് വിശദ കാര്യമല്ല. ചിന്തിച്ച തോന്നുക ഞങ്ങൾ വോട്ട് പ്രശ്നത്തോടുകൂടെ ഞങ്ങൾ കഴിഞ്ഞില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന ഭാവിയിൽ പോയി. എന്നിട്ട് പിന്നെ അവരുണ്ടായ ഒരുപാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പണ്ണാർക്കാട് ജനങ്ങളിലെ പദ്ധതിക്കാരി മനസ്സിലായി. ഒരു കാര്യക്കാരെ 2 മിനിറ്റിലെ വില 15 കോടി എനിക്ക് മനസ്സിലായി. ആ മോനിൽ വാക്കിലല്ലേ ആ മുന്നത്തെന്നാണ് ഈ കരശി. നിങ്ങൾ ഈ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വൈകുന്നേരം പറയാനുള്ളത്. ഇനി ഇവിടെ ജയിച്ച ഗീതനെ ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഒരു പറഞ്ഞ അല്ലെങ്കിൽ പ്ലീസ് ദയവ് ഇത് ലീഗരെ രക്ഷിച്ചിരിക്കലും എനിക്ക് പറയാൻ ഇഷ്ടം. എത്ര സ്ഥലത്തിട്ടുണ്ട് ഇവർ പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞത് രാഷ്ട്രീയപരമായി ക്ഷീണം ചെയ്യും. ഞങ്ങൾക്കത് ഒട്ടും താല്പര്യം. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി നീക്കൊണ്ട് പറയണമെന്ന അതൊരു താല്പര്യവും ഞങ്ങൾക്കില്ല. ഞാൻ ഇത് കണ്ടിരിക്കട്ടെ. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്ത് ബിജെപിക്കാരെ ഒത്തുവരെ നിങ്ങൾ വാങ്ങി പറ്റി തോൽവിച്ചത്. ഇത് അട്ടപ്പാടിയിൽ മജിസ്ട്രേറ്റാണ് ആ മായ 9 നല്ല അട്ടപ്പാടിയില്ലത്. ഏപ്പിക്കാരായിട്ട് പറഞ്ഞു പറയുന്നത് 9 നിർമ്മാണം. ബാക്കി അകലിൽ മായത് ഒരു പക്ഷേ സെക്രട്ടറി അത് ഓരോ പറഞ്ഞ ആളാണ്. രാഷ്ട്രപരമായിട്ടാല് ജീവ ലീഗ് അല്ലാന്നല്ല. ബാക്കിയൊക്കെ വിശേഷ കഴിയുന്ന വലിയ മറ്റല്ലാണ് ഉറച്ചത്. എന്നിട്ടും അവിടെ പ്രസിഡന്റായി വോട്ട് കുറവ് സംഭവം വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് മൂല്യം ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. എന്നാൽ ഈ കണക്ക് ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗഗോപാലനല്ലോ. ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2011 നിയമത്തിൽ വോട്ടെത്ര കേട്ടോളി ചർച്ച ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്ന കണക്ക് കണക്കോ 43,661. 2011 ചെറിയ ലക്ഷത്തിൽ 2016 67,813 വോട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ പറയുന്ന ഒരവസ്ഥ നല്ല പറഞ്ഞു. LDF കിട്ടിയ വോട്ട് 50,700. LDFിന് കഴിഞ്ഞ ഇടയിൽ കിട്ടിയത് 59,342. LDFിന് വോട്ട് കൂടാനോടെ ഇനി UDFിന്റെ വോട്ട് BJP തിരുവനന്തപുരത്ത് നിയമം മണ്ഡലത്തിൽ BJP വോട്ട് കേട്ടി അല്ല UDFിന്റെ വോട്ട് കേട്ടോളി 20,248 വോട്ട് 11. 2016 13,860. എത്ര വോട്ട്? 6,338. രാജാവ് എത്ര വോട്ടിനാണ് ഇട്ടത്? പുതിയ വോട്ട് ഒരു കാര്യം ചെയ്തിട്ട് മണ്ണാർക്കാട് വാങ്ങിയ വോട്ട് അപ്പൊ കൊടുത്തിട്ട് നല്ല അവിടെ കണ്ടത്. ഇങ്ങനെ കൂട്ടുകളെ സഹോദരങ്ങൾ ഒരിക്കലും ഇവിടെ പാർട്ടിക്കൊണ്ട് ചോദിക്കും. മണ്ണാർക്കാട് ഭാരത ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയില്ല, SMD സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. SMD മാർക്കാണ് മണ്ഡലം വ്യക്തമായ പിന്നെ ഒരു ഇടമുണ്ടാകാം. ഞങ്ങൾക്ക് നിങ്ങളെന്ന് വെച്ചാൽ കൃഷിക്ക് പറയാറില്ല. പൊളിറ്റിക്കൊക്കെ നന്നായിട്ട് കാര്യം ചെയ്തവരാണ്. പിന്നെ ആ ഭാഗത്തെ മാറി ഇതിനെ ഞങ്ങൾ ഈ വഴിക്കാണ് പോയത്. പൊളിറ്റിക്കൊക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ആ അമ്പലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 35,000 വോട്ട് BJP കാണാം. BJP വോട്ടും SPന്റെ വോട്ടും ഇലക്ഷന്റെ റിസർവ് വന്നതിന് ശേഷം BJP മണ്ഡലത്തിൽ പ്രശ്നങ്ങളുണ്ട്.
10,000 ഞാൻ വോട്ടേക്ക് ഉള്ളൂ. ബാക്കി വോട്ടൊക്കെ 20,000 ഞാൻ ബിജെപി ചുരുക്കി പറയാൻ ബിജെപി വോട്ടോടെ മുന്നിലല്ല. ഈ SDP എല്ലാവരും SDPനെ കുറ്റം പറഞ്ഞു പ്രസംഗിച്ചതാണ്. 400 വോട്ട് SDPന്റെ വോട്ടോടെ ബാക്കി മുഴുവൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിന്റെ വെൽഫെയറിന്റെ 1000 വോട്ടുകൾ അതും പറഞ്ഞു. എന്നിട്ട് ജയിച്ചിന് ഏഴുസ്ഥാനം നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഇതിൽ പല ഘടകങ്ങളുമാണ്. അതൊക്കെ അന്നോരങ്ങൾ ഞങ്ങൾ ജയപരിചയില്ല. ഈ ഞങ്ങളുടെ മുസ്ലിം ജമാഅത്തിന്റെ നിലപാട് ഇങ്ങനെയായി ഓരോ മണ്ഡലത്തിലും ഈ പ്രശ്നത്തെ വേദനിപ്പിക്കുക വാർഡ് തലം മുതലാവുന്ന പണി ഞങ്ങൾ അതെല്ലാം ഒരു മെമ്പർമാർ എടുത്തോളാം. ഓരോ വാർഡ് എങ്ങനെയൊക്കെ വരുമ്പോൾ അത് 5 വർഷത്തിനൊക്കെ വിലക്ക് തിരിയുമല്ലോ. അപ്പൊ അതൊക്കെ ഒരു ജനപ്രതിനിധിയാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നത്. അല്ല ഇതുപോലെയുള്ള ആളുകളല്ല വേണം. അപ്പൊ ഇന്നത്തെ സുഹൃത്തുക്കൾ ഞങ്ങൾ പ്രശ്നം ചെയ്ത് വിഷയം കഴിച്ചു. ഞാൻ അതിന്റെ പിന്നാലെ പരിപാടി ഞങ്ങൾക്കില്ല. ഇത് ഇപ്പോൾ ഈ വിജയമാർ എന്നിട്ട് പറയാം ഇവിടെ പറഞ്ഞിട്ടോ SSF ഓഫീസ് ബാങ്കിന് കൊടുത്തിട്ടില്ല. SFന്റെ ഓഫീസിന്റെ മതിയാണ്. അല്ല അങ്ങനെ വെച്ചിട്ടാണ് ഓഫീസിലുള്ള അവിടെ ഉണ്ടാവും. അതൊരു വലിയ വിദ്യാഭ്യാസമാണ്. ഇത് തന്നെയല്ല നിങ്ങളെ കുറിച്ച് കാമാനസ്ഥ പ്രശ്നത്തിന് ആൾക്കാരറിയുന്നുണ്ട്. നിങ്ങളെ മെയിൻ ചെയ്യില്ല പോലും. അതേപോലെ വിവിധ പരിപാടികൾ അതിനെ കുറിച്ച് കാരണം നിങ്ങൾ ഈ സംഘടനത്തിന് ധാരണ ഇവരെ പറഞ്ഞ് എന്ത് അവർക്ക് വിശ്വസിക്കുക. ഇതല്ലേ അത് പറയുന്നത്. എങ്കിലും എല്ലപ്പെട്ട ഇതൊക്കെ ജനങ്ങൾ ചിന്തറിയും ജനങ്ങൾ ചെയ്യുമെന്ന കാര്യം യാതൊരു സംശയമില്ല. അപ്പൊ ഇതാണ് മണ്ണാകാത്ത ഈ വെറുതെ അഭ്യർത്ഥന ആട്ടൊക്കെ കൊടുത്താല് ഏതാ മോഡൽ പുതിയ മോഡൽ പുതിയ പറഞ്ഞു ആട് കൊടുത്താല് ഇപ്പൊ നിങ്ങൾ പള്ളിയിൽ വിചാരിച്ചിട്ടുണ്ടാക്കിയ പാട്ടല്ലോ അതെത്തിച്ച് ആൾക്കാർ ഞങ്ങൾക്ക് പോയെങ്കിൽ പാട്ട് പറയില്ല. പിന്നെ കുട്ടികൾ കോലം കെടി കോലം അർപ്പിച്ചു അല്ലെ മൈസൂർ സ്റ്റേറ്റ് ബസ് സ്റ്റാൻഡ് എന്നോട് കുറച്ച് ചെറുപ്പക്കാർ സങ്കടത്തോ പറഞ്ഞു. ഞാൻ പൈസ ഇല്ലാതെന്താ വെയിലൂർ പാലോട്ട് 5 വരുമ്പോൾ 2 മന്ത്രിയിലേക്ക് കാര്യമുണ്ടാവില്ല. കുടുംബന്മാരെ ഈ മൂല്യമാര് പൈസ മൂല്യമാരെന്ന് അപ്പോൾ ഒരു കുട്ടി രക്ഷപ്പെടാവില്ല. അവനാ കഴിയില്ല എന്തിനൊക്കെ കാര്യം എന്നാൽ ഇതിന്റെയൊക്കെ കാര്യം സത്യത്തില് ആ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം എന്തായാലും ഒരു വിശകലന പൊടിയോ വേണ്ടി വരുന്ന കരുതിയിലാണ്. പക്ഷെ പ്രകടനം കഴിഞ്ഞോട് കൊടുക്കുക വരണം ഉണ്ടാകാറില്ല. ഒരു ചെറിയ മത്സരത്തിൽ കൂടി കഴിച്ച ഒരു ചെറിയ ഒരു വിശകലനം പോലും ആവശ്യമില്ലാത്തതും വളരെ സാമ്പത്തികമായി അകറ്റത്തിൽ സഹായിച്ച ഞങ്ങൾക്ക് ഇരുത്തമാണ്. അത് എനിക്ക് പറയാം. വലിയ നന്ദിയാണ് ഞങ്ങളെ. അപ്പൊ ഈ സൂചന പ്രബോധനെ നിങ്ങൾ മനസ്സിലാക്കണം. ഉള്ള മുജാഹിദപ്പാട് എന്തെങ്കിലും കോലൊക്കെ പോയത് അതിന് ചില ഇടയ്ക്കൊക്കെ ഏറ്റാൻ തോന്നുന്നത് വാ പറഞ്ഞാണ്. പിന്നെ അത് പ്രശ്നമില്ല. ഇപ്പൊ അവിടെ കോലാക്കിയ പാടിച്ചത് എനിക്ക് നടക്കാം. അതെന്തായാലും ആരെങ്കിലും അയൽവിഷയങ്ങൾ ഉണ്ടാവും. ആരെങ്കിലും സാധാരണയോടൊക്കെ കഴിവ് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യത്തേവരോട് പറയാം. ആരെങ്കിലും സാധാരണൊന്നും മുന്നോട്ട് പറയാൻ പോകാം. അത് ഞമ്മക്ക് വളരെ സംശയമാണ്. രാഷ്ട്രീയ മാർഗനിയിൽ നിന്നൊരിയൊക്കെണ്ടാവും. വിചാരിക്കപ്പാട് ഇന്ത്യയിൽ മുഴുവൻ കുറ്റപ്പെടുത്തി ജയിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ കുഴപ്പമില്ലോ. ഞങ്ങളാകോ ഇതിനെ ഏറെ മുന്നിൽ കണ്ട് ഞാൻ ആരും മുസ്ലിംരാജ്യത്ത് രൂപീകരിച്ചിട്ടില്ല. ഇതിൽ ആലോചിച്ചു എന്താണ് മുജാഹിദ് പ്രമാണത്തെ ഇങ്ങനെ ഞങ്ങൾ വിമർശിക്കാനുള്ള കാരണം ഞാൻ പറയാം. ആ ഇതിൽ തന്നെ 1971 നവംബറിലുള്ള മത്സരമാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ ഉമറുവിനോട് ഒരു ചോദ്യമുണ്ട്. ഈ അബൂബക്കർ മുസ്ലിംമാരുടെ പദവിയിലടങ്ങിയ പിഴവുകളെ താങ്കൾ വിമർശിച്ചത് എന്തിനാണ്? ഇതാണ് ആര് ചോദിക്കുന്നത്. ഉമ്മോളിനോട് ചോദിക്കും. അതിന് ഉമ്മോളിന്റെ ഉത്തരത്തോട് അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ ഗതി നരകത്തിലായിരിക്കും എന്ന് പാവപ്പെട്ട സമുദായം നടത്താൻ വേണ്ടിയാണ് വിമർശിക്കുന്നത്. സമുദ്രമായി ഇതേ ഉത്താദവരുടെ ആശയാർത്ഥങ്ങൾ കേട്ട് പ്രവർത്തിച്ചാൽ ഇത് നരകത്തേക്കായിരിക്കും. ഈ തീർന്നില്ല. ഇനി നോക്കിക്കോ. മഹാനായ E.K. ഹസൻ മുസ്ലിയാർ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇത് പറയട്ടെ. അതിന് ശേഷം BJP സംഘടനയും വളരെ ഞങ്ങളാണല്ലേ അതിന്റെ അടുത്തെങ്കിൽ ഞങ്ങൾ സംഭവം നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെടുത്തിട്ട് പറയുന്നുണ്ടാവും. പിൻപോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ബക്കറിന്റെ ക്ലിപ്പിന്റെ പൂരി ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോ മുസ്ലിമായി രക്ഷപ്പെടാൻ ആ നില വിമർശിച്ച ഭക്തമുസ്ലിനെ വിമർശിച്ചപ്പോ മറുമുറിക്ക് എതിർക്കുന്നു. ലോകത്തിൽ കിടക്കുന്ന കിടക്കുന്ന ഒരാളാണ് ഏത് ശരിയായി. അതിന് അയാൾ ഓർമ്മകളുടെ ജസ്റ്റ് മനസ്സിലാക്കി. ഈ പേരാണ് ഈ കാണുന്നത്. 338ാമത്തെ പേര് അയാൾ ഇത് കണ്ട നിങ്ങൾ അസം മുസ്ലിമാരുടെ മതവചരണവും വിശ്വാസ വിഭജനവും അനാചാര കർമ്മേളനയിൽ ശരിക്കും തിരിച്ചതിൽ നിന്നും എനിക്ക് പൊതുവായ അദ്ദേഹം മഹാനായ ശാസ്ത്രാല പ്രസ്ഥാനം ഇനി ഞാൻ വഹിച്ചു തരാം. കുഞ്ഞികളെ മൊത്തത്തിൽ നോക്കിങ്ങൾ മൗലവിത്തറാണ് പിന്നെ മനുഷ്യൻ നിലത്തിരങ്ങാടി പോലീസ് ചെയ്ത മനുഷ്യൻ അതിനാ മൂപ്പരാകുള്ള കൊണ്ടല്ലോ.
നിക്കാഹ് ജീവിക്കുക സ്വലാത്ത് പഠിക്കുക. ഞങ്ങളെക്കാൾ നിക്കാഹ് കംസമാണ്. 2,00,000 ഒത്തുതീരുണ്ടായിട്ട് 7 ലംബത്താ തീരാന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ഞങ്ങൾ ജമാ പോയില്ല, ജമ്മക്ക് വന്ന് 1 ലക്ഷം വാങ്ങാം. അപ്പോൾ ആ പോയി നമ്മൾ കൊടുത്തത് യാതൊരു പുസ്തകമുണ്ട്, ബഹുഭാര്യത്വം ആശങ്കക്കും മക്കൾക്കിടയിലുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഈ പറയുന്നത് അറിയുന്നത് ഇപ്പൊ നമ്മളെ നാട്ടിലെ സാധാരണ നിൽക്കാൻ നടത്തണമെങ്കിൽ കമ്മിറ്റിക്കാരാണ് ആണ്ടാന്റെ സ്ത്രീകളാണോ സാക്ഷി അങ്ങനെ പലതുമല്ലോ. പക്ഷെ ഈ പറയുന്നത് അതും വേണ്ട. പിന്നെ എന്തുണ്ടായി, ഒരു പെണ്ണിന് സെക്കൻഡ് എക്സ്പെക്ട് കഴിഞ്ഞാൽ ഈ പെണ്ണ് സെക്കൻഡ് എക്സ്പെക്ട് പറയാ എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു, അതെന്തായി എന്നായി. അയാളെ പുസ്തകം ബഹുഭാര്യത്വം ആരംഗക്കും ആരക്കടയിൽ തലക്കേടുമായി തലക്കേട് വളരെ ബുക്ക് മനുഷ്യനെ തിരികെ പോയി നിങ്ങൾ ഇദ്ദേഹം ഫൽസഫയിൽ എഴുതുകയാണ്. അമ്മ മുസ്ലിമീങ്ങൾ എന്നത്തെ മക്കയിലയുടെ സ്ഥലത്തുള്ള മദീനയിലുള്ള മുസ്ലിമീങ്ങൾ മുസ്ലിംകൾ തമ്മിലുള്ള അതേ പ്രശ്നമാണ് ഇന്നും സുന്നികൾക്കും മുജാഹിദുകൾക്കിടയിൽ. എന്നെ കേട്ട് നിൽക്കുന്ന പുറത്ത് സ്ത്രീകളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വേദന തോന്നില്ലേ? മക്കത്തെ അബൂജഹൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർക്കം എങ്ങനെയാണോ തൗഹീദായിരുന്നില്ലേ, ശിർക്കിലായിരുന്നില്ലേ? അതേ തർക്കമാണ്. അഥവാ അബൂജഹലിന്റെ പിന്നാമികളാണ്. അതേ സമയത്ത് മുജാഹിദുകളോ അവര് മുസ്ലിങ്ങളുടെ ആളുകളാണ്. ഈ നിലയ്ക്ക് അബൂജഹലിന്റെ കരികളും നമ്മളെ അക്ഷേപിച്ച് വരെ സംരക്ഷിക്കാൻ ഒരു കരുതേണ്ടതില്ല. അതുകൊണ്ടാണ് എറണാകുളത്ത് നമ്മൾ എരിയത്ത് സമ്മേളനം വേറെ, അവിടെ നമ്മൾ വലിയ സംഘടന വിളിക്കുന്നുണ്ട്. അതേപോലെ ഡൽഹിയിൽ ശരീരത്തെ കൗൺസിൽ നടക്കുന്നുണ്ട്. അതേപോലെ വരുന്ന ഈ 5-ാം തീയതി കോഴിക്കോട് ശരീര സമ്മേളനം കൊണ്ടുണ്ട്. അതേപോലെ ഡിസംബർ 25 അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം കോഴിക്കോട് ഇരാജ് സമ്മേളനം നടക്കുന്നുണ്ട്. ഇതിലെല്ലാം ഞങ്ങളുടെ നേതാക്കള് നിങ്ങളെ ശരീരത്തെ സംരക്ഷണ സമ്മേളനങ്ങൾ നടത്തിയാലും മതക്കാരെ അതോർക്കുന്നത്, രാജ്യത്ത് നീതി ശ്രദ്ധിക്കുന്നത്, ഈ രാജ്യം നിയമപാലകരെ അതോർക്കുമ്പോൾ അത് നിങ്ങൾ അറിയപ്പെട്ട് കാര്യമില്ല. നിങ്ങൾ ആ പൂർവ്വത്തെ കാര്യമില്ല. 5 പേര് പോലെ സഹായിക്കുന്നത് ഞങ്ങളല്ല. ഈവ കക്ഷികളുടെ ഒഴിവാണ് കൂടത്ത് നടക്കല്ല. ഈ നമുക്ക് അപ്പുറത്തെ പെണ്ണുകൾ ഞാൻ നോക്കട്ടെ, വീട്ടിരുന്ന ശബ്ദം നിൽക്കുന്ന എല്ലാരും സമസ്തക്കാർ കൊടുക്കുന്ന ഉമ്മമാരെ, പരീക്ഷയോടിൽ പകരക്കും ഉമ്മമാരെ, ഇവിടെ നിങ്ങൾ 2 മുതലാര് വന്നത് ഉമ്മ താങ്കളൊരു സ്ഥാപനത്തെ പറയാൻ ആവേശമായിരുന്നു, പരീക്ഷിക്കാരുടെ ആവേശമായിരുന്നു. തിരിച്ചറിയില്ലേ തലത്തിത്തരങ്ങൾ കാരണത്തിലൊന്നില്ലല്ലേ? ഉമ്മാരുടെ വീട്ടിൽ പുതിയ കൊമ്പങ്ങളും അതിൽ സംബന്ധിക്കല്ലേ? എന്റെ സഹോദരങ്ങൾ നിങ്ങൾ പുതിയത്തിൽ പകരക്കാരില്ലേ? പുല്ലാനെ വിളിക്കാറില്ലേ? അങ്ങനെ തേടാത്തുന്നിയെന്നതോ അങ്ങനെ തേടാത്തുന്നി സത്തയുടെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തും ആളുകളോ ഉള്ളിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഈ ബാഹ്യം വിശ്വാസം എന്താ? നിങ്ങൾ കാഫിറാണ് വിശ്വാസമല്ലേ? ഈ നില സുന്നി കാഫിറാണ് വിശ്വസിക്കുന്ന മുജാഹിദീങ്ങൾ അവരേതാ വഹിച്ചതോ സമസ്തന്റെ വൈദ്യുതന്റെ പോയിട്ടുണ്ടെങ്കിൽ ആ സമസ്തയെ വരക്കലിന്റെ കോട്ടങ്ങളുടെ സത്തയുടെ പരമ്പരയില്ല, താങ്കളുടെ കുട്ടിയാരുടെ സത്തന്റെ പരമ്പരയില്ല, താലക്കോട് സത്തന്റെ പരമ്പരയില്ല, അനായിക്കുന്ന ബ്രഹ്മശ്രീയായ സമസ്തന്റെ പാരമ്പര്യമില്ല, കുട്ടിയുടെ സത്തയുടെ പരമ്പരയില്ല. ആ സമസ്ത ഈ സമസ്തയെ നിങ്ങൾക്കറിയില്ല. ഞങ്ങളില്ലാതെ കൂടെ ചെയ്യത്ത് സംഭവിക്കാൻ ഇത് പറയുന്നത് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ പേരെ ഹജ്ജ് യാത്രയ്ക്ക് കൊടുക്കണമേ. മുസ്ലിം മുഖ്യ ഭാഷണം നടത്തുമോ? ഈ അവിടെ ഇരുന്നില്ലേ? മുസ്ലിംപുരപ്പുറമില്ലേ? സുഹൃത്തുക്കളെ, അതോടുള്ള വേദിയാണോ ശരീര സംരക്ഷണത്തിന്റെ വേദി? ഇത് കിടക്കണോ പഞ്ഞാറ്? അങ്ങനെയുള്ള ചിലരെ പറഞ്ഞത് നിങ്ങൾക്കറിയാത്ത ജ്ഞാനകൾ സൂക്ഷിക്കണമെന്നല്ലാതെ മതിലും കേളാതി സമരക്കാരും കഴിയൂല. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ പ്രതിഷേധിക്കുന്നത്. ഈ എത്ര സംഭവങ്ങൾ നോക്കൂ. കൽപ്പതി 99 ഫെബ്രുവരിയിൽ വായിക്കാറുണ്ടോ ഇരുന്നത്? ഇവർ എഴുതി വെച്ച പ്രയാസം എന്താണ്? ഇവിടെ മഹാപ്രഭു തന്നെ നരകത്തിന്റെ നടുവിലേക്ക് ഷഹാദത്ത് കരിയുടെ അർത്ഥം ശരി മനസ്സിലായി ചൊല്ലി ഇസ്ലാമിലെ കടന്നുപോയി ചോദിച്ചതാൻ കോഴിക്കോട് മുസ്ലിം ലീഗ് വെളിവേർത്തത് മുസ്ലിം ശരിയ സംരക്ഷണ സമിതിയല്ലായിരുന്നോ? ഓന്റെ സുഹൃത്തുക്കളെ, സുന്നികള് കാഫിറുകളാണ്, അവര് നരകത്തിലേക്ക് ഉള്ളവരാണ്.
പറയാണ്. ഇന്ന് മലയാളത്തിൽ എഴുത സനത്തിനെ വിളിച്ച് ഔദൂദിനെ വിളിച്ച് ഉന്നിക കൂട്ടിയിരുന്ന പോകില്ല. അത് തിരിച്ചറിയാനുള്ള ശേഷികളുണ്ട്, അത് തിരിച്ചറിയാനുള്ള പക്വതകൾക്കുണ്ട്. നിങ്ങൾക്കാക്കുമ്പോഴാണ് മുജാഹിന്റെ മോചാനിങ്ങൾക്കുണ്ട്. അതിന് കുഞ്ഞികൾ വഴിയാക്കേണ്ട, അത് നിങ്ങൾ പരാജയങ്ങൾ കുഞ്ഞിപ്പുറത്തുണ്ട്. പറഞ്ഞതെന്നാണ് പുറത്തിലെ പാടിയാണെന്നാണ് വെല്ലുവിളിക്കുന്ന റഹ്മത്തുള്ളാഹിയെ. ആ പറഞ്ഞ ആയത്തിലെ ഏത് വാക്കിന്റെ അർത്ഥമാണ് നീതി എന്ന് പറഞ്ഞ വാക്ക്? അത് ആയത്തിലെ ഏത് വാക്യം അർത്ഥമാണ് എന്ന് പറഞ്ഞ റൗമിയുടെ പറ്റും മുസ്ലിം ലീഗിന്റെ പദ്ധതിയും ഒരുപോലെയാണ്. ഇങ്ങനെ പറയണ നിങ്ങൾ മുസ്ലിയാക്കന്മാരെ തൽക്കാലം മുസ്ലിം ഭാരത്തിൽ കിട്ടൂല, 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 അതിനെ കമലുലമാ പ്രസ്ഥാനം കിട്ടൂല. ഇതൊക്കെ കുഞ്ഞാന്റെ കലകൾ ഇതാവേദന വളരെ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം വരും. എപ്പോഴൊക്കെ കൂടലില്ല. നിങ്ങൾക്ക് എന്റെ വിചാരിച്ച ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തില് ഈ സമുദായത്തെ 8 രേഖയിൽ പൊക്കാൻ വേണ്ടി വന്നപ്പോ അന്ന് നിങ്ങളെ ഈ ബോധിക്കാതിരുന്നു. ഇനി നോക്കുന്ന സുഹൃത്തുക്കളെ, 80 ഡിസംബർ ഫെബ്രുവരിയില് ശവറുന്നത് ഹറമാക്കി, അല്ലാത്തവരുടെ പേര് പരിഹരിക്കപ്പെട്ടതൊന്നും ഹറമാക്കി എന്ന ഇത് രണ്ടൊരു കൂട്ടരാനാക്കുകയും ബോധനം കൊണ്ടിരിക്കുകയും ചെയ്തു. അതുപോലെ കൊണ്ടിരിക്കുന്ന സാന്ദ്രം അബൂബക്കർ മുസ്ലിയാർ, ഇതേ അബൂബക്കർ മുസ്ലിയാർ സമസ്തന്റെ കെട്ടിയെന്ന മുസ്ലിമെ അറിയുന്നത് പൂച്ച മുസ്ലിയാർ പോലെയുള്ള ഇന്നുമുണ്ടോ 55 എന്നിട്ട് ഇന്നത്തെ മുശ്രിക്കൂ അങ്ങനെയുള്ള ഒറ്റക്കാർക്ക് വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കീൻ തന്നെയെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ആയത്തോട്ട് നോളാണ്. അതിന്റെ പണി മുജാന്റെ പണിപ്പോ അല്ലേ? അതിന്റെ പണി മുജാന്റെ പണി ഒക്കെ. അതേപോലെ ആയത്ത് ദുരുപയോഗം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞത് എന്തറിയോ? ചന്ദ്രൻ അതിനെപ്പറ്റൊരു സിനിമ പരസ്യം കൊടുത്തു. എന്ന് പറയുന്ന ഒരു സിനിമ ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പരസ്യമുണ്ട് ഖുർആനിൽ 54-ാം അധ്യായം 70-ാം അധ്യായം സൂറത്തുൽ വാഖിഅയെ 21-ാമത്തെ ആയത്ത് ഈ സിനിമക്ക് പരസ്യം കൊടുത്തു. ഈ ഉലത്തി കളിക്കുന്ന ഹീനത്തിൽ ചിന്തിക്കില്ലേ? ആയത്ത് കുറിച്ച് തീരുമാനമുള്ള പ്രോത്സാഹനം. ആ ചന്ദ്രപത്ത് കാസർഗോഡ് സുന്നി സമരത്തിൽ പൊട്ടിടിച്ചിട്ട് മഹാനായ പറഞ്ഞു ഇത് ഇസ്ലാമിക യുദ്ധമാണ്. വേദന അങ്ങനെയായിരുന്നു. ഇത് പറയാനൊരു പരിചയപ്പെടുന്നു, ഒരു പ്രധാനമേ ഉള്ളൂ. ഇത്രയത്ര സംഭവങ്ങൾ അനീക്ക പല്ലിപ്പുറം മഹാനായ മുസ്താദിൽ വന്ന ഒരു വിമോചന മാധ്യമ വിമർശനം എന്താ എഴുതിയതെന്നിരിക്കുക? 5 അമുഖി അത് കസ്യാവ ചന്ദ്രയിലേക്ക് നോക്കുമ്പോൾ ചവൾവട്ടയിലേക്ക് എന്തേറെ പറയണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഘട്ടത്തിലാണ് സിറാജിനെ പത്രം എന്ന് പറയുന്ന പത്രം. എന്റെ പത്തിലുള്ളവരോട് ഞാൻ പറയുന്നു, ഈ രാജ്യം ഇന്ത്യയിൽ പ്രചരിക്കുമ്പോ സത്യത്തിന്റെ പ്രകാശം അയാളെങ്കിൽ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ വീട്ടിൽ സിറാജ് എടുക്കണേ. ആ സിറാജ് മഹാനായ ഷരീഫുസ്താദിന്റെയും മഹാനായ ശംസുലുലമയുടെയും മഹാനായ ഉത്തമല ഉസ്താദിന്റെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ശംസുലുലമയും ആത്മീയ ഗുരുവും സുഖമായിക ആമാനുഭവന്റെ നാഥേയം അതാ സിറാജ് അയക്കാട്. അതല്ലാതെ നമ്മളിത് ഏതെങ്കിലും പ്രഭല്ല, നമ്മളിതില്ലേ നമ്മൾ മാന്മാക്കളുടെയും പുണ്യപത്രമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, ആ പദം തുടങ്ങാൻ കാരണം അന്നത്തും പറയാമെങ്കിൽ 5 കാന്തവസ്ഥാത് കട്ടു എന്നാണ്. സത്യത്തിൽ ആ ഈക്കാട് പള്ളിക്ക് സമർപ്പിത സഹായം നൽകിയ അബൂദാബിലെ വ്യവസായി അവസാനമായിട്ട് കത്തെഴുതി സമതയിലേക്ക് എത്തെഴുതി. മറ്റുറച്ച രാഷ്ട്രീയ പണ്ഡിതന്മാർ മഹാനായ ശംസുലുലമയോ പറഞ്ഞു, എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ അടിസ്ഥാനമുണ്ട്. ശംസുലുലമകും വേണ്ടിയില്ല, കാരണം ജനറൽ സെക്രട്ടറിയുടെ കയ്യിലേക്ക് എത്തിച്ചിരുന്നു. കൂടി എഴുതാനുള്ളത് മുഴുവൻ എല്ലാവരും പ്പെടുത്തി പറയുകയാണ്. ആ റദസ് ചെയ്തുകൊണ്ട് മഹാനായ ശംസുലുലമ കാത്തുകൂട്ടിച്ചെന്ന പ്രിയപ്പെട്ടവരെ ആ കത്തെടുത്തു. കത്തെടുത്ത് തത്വാസിലേക്ക് എഴുതിയ കത്തങ്ങ് വായിച്ചപ്പോ രാഷ്ട്രീയ മൂല്യന്മാരെ ലിസ്യന്മാരായി അന്ന് തുടങ്ങിയതാണ് പി സാഹിബേട്ടൻ. അന്ന് ഈ പി സാഹിബിന് പ്രശ്നമുണ്ടാക്കോ കൂടുതൽ മഹാനാണ് ശംസുലുലമ. നിങ്ങൾ അയച്ചു നോക്കണം. പിന്നീട് ഈ കാലത്തിയുടെ പ്രശ്നമോ
അരീക്കാടുകളുടെ പ്രശ്നം മുന്നിലർത്തല്ല. ഈ ഉസ്താദിനെ ആരോപണമില്ലാത്തപ്പോ കുറച്ചെട്ട കാലത്താണ് മറ്റെന്തെങ്കിലും ഉണ്ടായാലും എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കും കഴ കഴുകാൻ ഉസ്താദ് കഴ കഴുകാൻ പോയാൽ ഞാൻ വിചാരിച്ചു ഇതിലൊന്നും വേണ്ടാവൂല. കാരണം കഴവന്നെ കഴുകരുത്. ഞാൻ എക്കാരൊക്കെ പാടെ എക്കോട്ടി ഇരിക്കുന്നു മൊഴിയേരിന്റെ ഭാഗത്ത് മൊഴിയേരി പക്ഷെ അതൊരു ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾ ആലോചിക്കണം. ഞാൻ വിചാരിച്ചു ഒറിജിനൽ കഥല്ലാതെ വന്നുള്ളത് അതിനും പോകില്ല. കാരണം ആ മീഡിയകളെ പകർത്തുകയും ചെയ്തു. അപ്പോഴാണ് നമ്മളെ ലണ്ടനിൽ ഒരു മണ്ടൻ ചിലർക്ക് ലണ്ടനിൽ പോലെന്ന് പ്രവർത്തിക്കണം. ഈ മണ്ണാണ് അത് ഈ മണ്ടൻ വിളിക്കല് ഇന്ന് രണ്ട് വിളി ഒന്നും പേര് പറയുന്നത് അത് ഈ മണ്ണ് വിളിച്ചതാണ്. അങ്ങനെ ഈ മണ്ണിൽ ഒരു എന്താ പുറത്തിറങ്ങുന്ന അതിന്റെ 4 ദിക്കിലൊന്ന് നിർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ സൗദിതന ഉത്താനൊരു സ്ഥലം പൂട്ടിക്കാൻ കൊടുത്തു. സ്ഥലമാണ് പച്ചപ്പെടുത്ത പാരമ്പര്യം സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങൾക്കുണ്ട്. ആ സ്ഥലം ഈ സ്ഥലം വലിയ അന്തമുണ്ടെന്നും ഇവിടെ വിശദീകരിക്കാൻ പദമില്ല. സുഹൃത്തുക്കളെ അങ്ങനെല്ലാം കഴിഞ്ഞ് തിരിക്കുന്ന പോലും ഒരു ശബ്ദം വെള്ളം പറയുന്ന ഒരിക്കാരം പറഞ്ഞത് അത് ഉപയോഗിച്ച കുട്ടിയാണ്. ഉപയോഗിക്കാൻ കുട്ടി അപ്പത്തുണ്ടകത്തോട് പറഞ്ഞപ്പോ അവരെ തെറ്റ് മറ്റേ കുപ്പിയെടുത്തു. ഈ മകനെ കാണിച്ച് കാരണം പണ്ടൊന്നും കിട്ടിയില്ലല്ലോ. കാഴ്ച മാത്രമേ ഉള്ളൂ. ഈ രണ്ടനെ ജോലി ചെയ്യുന്ന ഒരു മണ്ഡലം കാണി ഒരു പോയ പ്രകാരം സോഷ്യൽ മീഡിയയിൽ എന്താണല്ലോ സന്തപുരം പോകുമ്പോൾ മുറിയാറ് അവരൊരു സാധ കട്ടുകൊണ്ടുപോകുമ്പോ സെക്യൂരിറ്റി കിട്ടുന്നത് കണ്ടു. നിങ്ങളൊക്കെ നന്നാവോ ചങ്ങായിമാർ ഒരു കാലത്തൊന്നാവോ. അതെന്താ നിങ്ങൾക്ക് മറുപടി പറയാത്തത്? അതുകൊണ്ടാ എസ് മറുപടി പറയാത്തത്. അതെന്താ മുടിഞ്ചമാണ് മറുപടി പറയാത്തത്? നിങ്ങൾ മറുപടി അറിയിക്കുന്നവരല്ല. ഞങ്ങൾ എങ്ങനെ മറുപടി ചെയ്യാം? ഇതിനൊക്കെ എങ്ങനെ മറുപടി ചെയ്യാം അല്ലേ? ഓരോങ്ങനെ സംശയിക്കുക എന്താ എന്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ പറഞ്ഞതിലാരോ മറ്റാത്തിന് ആരോപണം ഇനിയിപ്പോ എന്താ ഫലം ബാക്കി ഞാൻ ആദ്യം തുടങ്ങണ്ടേ ശരികൾ എണ്ണിപ്പിന്നെ ഇല്ല ഒന്നെ പറയും. അത് നിങ്ങളൊരു ഒരു കഴിക്കുന്നു നന്നായിട്ട് ഇപ്പൊ പറയുന്നതേ നിങ്ങൾ നിലനിൽക്കാൻ കാലത്തോളം കുറെ മാറ്റിയുണ്ട്. നിങ്ങൾ ചെയ്യും മലയാളത്തിൽ നാല് വല്ലൊരു വിഷയം ഇതൊക്കെ ഇപ്പൊ വളരെക്കുന്ന ജനം ഈ പ്രശ്നത്തിൽ ആളുകൾ ഒന്നുമില്ല. ഇതൊരു ജില്ലാ തലങ്ങളല്ല. ഒരു യൂത്തിൽ നടത്തി കുഗ്രാമത്തിൽ എത്രയും മനുഷ്യന്മാർ വന്നെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിന്റെ ജനപങ്കാളിന്ന് മനസ്സിലായി. ഇവരാരും ഉറപ്പി പഠിപ്പിച്ചു പോകുന്നില്ല. കാരണം അങ്ങനെയൊക്കെ വണ്ടി ഫ്രീ ആയിക്കോളി കോഴിക്കോട് കടന്നു നിങ്ങൾക്ക് അരി ഉറപ്പിയും പോയി വൈകുന്നേരം അൽഫാമും മന്തി പോകുമ്പോൾ നിങ്ങളെ കയ്യിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തീക്ക് കൊണ്ടൊന്നുമില്ല. ഇല്ല നമ്മളുടെ വിശ്വാസം. സുഹൃത്തുക്കളെ സഹോദരനെ നിങ്ങൾ ഈ ഇവ ദുഷിച്ച പ്രശ്നങ്ങൾ അപവാദ പ്രശ്നങ്ങളും മറ്റും എന്നേറെ പറയണം. ഇതൊക്കെ ഉസ്താദിൽ എന്ന് പറയുമ്പോ പുതിയ ആൾക്ക് ചെറുപ്പക്കാരുണ്ടാവും. ഈ പഴയ കണ്ണ് അറിയാത്ത ടെൻഷനൊന്നും പറ്റും. ഈ മലപ്പുറം ജില്ലയിൽ മാപ്പിളാട് എന്ന് പറയുന്ന നഗരമുണ്ട്. ഒരു ലീഗ് നേതാവാണ് പിന്നീട് അയാൾ ഒഹാബി ചിന്താക്കാരനാണ്. മുസ്ലിമേറ്റൊക്കെ മാപ്പാട് ഏരിയയുടെ കയ്യിലുണ്ട്. മാത്രമല്ല സംസ്കൃതയെ അന്ന് ലീഗറിയോ അതിനെ പുതിയ വിളിക്കുമ്പോൾ വിളിക്കാൻ വന്ന കേട്ട ഞങ്ങൾ ഗുണമില്ല. ഇത് മഹായ സംസ്കൃതം കേട്ടതാണ്. അണ്ടനും അടപോടെന്ന മാപ്പിളനാണ്. അതേപോലെ അന്ന് ചന്ദ്രികേടിയത് സൂര്യ പഞ്ചനന്മാരെ ഈ നിലക്ക് വ്യാഖ്യാനം. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ ഈ രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് നിലത്തികൾ ഇവ വളർന്നു. അതല്ലേ പട്ടാപ്പള്ളി നമുക്ക് നഷ്ടപ്പെട്ടത്, ഈ ദീപള്ളി നമുക്ക് നഷ്ടപ്പെട്ടത്. സ്ഥാപനം പിടിച്ചടക്കി. സ്ഥാപനങ്ങൾ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചടക്കി. നിങ്ങളാലോചിച്ച് ആ പിടിച്ചടക്കിന്റെ ശവന്റെ അതേതാണെന്നറിയോ? പാലപ്പറ്റ എടവ പഞ്ചായത്ത് പാലപ്പ എന്ന് പറയുന്നൊരു ഗ്രാമം. അരിയോടിരുന്ന് എവണ്ണയിലേക്ക് പോകുമ്പോഴാണ് പാലപ്പറ്റ എന്ന് പറയുന്ന ഗ്രാമം. അവിടെ 1972 ആ നാട്ടിൽ സുന്നികൾ പള്ളി ഉണ്ടാക്കി. 1975 അവിടെ ജുമഅ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളി തട്ടിയെടുക്കാൻ വേണ്ടി തട്ടുന്നത്. എങ്ങനെയാണ് ഇവര് സ്ഥാപനങ്ങളൊക്കെ തട്ടിയിടുന്നത്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആ പ്രകാരം ഉള്ള രജിസ്റ്റർ ചെയ്യും. അതേപോലെ വഖഫ് ബോർഡിലേക്കുള്ള രജിസ്റ്ററിയും അതേപോലെ സ്വയംഭരണ സ്ഥാപനങ്ങള് ഓഫീസിൽ കിടന്നു ഉടമസ്ഥാപനത്തിൽ ഞാൻ കാണുന്ന രേഖയുണ്ടാവും. ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞാല് പിന്നെ പണി പോയി കയറുണ്ടാക്കും, പണി പോയി കൂട്ടും. അങ്ങനെയാണ് 1986 ജൂൺ 13 വെള്ളിയാഴ്ച ആരിപ്പൊടികയൊന്നും ഒതായിയൊന്നും ധീരമാരായ സൗഹാർദ്ദീൻ പടയാളികൾ വന്നു. ഇതിഹാസങ്ങൾ അവിടെ അമ്മയെ അദ്ദേഹം തിരുനീകി എംഎൽഎയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് മുജാഹിദ് കിട്ടി. 1986 ജൂൺ 13 വെള്ളിയാഴ്ച ആ പാലപ്പറ്റ പള്ളിയിൽ ഒത്തുവ നിർവഹിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇവട്ടവരെ കല്ല് വന്നു. അങ്ങനെ കുതിരൊക്കെ കഴിഞ്ഞു. വീട്ടിലാണെങ്കിൽ പള്ളി പോലീസ് എത്തി.
ക്രിമിനൽ നടപടിക്രമം 140 വകുപ്പ് പ്രകാരമാണ് പാലപ്പറ്റ പള്ളി കൂട്ടിയത്. പോലീസ് പള്ളി കൂട്ടി. ശേഷം നമ്മൾ കാണുന്ന കഴിയുന്ന പിന്നെ ആ പള്ളിക്കകത്തുകൾ കൊണ്ട് ഷിറ്റ് കളിച്ച സാഹചര്യങ്ങളായി നാമാത്ര പാലപ്പറ്റുള്ളത്. ഭൂരിപക്ഷമുള്ള സുന്നികൾ അവർ 70 പള്ളിണ്ടാക്കി, 75 ജുമറങ്ങി, അവിടുത്തെ മദ്രസണ്ടായി. ഒതായ സുന്നിയാശയം പഠിപ്പിക്കാൻ സുന്നി പ്രവർത്തകർ മുന്നോട്ടിറങ്ങിയതിന് ദേഷ്യം തീർന്നത് പാലപ്പറ്റയിലെ സുന്നി പള്ളി തകരുക എന്ന കേസിലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിലെ കോടതിയാണ് അതിന്റെ കീഴ് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പള്ളി കൂട്ടുന്നതിലും തുറന്നതിലും പോലീസ് റിപ്പോർട്ട് നിർണായകമാണ്. ആ ഘട്ടത്താണ് മഹല്ല് ജനങ്ങൾ മുസ്ലിം ലീഗിനെ സമീപിക്കുന്നത്. അവർക്ക് അനുകൂലമായ നിലപാട് കഴിയില്ല എന്ന് മാത്രമല്ല, ആ മധ്യസ്ഥായിട്ടുള്ള വിധിഹാജിരാജിപെട്ട് ചേർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അങ്ങനെയാണ് നാട്ടിലെ നിങ്ങൾ സമീപിക്കുന്നത്. അഡ്വക്കേറ്റ് ഇസ്മായിൽ ഭായിയെ പോലുള്ള നേതാവ് മുന്നിട്ടിറങ്ങി അവരോട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉൾച്ചെടുക്കുകയാണെങ്കിൽ ആ പാലപ്പറ്റ പള്ളിയിലെ ഒരു വോട്ട് പോലും വകാഫിക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ അനുവദിച്ചില്ല എന്ന് നമ്മുടെ നേതൃത്വം ആ നാട്ടിലെ ജനങ്ങൾ വാക്കുകൊടുമായി തെരുവിടങ്ങി. അവസാനം സഹോദരങ്ങളെ ഭരണം വഴി LDF അധികാരത്തിൽ വന്നു. ആർജിയോടെ ഉത്തരവ് വന്നു. നിലവിലുള്ള അവതരിപ്പോയില്ല. 145 വകുപ്പ് പ്രകാരം കൂട്ടിയ പള്ളി അത് തുറക്കാൻ വിധിയായി. സുന്നികളിൽ നിന്നും കോടതി വിധിച്ചില്ല, അങ്ങനെ വിധിക്കൂല. പക്ഷേ വഴക്കന്മാരായ വഹാബിക്ക് തിരികെ ഒരു വില്ലേജ് കയ്യിൽ കിട്ടുന്നു വിചാരിച്ചാത്ത് ഞങ്ങളിൽ കാത്തുനിന്നാതെ ഞങ്ങളത് കയറി വിളിച്ച് ആ പള്ളി എന്ന് കുഞ്ഞികളറിയില്ല. ഇത് പറയാനല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഒരു വഹാബിക്ക് പിടിച്ചെടുക്കാൻ സാധിക്കാതിരുന്നത് ഈവറ്റവരെ നമ്മുടെ ഉണ്മയുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ നിങ്ങളുണ്ടോ സർക്കാരിൽ വഹാബിസം പഠിക്കുക? എവിടെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സത്യാണ് തവാട്ട് സ്വന്തം പരത്തിയുള്ളത്. ഇതാണ് അവിടെ 3 മാസമായി. നിങ്ങൾക്ക് 2004 SSF സമരം ചെയ്തുകൊണ്ട് ഈ സമരമുട്ടേക്ക് ഇറങ്ങി വരുന്നത് ഒരു ചരിത്രരാജ്യമായിരിക്കാം. അദ്ദേഹം SSFിന്റെ പരംസഭ്യോ ആവശ്യം അംഗീകരിച്ചു. ആ ക്ഷുദ്രകൃതി അങ്ങനെ പാർശ്വതമായി പഠിപ്പിക്കേതില്ലെന്ന് തീരുമാനിച്ചത് വിഭജനം ചെയ്തുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ പഠിക്കുന്നത് ഐക്യദാസമാണ്. അക്ബറകളിൽ നേർച്ചനെയുന്നവൻ മുഷിക്കാണെന്ന് ആവശ്യിക്കുന്നത്. മഹാമുകളിലെ പോകുന്ന വ്യക്തിയാണ് ആ പഠിപ്പിക്കുന്നത്. IS ആദ്യം സർക്കാർ ചെലവിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വീണ്ടും പാഠപുരം കടവുന്നു. അബ്ദുൽ മറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് SSFന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ നോക്കുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയക്കാരന്റെ ഓഫീസിൽ ചെറിയിട്ട് സമ്മതം കാണിക്കേണ്ട യഥേടുള്ള അതുകൊണ്ട് തന്നെ SSFന്റെ പ്രസ്ഥാനം പറ്റി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെമ്പറിലും മാർച്ചിന് പ്രഖ്യാപിച്ചു. മാർച്ച് എണ്ണപ്പെടുകയും സ്ഥാപനം കഴിഞ്ഞപ്പോഴും ബഷീർ പുസ്തകം പിൻവലിച്ചു. പക്ഷിന്റെ പിന്നിന്റെ നാടകം ചിലര് നടത്തി. പുസ്തകം എന്നാൽ എത്തിക്കാര് പിൻവലിക്കുന്നത് ഉറപ്പാണ്. അപ്പൊ അടിച്ചുകൊടുത്തിട്ടുണ്ടാണെങ്കിൽ ചിലർക്ക് വന്നിട്ട് പോലെ വീട്ടിൽ പോയിട്ട് ആർക്ക് പിരിഞ്ഞാൽ ഓട്ടസഭത്തിൽ വരും. നിങ്ങൾക്കായിട്ടും ക്രെഡിറ്റ്, ഞങ്ങൾ ക്രെഡിറ്റ് വേണ്ടിയല്ല മരം ചെയ്ത് നിങ്ങളെ വീട്ടിലേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ സമരം നമ്മൾ പിൻവലിച്ചില്ല, മാസം നമ്മൾ പിൻവലിച്ചില്ല. കാരണം ഓരോ പിരിവിടണമെന്ന് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ UDFന്റെ ഈ ഭരണകാലത്ത് ധനമാനവകാമികളും തിരികെത്തി മാമാത്രത്തിലെ കുഞ്ഞികളെ കെട്ടിക്കൂട്ടിട്ട് ഇങ്ങനെ സഹിയാദ്യം പഠിക്കാൻ ഉതകുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പിരിവിടുന്നവരെ ഇല്ല ഞങ്ങൾ സമരമായിട്ട് തന്നായിരിക്കും എന്ന് പ്രഖ്യാപിച്ചതായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, ഇങ്ങനെയാണ് ക്ഷുദ്രകൃതി വീണ്ടും പാർശ്വതമായി രംഗത്ത് വരുന്നത്. എന്തിനാ ഇത്തരം കുറിപ്പിക്കുന്നത്? അറബാഷ പഠിക്കാനല്ലേ? അറബാഷ പഠിക്കാൻ എന്തിനാ ചെങ്ങൈമാർ ബൗദ്ധി പറയുന്നത്? എന്തിനാ എടുത്തു പറഞ്ഞത്? അത് പഠിക്കാൻ അറബ് സാഹിത്യവും ആശ്രയിക്കില്ലാതെ കുട്ടി ബാക്കിയെ പോലുള്ള കോറന്മാര് ഏതെങ്കിലും വിവരമുള്ളവര് ആരെങ്കിലും ആശയം പറഞ്ഞ് ഈ കേരളത്തിൽ സമാധാനപൂർവ്വമായി ജീവിക്കുന്ന കേരളത്തിൽ സർക്കാർ ജനക്ക് സത്യവും അവരുടെ അനുമതിയില്ല. ഈ സുന്നി പ്രശ്നം അനുവദിക്കില്ല. അതിന് സംശയം വേണ്ട. പ്രിയപ്പെട്ട ഋതുക്കളെ, സഹോദരങ്ങളെ, ഇതല്ലേ കാന്തപുര തലവേദന? ഇത് തലയുള്ള കാലത്തോളം തലവേദന മാറില്ലതേ. നിങ്ങളുടെ തലവേദന മാറില്ല. നിങ്ങൾ മരുന്നുകൊണ്ട് മാറ്റാവുകയല്ലേ. കാന്തപുരെ പ്രിയപ്പെട്ട മുസ്ലിയായ ആദർശമായി മുന്നോട്ട് പോകുന്നത് ചെയ്യും. ഞാൻ എന്റെ സഹോദരങ്ങളോട് വിളിക്കട്ടെ, അങ്ങനെ 2019 MCF യൂണിറ്റിന് അൽഹംദുലില്ലാഹ് ആ പുള്ളി തുറന്നു കിട്ടുക ചെയ്തു.
ഈ എന്നൊക്കെ നിങ്ങൾ അറിയിക്കണം. ഇവിടെ രാഷ്ട്രീയത്തോടുപിച്ചുകൊണ്ട് അകത്തുകൊള്ളുന്ന സാഹചര്യമുണ്ട്. ഇതാണ് സത്യത്തിൽ നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടികളുമായി ചോദിക്കാറ്. നിങ്ങൾക്ക് സലിതം വളരാൻ അനുവദിക്കുക, അത് വളർത്താൻ അനുവദിക്കുക. രാഷ്ട്രീയന്റെ മറുപടിക്ക് ഇപ്പോൾ നിങ്ങൾ ഞാനിവിടെ കൂടി വിശ്വാസത്തോട് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പള്ളി എന്ന് പറഞ്ഞാൽ സമസ്തുണ്ടാക്കിയ പള്ളികളൊന്നുമില്ല. ഈ നാട്ടെ പാപപൂർണ്ണമായ ആഭരണ മൂലി നൽകി കൈകാലികളിൽ സ്വർണ്ണം നൽകി ആ പഴയകാല അമ്മമാരൊപ്പമാര് അയിനപ്പാനം ഉണ്ടാക്കിയ പള്ളികൾ സത്തയുടെ പൊളൊട്ടിക്കൊണ്ട് അവരെ ഞങ്ങൾക്കയമേ പറയാവോ ഒരടുക്കില്ല എന്ന നിങ്ങളുടെ തീവ്രവാദമായ ആശയങ്ങളും ഈ കേരളത്തിൽ നടക്കാവുന്ന കാര്യങ്ങളല്ല. അങ്ങനെ നിങ്ങൾ അനാവശ്യമായി വാദിക്കപ്പെട്ട് പള്ളിയിൽ ചുമത്തപ്പെട്ടു പോയത്, കോവിഡിൽ ചുമത്തപ്പെട്ടു പോയത് ആരാണ്? നിങ്ങൾ ആലോചിക്കോ, ആരൊക്കെയാണ് ഈ മുസ്ലിംകൾ ഉണ്ടാകുന്നത്? സംഘടനകളോ മാറ്റാൻ വന്നതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിനെതിരെ ഒരു നിലനിൽക്കുന്നുണ്ടോ? ഡിവൈഎഫ്ഐയുടെ നേതാവിനെതിരെ ഒരു ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമുദായത്തെ സംരക്ഷിക്കേണ്ട ആളുകൾ സംരക്ഷണം കൊടുക്കേണ്ട കൈകൾ ലാഭത്തിന് അക്കം കൂട്ടുന്നത് അപകടമായ കാര്യമാണ്. വേദനയോ ചോദിച്ചാൽ മാറിയിരിക്കാൻ സമയമായില്ലേ? ഇനിയും ഒരു ഭാഗത്തുള്ളിൽ ചെയ്യപ്പെട്ട അവസരങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ അനാവശ്യമായ സ്ഥിതിവാക്യങ്ങൾ ഒഴിവാക്കണം. അനാവശ്യമായ സ്ഥിതിവാക്യം ഒഴിവാക്കണം. ഇന്നലെ ആ മായന്റെ നിൽക്കുകയാണെങ്കിൽ ആ പണ്ടത്തെ മൂല്യം ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ മൂല്യം കഴിയാൻ പറ്റും. ഇത്രയും നിയമം ഇസ്ലാമിക നിയമമില്ല. ഈ രാജ്യത്ത് അതുണ്ടാക്കിയ നിയമമാണ്. എന്താ ഉണ്ടാക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ സന്മാനത്തിന് ഇക്കലിന് കൊണ്ടിട്ട് ആ നിസ്സോ സൗദമായ അവസ്ഥ മഴക്കാണോ അത് വരുത്താൻ നമുക്ക് ആ ഫലപ്പെട്ടുള്ളത്. അപ്പൊ ഇവരില്ല ഈ പരിപാടി നമ്മളെ മണ്ണ് വേണ്ടാത്ത അങ്ങനെ കാപ്പങ്കലം മാലി വിജയുണ്ടായോ കോടതി കോടതി ഇഷ്ടമുള്ളവരെ നിൽക്കായി അങ്ങനെ ഒരു വിധിയൊന്നുമില്ല. അത് ഉണ്ടാക്കുന്നതാ. ഞാൻ കേട്ടെ ഇപ്പൊ ഞാൻ ജോലി ചെയ്ത് പണി ഞാൻ മഴ എന്റെ ചെറുപ്പക്കാരൻ പറയുന്നു പാണക്കെന്നതാണ് പറഞ്ഞുകൊണ്ടോ ഇന്നോടെ പറഞ്ഞിട്ട് പാണക്കാട് കന്മാരിൽപ്പെട്ടി നിൽക്കാൻ തങ്ങളൊട്ടിക്കാഹിന് വരുന്നതാണ് എന്റെ താല്പര്യം. തങ്ങൾ വെറുപ്പിണ്ടല്ലേ എന്റെ ആഗ്രഹമാണ്. ഞാൻ ഒരു യൂസിലിരിക്കുന്ന പ്രവർത്തകനാണ് സാർ. അപ്പൊ എനിക്ക് താല്പര്യം എന്നാൽ അനുമതിക്കണമെങ്കിൽ മഹന്റെ പ്രശ്നമില്ലെങ്കിൽ എനിക്ക് തിരിക്കാനാണ്. ഞാൻ പറഞ്ഞ ഈ ചെയ്തോ ഞാനുണ്ടാവുക അതേ പറ്റത്തിൽ ഓന്റെ കല്യാണം എന്റെ അറിയാമല്ലോ. ഓരോ സമയപ്രകാരം നടക്കുന്നത് അങ്ങനെ ഉത്സാഹം തന്നെ നടന്നു. ഞാൻ തങ്ങളെ കണ്ടുപിടിക്കുക അതിലേക്ക് എന്താ അതേപോലെ വേറെ തീരുമാനങ്ങൾ പരിപാടി ഇവിടെ അവർ ആരും നോക്കാൻ പാടില്ല. കമ്മറ്റിന് പോയി എന്നിട്ട് ചിലവർക്കെന്തെങ്കിലും മോദിയെ പോണ സമയത്ത് ഒരേമാര് വിട്ടാവില്ല. യാത്രക്കാരായിട്ടുള്ള അരപതിന്റെ ഒപ്പത്തിലും നോക്കും കാരൊക്കെ തുണിയാണെങ്കിൽ ഇക്കാരാണ് അങ്ങനെ മനസ്സിലാക്കുക. അതേ വീട്ടിൽ കാറ്റുള്ള തുണിയാണെങ്കിൽ അത് ഇഷ്ടക്കാർ അങ്ങനെ നാട്ടിൽ വരാൻ പറക്കുക. ശരിക്കും പറയാമെങ്കിൽ ഞാൻ പള്ളിയിലത്തെ കഴിച്ചില്ല വലിയ വലിയ ഉത്തമമാണ്. ആരാമൊന്നും ചെയ്തിട്ട് നല്ല അപ്പം ചെയ്യുന്നത് അറിയിച്ചിട്ട് യാത്രക്കാർ ഒരു യാത്രക്കാരൻ പോകുമ്പോൾ എവിടെയാണ് പിന്നറിഞ്ഞത് ഒരു മൈലിന്റെ മിസാരിന് വേണ്ടി പള്ളിയിൽ. അപ്പൊ അവിടെ മൊബൈൽ ഷോപ്പിൽ ശ്രമിച്ചാൽ ഒരു മദ്രസ പഠിപ്പിക്കുന്നത് ഒരു കാര്യം കൊണ്ട് ഈ ഉസ്താദുമാരൊന്നും വേണ്ടിയായി ഞാൻ ഈ ദ്വാരക്കുണ്ടോ ദ്വാരക്കുന്നതിക്ക് വേണ്ടി മഴ ജമ്മു കഴിയില്ല. ഓരോ പരാതിയില്ല ഓരോ പഠിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും പഠിച്ചു ഉച്ചരിക്കുന്ന മഞ്ഞത്ത് എടുക്കുന്ന നേരം ദ്വാരക്കായിട്ട് അവിടെ വിളിച്ചിട്ടുണ്ട്. ഇവർക്ക് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ത് ഒരു മധു തോന്നുകയാണ്. അപ്പൊ പിന്നെ മറ്റേ പണ്ട് ഞാൻ ഒരു കത്ത് കൊടുക്കും അർജന്റീന മറ്റൊരു കത്ത് കൊടുക്കുന്ന മാതിരി അപ്പൊ എത്തിക്കാൻ ഒരു പണാപ്പുറത്തിന് എന്താ ആ ദ്വയ അറിയുന്നത് അതൊന്നും പറ്റുന്ന ദ്വയ അയ്യപ്പെടുക്കും സമാസതയല്ല. ഇത് പഠിച്ചില്ല. ഇതൊന്നും അങ്ങനെ കിട്ടില്ല. നമ്മൾ വായിക്കുക ആ മയ്യത്തിനോട് കിട്ടുന്നത് എത്ര സ്ഥലത്താണ് ഇന്നൊരു കാലത്ത് ഉമ്മാക്ക് അന്നേരത്തെ വയ കിട്ടിയിരിക്കുന്നത് ഭയങ്കരമാണ്. ഇതിന് എത്തിക്കാരായിട്ട് മൂല്യം അന്വേഷിച്ചു കൊണ്ട് വർദ്ധിക്കും. ഞാൻ സമസ്ത പറയും ഇതൊക്കെ വളരെയത്തിന് വേണ്ട കാര്യം. ഇനി മുതൽ അതേപോലെ സമസ്തുണ്ടാക്കിയത് ചാരിക്ക് അവസം പറഞ്ഞു വരുന്നുണ്ടോ? സമത പഴയ ഉണ്ടാക്കിയ സമത്തോ ഏഴായിരം സ്വത്തന്റെ ആദ്യത്തിൽ പണി വെച്ചിട്ട് പള്ളിയാണെങ്കിൽ ഈ പ്രശ്നം പണ്ട വിഷയത്തിലാക്കിയ പ്രദേശം അതൊരു പറയും. അതല്ലെങ്കിൽ അനാവശ്യം സത്യം എന്താ ഏറ്റിയാതെ പ്രശ്നം ചോദിക്കട്ടെ. ഇതിനെ അർത്ഥം ഇതിൽ മാത്രം വരുമോ? ഈ പ്രശ്നം ഒരു നിങ്ങളിങ്ങനെ കൊലമരങ്ങളിൽ പോട്ടെ ആ ലക്ഷങ്ങൾ സഹിക്കാം. കാരണം ഞങ്ങൾ വിചാരിക്കുന്നറിയോ ഇയാവിൽ അധികാരം ജീവിക്കില്ല. ഓരോരുത്തർക്ക് അവകാശാക്കിയ പങ്കും എല്ലാവരും അതൊക്കെ വ്യക്തത ഈ പ്രവർത്തന തലത്തിൽ പ്രവർത്തന ബോധയിൽ അവരാ ലക്ഷക്കണക്കിനുള്ള പ്രവർത്തകർ ഞങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾ ആക്കുന്ന ഏറ്റവും വലിയ ഘടകമാണെങ്കിൽ ഞാൻ എനിക്ക് പറയുന്നത് ഓണപ്പറമ്പിലാണ്. ഓണപ്പറമ്പ് AP കാർഡ് ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു പള്ളിയും മാത്രം. ആ പള്ളിയും പുറത്തെയും ബഹുക്കളെ നിങ്ങളായി ആരാധിച്ചത് RSS നമ്മൾ ഇങ്ങനെ തന്നെ പരിപാടിയൊക്കെ പറയാം.
92 ഡിസംബർ അവന് അയോധ്യയിലെ ബാബരി പടർത്തു. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും അതിനെതിർത്തു, എല്ലാം എതിർത്തു. ഈ ഹിന്ദുക്കൾ അതിനെ അംഗീകരിക്കുന്നു, ഇവിടുത്തെ കമ്മിറ്റുകാരെതിർത്തു. സുലൈമാൻ സാഹിബ് പറഞ്ഞു ഇനി അധികാരത്തിലേക്കാണ്. അപ്പൊ ചിലർ പറഞ്ഞു പള്ളി പോയി അധികാരം അറിയാൻ ഞങ്ങളില്ല അല്ലെ, പള്ളി പോയി അധികാരം അറിയാൻ ഞങ്ങളില്ല. വ്യക്തമായ തീരുമാനം അതിന് തിരിയും മാറ്റം ഞങ്ങളില്ല. അപ്പൊ അത് ഞങ്ങൾക്ക് ശരിയാവട്ടെ. ആ നിലക്ക് സഹപരിവാർത്തികൾ എന്നിട്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നിലയിട്ട് ഇപ്പം പൈസബാബുലാണ് APമാരിനെ കാന്തഭക്തം വയ്ക്കാൻ. എന്റെ മനസ്സിലായി ഞങ്ങളുടെ ഉദാഹരണത്തിന് വരുന്ന ആക്ഷേപങ്ങൾക്ക് പൊതുസമൂഹത്തിൽ മാന്യം വിശദീകരിക്കാൻ ആയിരക്കണക്കിന് വെക്കുന്ന പ്രവർത്തകരെ ഒപ്പം പ്രസ്ഥാനം. പക്ഷേ ഞങ്ങളെ കയ്യിൽ എത്തിക്കാത്തത് ഞങ്ങൾക്ക് ലക്ഷ്യം, ഞങ്ങളാ ലക്ഷ്യത്തിലൂടെയാക്കും. അതല്ലാതെ ഈ പ്രസ്ഥാനത്തിന് മുമ്പിൽ അങ്ങനെയുള്ള ഒരു പൈസൊന്നും ഞങ്ങൾക്ക് വിഷയമാണ്, ഒരു വിഷയമാണ്. ആരെങ്കിലും എന്തിനൊക്കെ ഒരു കോവിഡിച്ചാൽ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനം മനസ്സിലായി. അതാണ് മണർക്കാട് PKC സ്വർണ്ണ MLA പറഞ്ഞു. അയാൾ ഒരു വാക്കാണ് അയാൾ പറഞ്ഞത്. APക്കാര് കൂടി അയാൾ പറഞ്ഞ ഇത് ഹിമാലയ പർവ്വതമാണ്, എത്ര എതിരാളി എളിമരെ കൈ ഒതുമല്ലാതെ ഇയാളൊന്നും പറ്റൂല. അത് അയാളെ തിന്നു. ആരാ എപ്പോൾ എതിർപ്പ് വന്നു അത് മണ്ണാകെ വന്നപ്പോൾ അതിനൊന്നും കിട്ടിയെല്ലാം ആ ഒരു കേൾക്കാൻ ഒരു കൊല്ലത്ത്. അപ്പൊ സഹോദരനെ വെറുപ്പിടം വരെ നോക്കി നിങ്ങൾ പള്ളി മറത്ത അതിന് കൂട്ടി. ഏത് പള്ളി ശബ്ദം തരുന്ന ഉമ്മാര് മനസ്സിലാക്ക്. എന്റെ ഉമ്മാരെ ഈ നിലക്കായി നിന്റെ മക്കളും അറിയാൽ അവാന്റെ തൊഴിൽ ഉമ്മാങ്ങൾ ഉത്തരവാദികളാവൂലേ. രക്തസഹാരം പള്ളിക്കാൻ പോയിട്ടുണ്ടോ? ഒരേസകരം പള്ളി പോകാൻ പോയിട്ടുണ്ടോ? ഞങ്ങൾ അനവധി സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായി തിരിച്ചറിയപ്പെടും. ഞങ്ങൾ പുറപ്പുറത്ത് പള്ളിയോ മതസോമായി ഉണ്ടെന്നതല്ലാതെ ഞങ്ങൾ ആ പള്ളിയുടെ തല്ലി തീർക്കാൻ പോയിട്ടില്ല. അങ്ങനെ പള്ളി ഈ തകർത്ത സ്വഭാവ ശില്പരുണ്ടായി. ഇവരാണല്ല നോളേജ് ഒക്കെ കുറയും. അങ്ങനെ ഇവരെന്ത് ചെയ്തു? മൊത്തത്തിൽ അറിവല്ലേ അതിന് നമുക്ക് കേൾക്കാൻ എന്താ പണി? നമ്മൾ അതൊക്കെ കേൾ കൊടുക്കാറില്ലേ? ആ കൊടുക്കണം, ഞമ്മക്ക് തീ കൊടുക്കും. എന്നിട്ടോ കാത്തുപ്പം നമ്മൾ പേരെ വെച്ചു. എന്നിട്ടോ ഏഷ്യക്കാരെ വിഷയം ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ പഴക്കമുള്ളൊരു മദ്രസ, കേളാരിപ്പത്തിന്റെ മദ്രസ, ഈ ഓണപ്പള്ളിയിലുള്ള മദ്രസ, അങ്ങനെ പല തകർച്ചപ്പരായി. അപ്പൊ ആ മദ്രസ കഴിക്കാൻ പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അതെന്റെ കത്തുന്നു. കത്തിയപ്പോ അതിൽ തന്നെ മൂല വിളിച്ചു വന്നു. മഴയോ നാട്ടുകാർ കൂടി നോക്കുമ്പോ കത്ത് ഇങ്ങനെ പല ആളുകൾക്കാരും കുറെ അടിയന്മാരൊക്കെ കത്തിക്കാൻ പുതുവാൻ പാർട്ടികൾ വെച്ചുകൂടിയില്ല. ഇതെന്ന് നോക്കി പുറക്കാർക്കൊക്കെ പട്ടാക്കി കൊടുത്തു. കാരണം ഇതൊക്കെ ഒരു കരിയാണ്. ഇരിക്കട്ടെ ഏതായാലും. എന്നിട്ട് പരാതിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? പിറ്റേന്ന പാർട്ടിയിൽ സന്ധിയിലൊരു വാർത്ത 2013 ഒക്ടോബർ 19 ചന്ദ്രിക വാർത്തകളിൽ ഓണപ്പുറമിൽ അണിക്കരയാൽപ്പെട്ട മദ്രസയിലെ ബെഞ്ചു മലമാറൽ കത്തിക്കിടക്കുന്ന മദ്രസയുടെ ഒരു ചിത്രം കാണിച്ചിട്ടാണ്. ഇതിൽ വാർത്ത കേട്ടോ. തളിപ്പുറന്റെ സമീപം ഓണപ്പുറം മദ്രസ കെട്ടിടം ഇന്നലെ പുലർച്ചെ തീ വെച്ച് നശിപ്പിച്ചു. സമസ്ത കീഴിൽ പ്രവർത്തിക്കുന്ന 100ഓളം വർഷം പഴക്കമുള്ള 100 ഇസ്ലാം മദ്രസയാണ് ഇന്നലെ പുലർച്ചെ 4 മണിയോടെ പ്രധാന വാതിൽ കത്ത് അകത്ത് കിടന്ന് അറമികൾ തിരിച്ചത്. ഈ നാട്ടിൽ നിൽക്കുന്ന ചെറുപ്പക്കാരികൾ യൂത്ത് ലീഗ് കുട്ടികളെ സംസാരങ്ങളുണ്ടാവും. നാട്ടിലെ ലീഗ് ഒരു വെറുതെയാണ്. ചിന്തിക്കും പൊന്നുമകളെ പണി ചെയ്തത് നമ്മുടെ സമുദായത്തിന് നിർമ്മായ അവർക്ക് പുറത്തു കൊടുക്കാൻ എന്നുള്ളത്. ഇത് നോക്കി തീർന്നില്ല. സംഭവത്തിൽ കാർബൺ വിഭാഗ കുഞ്ഞുങ്ങളാണ് മദ്രസാ പ്രവാസികൾ. ഇവരെ മദ്രസ കത്തിച്ചത് നമ്മളാണെന്ന് പറഞ്ഞു. പുലർച്ചെ പള്ളിയിലേക്ക് പോവുകയായ മദ്രസാ അധ്യാപകനാണ് കെട്ടിടം കടന്നത് ആദ്യം കണ്ടത്. ഇദ്ദേഹം വിവരം നൽകിയതോടെ എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പിന്നാലെത്തിയ അഗ്നിമനസേന 1.5 മണിക്കൂർ അകത്തപ്പെട്ട തീർന്നത്. അപ്പോഴേക്കും ഓഫീസ് നിർത്തഹാള് പ്രധാന ഭാഗം കത്തി നശിക്കുന്നു. മദ്രസ ക്രിസ്തവച്ച് 1946 മുതലുള്ള രേഖകളും ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളും ഷെൽഫുകളും കത്തുകയിൽപ്പെടും. ഇതൊക്കെ കത്തിപ്പോയി. ശരി, നമ്മുടെ പ്രവർത്തകര് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. ആ കുട്ടികളോട് പോലീസിൽ പറഞ്ഞാണ് ഞങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇത്ര 3 കണ്ട മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിന്റെ കുട്ടി വല്ല പല ഉണ്ടാവും. ഇവരും വെള്ളം തിരിച്ചിരിക്കും. എന്നിട്ട് നിന്ന് വന്നത്. അപ്പൊ ഈ അധ്യാപകനുള്ള കത്ത് ആകുന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെ ഒന്നും മറച്ചിങ്ങനെ നിൽക്കുന്നു. അത് മാത്രം അവിടെ ജാമ്യം ഇറങ്ങിയില്ല. അവന്റെ മേലോട്ട് നിൽക്കണമെന്ന് മൊയ്യേരൊക്കെ ചുരുക്കി പറയാണെങ്കിൽ പോലീസുകാർ ഇങ്ങനെ അറിഞ്ഞത് മൊയ്യേരൊക്കെ നടക്കുന്ന. അപ്പൊ അയാൾക്ക് ഓലം കേൾക്കത്രയല്ല ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അയാൾക്ക് ഞാൻ അറിഞ്ഞു വന്നത് ഇനിയ പടത്തിൽ വിദ്യയാണത്. അയാൾ മയ്യത്തിന്റെ അടിയിൽ സേമമാതിരി അതങ്ങനെ പോയി പോകാൻ കാരണത്തിന് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പോലീസുകാരെ താത്ത ഒപ്പിച്ച് ഇയാളാണ് എന്ന് തോന്നുന്ന പോലെ ഓരോന്ന് പലത പറയുന്ന രീതിയിലൊക്കെ പോയിപ്പോ ആരോട് ഭയങ്കര അബദ്ധം ചെയ്താണ്. അങ്ങനെ സുഹൃത്തുക്കളെ നിങ്ങളെ പിടിച്ചു. ഞാൻ ഇവിടെയുള്ളവരെ പറയുന്നത് ഉറച്ചെത്തിക്കാനും ആ മതസംഘത്തിന്റെ പ്രതികൾ ആരാപ്പതി മാധ്യമം വരില്ല. ഏറ്റവും വേണ്ടത്തിൽ പോലാലോ
മാധ്യമം 2003 ഒക്ടോബർ 29 മാധ്യമത്തിലാ വാർത്തുന്നു. മാധ്യമത്തിൽ എല്ലാവർക്കും ഇരുന്നു. ഒരാളത്തിൽ അറസ്റ്റായത് ഈ പ്രവർത്തകൻ. മദ്രസായ കത്തിയത് കത്തിച്ച് പിടിച്ചതുമായ ഇതെങ്ങനെ രണ്ടുപേരാണ്? ഇതെങ്ങനെ നിങ്ങൾ കുഞ്ഞതറിയോ? മഹാരാജ ഒപ്പിക്കുന്ന പണിയിലെ ഇന്ന് നാട്ടിലെല്ലാ അരികൾ ഓരോ സ്വത്തുക്കളെ എത്ര വേദനാജനമായ കാര്യമാണ്. ഈ സദസ്സിലുള്ള യുവക്കളോട് വിളിച്ചത് അവരെ നൂറ്റാണ്ടിലേറെക്കാലം ജഗന്നുണ്ടാവാ സർവേശ്വരായ ചില സഹോദരങ്ങളിൽ കടന്ന് പ്രാപിച്ചത് ആ ബാബി മസ്ജിദിൽ താഴിക ഇതിന് നമ്മളെന്താ പറയുക? എന്റെ പേരാണെന്നറിമം അവരുടെ വീടാണ് നശിക്കുന്നത്. അള്ളാന്റെ പരിശുദ്ധമായ സംഘടനാ വിരോധത്തിന്റെയും കളഞ്ഞ ഭാഗം എങ്ങനെ ഇത്രയും മതമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. തലേ ദിവസം മദ്രസ മൊഴിയേത് കുട്ടികളോട് വീട്ടിലുള്ള പഴയപറ്റം നിങ്ങൾ വരാം. പാവപ്പെട്ട ഉമ്മായ കുട്ടികളെ കൈവശം പഴയ എന്തിനാണോ ചോദിച്ചതെന്ന് കരുതി അവരൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊക്കെ കാണുന്നവരല്ലോ. ഈ ഗ്രാമത്തിന്റെ കടം കേൾക്കുന്ന ചേവരി സമിതിയുടെ സഹോദരിമാരോട് ഉസ്താദിന്റെ പ്രാരബ്ധ മക്കളെ ഉമ്മ കഴിച്ചതോ പള്ളി പൊളിച്ചതോ കത്തിയതോ എല്ലാം മുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന്മാര് ഏത് പ്രവർത്തന്മാർ ഇഷ്ടം കൊന്നപ്പോ അവസാനമായി ദാഹിച്ചു വരയുന്ന സമയം മരിക്കാറായിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു തുള്ളെണ്ണം തൂക്കുമ്പോൾ പോലും മക്കളുപ്പാന്റെ ചരിത്രത്തിന് പോലും ഞങ്ങളിത്ര കൂടകാലിച്ച് കണ്ടില്ല. ഈ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നതിന് എങ്ങനെയാണ് ഉമ്മ മോക്ഷ കൊടുക്കാൻ കഴിയുന്നത്? അവരുടെ ഇമാന്റെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ അത്യന്ത മൗലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആഗ്രഹത്തിന് വരുമോ കൈകാരികൾ സഹായിക്കല അമ്മാവിന്റെ പാരമ്പീകരോട്ട് വിശ്വസിക്കുന്നവരല്ലോ നിങ്ങള് വിചാരങ്ങൾക്ക് തെളിയിക്കാം, പിൻവലിക്കാം, ഫോനുണ്ടാക്കാം, പ്രയോജനമായ രീതിയിൽ നിങ്ങൾക്ക് മയക്കു നിസ്സാരങ്ങൾ നടത്താം. അതേ സമയത്ത് അള്ളാഹ് വരുമോ എന്റെ ഉറപ്പക്കര ഈ ഒരു ശക്തിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങളെ ഒത്തുതിരിവ് പറയല. ഒരു സാധാരണ ചെറുതയല്ല അള്ളാഹുടെ കോടതിയാണ് പേടിക്കുന്നത്. ജീവിക്കാനാണ് പ്രഭാഷ നിങ്ങൾ പൊക്കറ്റുമരായിട്ട് 2000 കൊടുക്കുന്ന പോകുന്നു ഇരിക്കുകയാണ്. ഇതും പ്രവർത്തനോട് പറയാന് ജീവിക്കാതെ മകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞത് മുസ്ലിയാക്ക് ജീവിക്കാനാണെന്ന് ഈ നാട്ടിലെ മക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള നിങ്ങൾ വീട് സെന്ററിൽ കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എത്തുന്ന ജീവാരിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ അംഗീകരിക്കുമ്പോ അവിടെ പ്രായോഗിക്കുന്നുണ്ടല്ലോ അവിടെ എങ്കിലും ഒരു നേട്ടം മരുന്നിന്റെ കാലെങ്കിലും ഈ തോമാസം പറഞ്ഞ മുസ്ലിംമാർക്ക് തെറ്റുമരായി കൊടുക്കുന്നതിന് വിചാരിച്ച് ജീവകാല പ്രവർത്തനത്തിന് സമയം ചെലവഴിക്കോ ആ വഴിക്ക് നിങ്ങൾ നീങ്ങോ. ഇത് ഞങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തണോ? ഞാൻ ചോദിച്ചേ ഇവിടെ വികാരം കുറ്റപ്പെടുത്തില്ല. അവർ സത്യം ഇവിടെ നിരരാധികളാണെന്നാണ് എന്റെ അറിവ്. ഇവന്മാർ ഒപ്പിപ്പണിയാണ് എന്നങ്ങളെ നോക്കി ഈ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിലെ ലെക്ചറുകളിൽ നിന്ന് വിശ്വസ് പോയി കത്ത് മണാർക്കാട് എന്തെങ്കിലും ദ്വാരത്തിലെ ആ ദ്വാരങ്ങളൊക്കെ ഉമറിന്റെ പണ്ട് വേണം ആര് എന്നിട്ട് കറാമപ്പോയി വാവ് എത്ര വികാരവശിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഈ കത്തിന് ദ്വാരത കാര്യം ഈ കത്ത് 2491 കത്താണ്. ബഹുമക്ക അനുസരിക്കേണ്ട മറുത്തു കറുപ്പിക്കുള്ള ഇസ്ലാമിയ അക്കാദി പ്രവർത്ത സുഹൃത്തുക്കൾക്ക് ക്ഷമമെന്ന് നമ്മൾ യഥാർത്ഥ ആവശ്യപ്രകാരമാണ് ഈ കത്തിടുന്നത്. ഏറ്റവും സാധിവ് ഒരു സ്വകാര്യ സന്ദർശനത്തിൽ വരുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നം പിടിപ്പിക്കണം. നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കണ്ണീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അസംബ്ലി തിരിച്ചുവിട്ടാൽ കാരനൂര് മറുക്കടക്കമുള്ള അരിവാൾ കുഞ്ഞികളുടെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാൻ സഹായിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ നമുക്ക് ഉറപ്പുവെച്ചിട്ടുണ്ട്. അത് ഓരോ വിശ്വസിക്കില്ല. എപ്പോഴും വിദേശ അസംബ്ലി വളരെ പാർലമെന്റ് സീറ്റുകളിൽ നമ്മൾ BJP തുടരുമായി ഏതൊക്കെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെക്ചർ ഞാൻ വെല്ലുവിളിക്കും. മണ്ണക്കാട് രേഖ നടന്നത് ഞങ്ങൾ വോട്ട് ചെയ്തില്ലെന്നും തുറന്നു ശരി
ഒരു SS-ന്റെ ലെക്ചർ വരും, ഒരു FOS-ന്റെ ലെക്ചർ വരും, ഒരു SMA ലെക്ചർ വരും. അങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു അരവ് എഴുതിയ തെളിയിക്കുന്നാൽ ആദർശമേ ഉണ്ടാവില്ല ഞാൻ പറയും. ആയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഏതാണ് ഇവിടെ മാറത്തന്നെത്തിട്ടതാ ദിനനാമ മദ്രസ നാട്ടിൽ ഇപ്പോഴത്തേക്ക് ഇത് മഹലുമ്പോയില്ലേ മാറത്തന്റെ വരുന്നത് മദ്രസ രാഷ്ട്രീയത്തിൽ വളർത്തുന്നത് തന്നെ പ്രശ്നമോ ഇപ്പൊ തലവേ മാറാത്തണ്ടില്ലേ. എനിക്കോ നിങ്ങൾ BJP സ്വതന്ത്രമാരെയും മറ്റിടങ്ങളിൽ അവർ നമ്മെയും പലതരം സഹകരിക്കാമോ ഉദ്ധാരണം ഉണ്ടായിട്ടുണ്ട്. ഈ തച്ചുപോയി ആയിരത്തിൽ മുമ്പാണ് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ടെന്ന് ഓർക്കുക. ആരാ പരിപാടിനെ എതിർക്കുന്നത്, ആരാ പരിപാടിനോട് കൂട്ടിട്ടുണ്ടാക്കുന്നത്? ഇവരുടെ രഹസ്യധാരണ അധികാരത്തിന്റെ അപ്പക്കത്തിന് വർഗീയ ശ്രമനയിൽ കിടന്നുറന്നവരാര അതാണോ കാപുരത്തിന് പരിവർത്തനം തപ്പുന്നത്, അതാണോ വർഗീയ പാർട്ടികളെ വളർത്തുന്നത് എന്ന മുസ്ലിം പറയുന്നത് എവിടെ സുഹൃത്തുക്കളെ എന്നെ കഴിച്ചിട്ടുള്ളത്, എവിടെ അന്വേഷിക്കുന്നത്? തീർന്നില്ല. ഹംസയെ ഒൽപ്പിക്കാൻ നമുക്ക് ഭാവി കാലം അന്നത്തെ വകുപ്പ് ബോർഡ് തിരിച്ചുപിടിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ സാധ്യത. വകുപ്പ് ബോർഡ് ഇപ്പൊ അന്വേഷിക്കുന്ന എന്താ പള്ളിമസാറ് മൂപ്പറം കപ്പു മണ്ണാർക്കാട് വെക്കാട് സ്ഥലപ്രവർത്തനങ്ങൾ അക്കപ്പോട് കൈ കിട്ടി ഓരാണിപ്പിക്കുന്നത്. ഈ തീർന്നില്ല. ഈ രഹസ്യം പുറത്താകരുത്. ഇങ്ങനെ ആരോട് പറയും ഒരു കഥയിലെ രസങ്ങൾ രഹസ്യം, ഒരു കഥയിലെ രഹസ്യം കണ്ടോ? ഈ തീർന്നില്ല. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകളുമായി സ്നേഹം അഭിനയിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നും പ്രചരിച്ച് അവരുടെ കുടുംബത്തുകൾ തട്ടിയെടുക്കാൻ ആഗ്രഹം ചെയ്യണം. ഇനിയും തീർന്ന പൈസമാർ 3 പേർ നമ്മുടെ പക്ഷത്തെ തിരിച്ചൊന്നിട്ടുണ്ട്. എങ്കിലും അവർ വിശ്വസിക്കാനായില്ല. അന്ന് ഇതൊക്കെ പരിപാടി തന്നെ കുറെ കൂലിപ്രഭാകരെ കൊണ്ടുവരാം. ആദ്യം ഒരു ചെറിയ ഡിഗ്രി ഞങ്ങൾ നോക്കും സോഷ്യൽ മീഡിയ. എന്നിട്ട് അതിനാണ് ഞങ്ങൾ ഇവിടെ ക്യാൻസൽ എന്താ ഈ പ്രശ്നത്തെ കഴിഞ്ഞത്. നിങ്ങൾ 1000 കൂപ്രഭാഷകരുണ്ടാവും, 1000 മാസടിക്കത്തുകൾ എപ്പിയും പ്രസ്ഥാനങ്ങളെ ഇല്ല. ഈ പ്രസ്ഥാനത്തിലെ ഒരു മെമ്പറെ പോലും ആത്മാർത്ഥമുള്ള ആത്മാഭിമാനമുള്ള ഒരു മെമ്പറെ പോലും നിങ്ങൾ വായാടിയുടെ പ്രഭാഷണങ്ങളിലൂടെ ആദർശബോധമുള്ള ഒരു പ്രവർത്തകരെ നിങ്ങൾക്ക് കിട്ടില്ല, ഒരൊറ്റ പ്രവർത്തനം കിട്ടില്ല. ഇനിട്ടില്ല. നാട്ടികളുടെ അഭാവത്തിൽ അത് സ്വാഗതമില്ലാതെ മറ്റു പമ്പരി കാണുന്നില്ല. ഇനി കേട്ട് ആരാധന്നത്, ആരാ മതത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വിളിച്ചത്, ആരാ കൊണ്ടുവരുന്നത്? ഇനി ഞാൻ പറയുന്ന വയക്കേണ്ടത് ദേശീയ മുന്നണി ഇടതുപക്ഷ കൂട്ടുകൾ കേരളത്തിലും മറ്റ് ദേശുകളിലും പരാജയപ്പെടാൻ കടത്തികളിലേക്ക് നിങ്ങളെല്ലാവരും അല്ലാഹുവോട് പ്രത്യേക പ്രാർത്ഥന നടന്നോ? എന്റെ സുഹൃത്തുക്കളെ, ഈ നസ്മേധാരാ എന്ന സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സഹോദരൻ വിദ്യാഭ്യാസ ബോർഡിൽ ലെക്ചറുകളിൽ എഴുതി കത്തുണ്ടായിട്ട് ഉള്ളുണ്ടോ രാജർക്ക് ഞങ്ങളാണോ രാഷ്ട്രീയ ലാഭത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിച്ച്, ഞങ്ങളാണോ മതപ്രകാരം ഉപയോഗിച്ച് പരിഭാഗമായിട്ട് നഷ്ടപാതിരത്ത് കുറികത്തുണ്ടാക്കുന്നത് എന്നിട്ട് രീതിയിൽ തെളിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുള്ളേ പഠിച്ചതിന് സംസാരിക്കുന്നതല്ലേ? നിങ്ങൾ ഈ സമുദായത്തിൽ കളിക്കണമല്ലേ? അതിന് കേരള മുസ്ലിം ജാഗത്തുള്ള കാലത്തോ നടക്കുന്ന മക്കളെ നടക്കൂല. ഞങ്ങൾ ജനങ്ങളോ പറയും ഇതാണ് പ്രിയപ്പെട്ട രഹസ്യം. ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പറുമാകണ്ട, ഞങ്ങൾക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റുമാകണ്ട, ഞങ്ങൾക്കൊരു പാർലമെന്റ് വ്യക്തിയുമാകണ്ട. ഞങ്ങളുടെ സ്വന്തം ജമാഅത്ത് നീ നിർത്തി പ്രതീക്ഷപ്പെടാ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മഹായുദ്ധ. ഈ പാരാക്കിയത് കൽപ്പിക്കുന്നോ അപ്പൊ ഒന്ന് അന്വേഷിച്ചു. ഈ ഒട്ടകങ്ങൾ പരിപാടിയില്ലേ അങ്ങനെ പരിപാടിയായിട്ട് ബൈക്കാക്കണ്ട. അതുകൊണ്ട് അങ്ങനെ ഉള്ളതൊന്നും എടുക്കരുത്. വാട്സപ്പിലെ ക്ലിപ്പുകൾ ഇങ്ങനെ ആരാ വാട്സപ്പ് ആരൊക്കെ വരുന്നത്? അല്ലെങ്കിൽ തോരത്തെ പാസിന്റെ അടുത്ത് പാസ് ചെയ്യും ഞങ്ങൾ തോരക്കും. പിന്നെ എല്ലാവരും ഒരു സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അയാൾ ജയിക്കുന്നത് തന്നെയാണ്. ജയിച്ച എങ്ങനെയാണെന്ന് ഞാൻ തെറ്റാണ്. നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതിന് കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് വിഷയമുള്ള ദിവസത്തെ ഇതൊന്നും ഇല്ലാത്ത അവര് മണ്ണാറാട് കഴിഞ്ഞിട്ട് എത്തിച്ചുള്ളപ്പോ ജോൺസൺ സമ്മേളനം നടത്തി. എന്ത് ഞങ്ങള് വേറെയുള്ള തലങ്ങളിൽ ഇവിടൊക്കെ 10 പേരിൽ വന്നിരുന്നു, അതിന്റെ ഇല്ല. അങ്ങനൊക്കെ ഒരു പഴം കൊടുത്തു വരുന്നത് എന്തായാലും പ്രസ്താവമാണ്. ആവശ്യമില്ല ആൾക്കൂട്ടത്തിൽ തന്നെ നമ്മളിവിടെ മാനസികമാണ് സമ്മേളനം അല്ലേ? ഈ രാജ്യം വളരെ പാർട്ടി ശക്തികളെ വലിയ ശ്രമമാകുമ്പോ മുസ്ലിം ജമാഅത്ത് പ്രതിദിനങ്ങളിലാണ്. ഞാനിവിടെ സഹോദരനോട് പറയുന്നു, നിങ്ങൾ ക്യാമ്പയിൻ കാലയളവിൽ നന്നായിട്ട് അതിന്റെ ധാരകരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ പിന്നീട് വേണം കാരണം ഏകത്തിൽ കൂടെ നടപ്പിലാക്കാനുള്ള ഒരു ഭാഗത്ത് അഭിവൃദ്ധിയാണ്.
ഒരാൾക്കിന്റെ വിഷയം മുല്ലായിരമാക്കുമ്പോൾ അല്ലെങ്കിൽ 3 ക്ലാസ് ഒന്നിച്ച് ചെയ്യാൻ ഒന്നേ പോകുന്നു. എന്നിട്ട് ഓരോ കൂട്ട ബില്ലിൽ നിന്നിട്ട് ശരീരം സൃഷ്ടിക്കാൻ പോകട്ടെ. പിന്നെ ഏത് രീതിയിൽ സൃഷ്ടിക്കാം? നമ്മൾ പറയുന്നത് പറ്റൂരാണ്. നമ്മളങ്ങനെ പറ്റുന്ന പണ്ടായ 85 സാമ്പാദികവുമായി ബന്ധപ്പെട്ട കേസിന്റെ സുപ്രീം കോടതിയിൽ നിന്നൊരു അതിനെ സൂറത്തുൽ ബഖറയിലെ 241 വചനം അവനം തെറ്റിപ്പിച്ചു, കോടതി ജഡിജിവിച്ചു. സ്വലാത്തിൽ വേർതിരിക്കപ്പെട്ട പിന്നെ ജീവനം കൊടുക്കണം വിവാദരെ അതിനോട് മരിച്ചവരെ. അതാണ് ഖുർആനിലെ മത്താനവരെ തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ ആദ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭാവ് നൽകുന്ന പാരിതോഷം എന്ന അർത്ഥം കൊടുക്കുന്നതിന് പകരം ജീവാംശം എന്ന അർത്ഥം തെറ്റാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വലിയ സമരമുണ്ടായത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോടതിയുടെ പടത്തിൽ നിന്നുണ്ടാകുമ്പോൾ അന്നും നമ്മുടെ മാസം സ്വീകരിച്ചത് സമസ്ത വീട്ടിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി അവർ സ്വീകരിക്കുന്നത്. കാരണം ഈ കുറ്റവാളികളെ സ്വീകരിച്ച് നമ്മൾ ഏത് കേസ് സംരക്ഷണമാണ് ഈ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ആദർശം അഹിക്കുന്നവരാണ്. അതല്ലാതെ മുസ്ലിമായിട്ട് വളരെ സ്വീകരിപ്പിക്കണം. സോഷ്യലിലൊക്കെ തയ്യാറുന്ന പെണ്ണെന്നറിയോ എ.പി. അബൂബക്കർ മുസ്ലിയാര് ഇവിടെ 5 ശക്തികൾ ഉത്താശ ചെയ്തിട്ടാണ് മുസ്ലിം സംരക്ഷണത്തിൽ നിന്ന് മാറിക്കുന്നത്. മൂപ്പര് സുഫി സമ്മേളൻ മോഡിനെ വിളിച്ചില്ലേ? ഇതൊക്കെ പറയുന്നത് ഈ മോഡി സുഫി സമ്മേളൻ കഴിഞ്ഞിട്ട് ഗൾഫ് നമ്മുടെ ബസ് അഖിലം ബസ്സിലെ ഞാൻ ചോദിച്ച മോഡിനെ സുഫി സമ്മേളനത്തിലേക്ക് വിളിച്ചു. നിങ്ങൾ ഏറ്റവും ചെയ്ത് സോഷ്യൽ മീഡിയ തന്നെ ക്ലിപ്പ് കാണുകയും ബി.ജെ.പിന്റെ നേതാവ് മുജാഹിദികളെ പേര് പറയുന്നു. ഞങ്ങൾ അതറിയാതെ ഒരു മറന്നിട്ടുണ്ട് എനിക്ക് പോയത്. ഓരറിഞ്ഞിട്ട് പോകാത്ത ഈ പോലെ കാര്യം ഞങ്ങൾക്ക് ഒരു മനസ്സിലായി. ഞാൻ ഓപ്പൺ പഠിപ്പിച്ച് പോകാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രശ്നത്തിൽ വളരല്ലോ. മോഡി സംസ്ഥയിലെ നല്ല കാര്യങ്ങൾ പറയാനാ. എന്നിട്ട് അവരുടെ മുമ്പ് സൂക്കളാണ് ഇവിടെ അത്രമാണ് വളർന്നത് എന്നൊരു പ്രജകളെ അനാവശ്യം വിധത്തിലുണ്ട്. അതുകൊണ്ട് സൂഫികളുടെ നിർമ്മാണം എന്താ ഇന്ത്യന്റെ പ്രധാനമന്ത്രി മനസ്സിലാക്കട്ടെ. സമ്മേളനത്തിൽ അതിന് മാറ്റുള്ള സംരക്ഷിക്കാൻ ഒരു അജണ്ടയും ചെയ്യുന്നത് അപ്പൊ തന്നെ ആ മോദിക്ക് ശരിയായി പറഞ്ഞു ജമാഅത്തെ മാറിയില്ലെങ്കിൽ പല പരിപാടിയാണ്. ഒരു മാത്രമേ അല്ലെങ്കിൽ ജമാഅത്തേക്കത്ര ജോസിത്തോ എന്റെ സുഹൃത്തുക്കൾ സഹോദരങ്ങളെ അടുത്തുള്ള ജമാഅത്തിൽ എല്ലാ പ്രശ്നത്തിനും പിന്നിൽ മാറ്റാൻ തുടങ്ങി ഏതൊക്കെ വരുന്നു. കലാപത്തിൽ മരിച്ചവരെ കുറിച്ച് എ.പി. മുസ്ലിം പറഞ്ഞു എനിക്ക് കലാപം അറിയാത്ത എന്നിട്ട് ആരൊക്കെ വരച്ചു ചാടി പ്രസംഗം പോകുമ്പോൾ അയ്യങ്കാരിന്റെ എക്കോട് ചാടി എന്ന് പറഞ്ഞ മക്കളുടെ മുന്നിലേക്ക് മനസ്സിലായില്ലേ? ഒരു തലക്കൊന്നും തല വരെ തലക്കൊണ്ടും പോയി. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എ.പി. മുസ്ലിയാരാണ് പറ്റുന്നോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ഏത് മണ്ണാണ് ഗുജറാത്തിൽ ചെയ്തിട്ടുള്ളത്? തോണ്ടാക്കാർ ജുമാപള്ളിയുടെ മുൻ ബക്കറ്റ് കാണിച്ച പിരിച്ചിൽ ഫണ്ടുണ്ടല്ലോ. ഫണ്ട് എന്ന ഫണ്ട് ഏത് ഗ്രാമത്തിൽ ജമാഅത്ത് ചെലവഴിച്ചത് അറിയോ? അവിടെ ഭൂതുണ്ടിയ വഴിയിൽ നിന്ന് സുന്ദരം കൊണ്ട് കുടുംബക്കളെ കുടി പുറത്തിടത് 5 പരിവാദികൾ അമ്മായി മുന്നിൽ വെച്ചത് സ്വന്തം വീടുകളെ എറിഞ്ഞു വന്നു. എവിടെ? ഗുജറാത്തിലായത്. ആയിരക്കണക്കിന് മുസ്ലിം സഹോദര ഗുജറാത്ത് ബന്ധുരിച്ചു. അത് മയ്യത്ത് കൊന്നുകൂടിയെന്നാണ് ജനം നഷ്ടപ്പെട്ട ദിവസത്തിന് ഞാൻ അമ്പലം ആലോചിക്കുന്നവരെ ചോദിച്ചത് ആ ഗുജറാത്തിലെ കലാപ്രദേശമായ ഭാഗങ്ങളിലേക്ക് കൊണ്ട് ആരാരും സൃഷ്ടിക്കില്ലാത്ത ഗുജറാത്ത് മാപ്പിന സഹോദരങ്ങളിലേക്ക് കടജമ്മ നേതാവ് ഇസ്ലാമിയുടെ മുസ്ലിമാവെങ്കിൽ ലക്ഷകോടികൾ പലരക്കാരില്ല അമരക്കരൻ അതിന്റെ വ്യക്തമായ അറിവാണ് ഗുജറാത്തിലെ ജീവിക്കുന്ന രക്തസാഗം മാസം അദ്ദേഹം ഈ കോഴി തോന്നത്തിന്റെ ദിവസത്തിലുണ്ട്. മാധ്യമപ്രവർത്തകരോടുള്ള കാര്യം പരിവാസികളുടെ മുന്നിൽ കൈകൂപ്പിയുടെ ജീവശീലയും ആ കുത്തുബിനെക്കാരുമായത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഗുജറാത്തിലെ ഞങ്ങളിലേക്ക് ഞങ്ങളെ പിടിക്കുക കൊണ്ടുവരാൻ പറ്റാൻ പെൺകുടങ്ങളും ആദരിക്കാൻ പറ്റവും ഏതിക്കാൻ തെക്കുടികളും നൽകിയത് ആ അബൂബക്കറിയാരെ എന്തിന്റെ രീതിയിലാണ് സംഘവാസത്തിൽ ഒത്താശകൾ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ആട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, സഹോദരങ്ങൾ ചോദിക്കട്ടെ, ഇനി എ.പി. അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ ഏതൊക്കെ വനത്തിൽ അതിജീവിച്ചാലും ഉയർത്തുക ചെയ്യാം. സുഹൃത്തുക്കളെ, എ.പി. ഉസ്താദെ ലോകനതക്കറിയാം കൂടി ഏതാനും നാളുകൾക്ക് മുമ്പാണ് എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് ഒരവാർഡ് കിട്ടുന്നത്. എന്താണ് ആരാവാണ് ഏർപ്പെടുത്തിയത്? മലേഷ്യയിലെ അന്താരാഷ്ട്ര മാഗസിൻ ഇപ്പൊ ഞങ്ങളുടെ ഉത്സാഹമാണ് ഇപ്പൊ കയറ കഴുകാൻ പോയി ചാൻസ് ഇല്ലാതെ വന്നെങ്കിൽ എന്റെ എനിക്ക് പ്രശ്നം കയറ വിലീകരണമാവും. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കണ്ടിട്ടോ. അള്ളാഹു എല്ലാവർക്കും അവസരം കൊടുത്തേന്ന് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾ വരെ സോഷ്യൽ മീഡിയയിൽ മാറ്റി വെക്കണം ആ കാര്യത്തിൽ. അതേ സമയത്ത് എ.പി. പോയത് ഈ കോളത്തിൽ കിട്ടാതെ പോകുന്നത് ഇരിക്കുമോ? അത് അങ്ങോട്ട് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറുപടി പറയാം. ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ.
നിങ്ങൾക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ച് യോഗ്യരാന്നല്ല. ഇനി എന്റെ സുഹൃത്തുക്കളെ കഴിഞ്ഞ 2011 അവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ അവാർഡ് കാതിനാക്കിയത് അവാർഡ് പറയുന്നവർ എന്താണ് അവാർഡ് സാമ്പത്തിക വകുപ്പിന്റെ അന്താരാഷ്ട്ര മറ്റതിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡ്, ലോകപ്രസിദ്ധിയിൽ ഒരു മാഗസിൻ ഏർപ്പെടുത്തിയ അവാർഡ് കാരണം പറ്റി ചെയ്യാനുള്ള കാരണം നിശാപരമായി സ്വാധീനം ചെറിയ അതേപോലെ നിങ്ങൾ നമുക്ക് തലസ്ഥാനമായ അമ്മാൻ, ആ തലസ്ഥാനായ അമ്മാനിൽ റോയൽ ഇസ്ലാമിക് ഒരു 3 ദിവസത്തെ സമ്മേളനമായിരുന്നു. അന്താരാഷ്ട്ര സമ്മേളനം 1000 കോലങ്ങളെ കെട്ടിട്ടുമെന്നാകെ പോയാൽ 1000 നിങ്ങൾ കുറിച്ചാലും എന്റെ സഹോദര പ്രവാചക ജീവിതത്തിന്റെ കൈവ അത്യാഗ്രഹങ്ങളും നദിയിലും 3 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനമായപ്പോൾ ഇന്ത്യയിലും ഒരു പണ്ഡിതനെ ക്ഷണം ചെയ്യുന്നുണ്ട്. കേരളത്തിലും ഭാഗത്തിന്റെ മഹാനായ ഭൂപടമസിയാനായിരുന്നു. അത് നടന്ന പ്രബന്ധം ജീവിതത്തിലെ സവിശേഷതകളും പ്രാധാന്യങ്ങളും ഇന്നുള്ളവനെ പ്രബന്ധമാണ് ഇതാണ് ഇങ്ങനെ ആലോചിച്ച് കേരളം ജമാഅത്ത് നിലവിലുള്ളത് കൊല്ലായി എന്തുകൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എങ്ങനെയാ ഈ പ്രാണത്തിനെയാ ആളുകള് ജനങ്ങൾ വഹിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ സ്വാംസന കേന്ദ്രത്തിൽ ഇവിടെ തുടക്കം ഉൾക്കൊണ്ടുവന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ കുട്ടികളെ രക്ഷപ്പെടാൻ കാരണമായെങ്കിൽ നിങ്ങളോട് ചെയ്യാറുള്ളത് ഇവിടെ പോകുന്ന സ്വാന്ത സെന്ററിൽ പ്രവർത്തിച്ച് നിങ്ങളായി കൊണ്ടുതന്നെ അക്കൂപർക്കും ഇതൊക്കും തരത്തിലാണ് നിങ്ങൾ ആലോചിക്കുന്നോ ന്റെ കീഴിലുള്ള സാമ്പത്തിക അതേപോലെ ആലോചിച്ച് ഈ പ്രസ്ഥാനം നിങ്ങളെ താഴ്ചയാലും എന്റെ സഹോദര മെഡിക്കൽ കോളേജിന് സഹായം പറയുന്ന സംഘടന ഈ സംഘടനയിൽ സ്വാതന്ത്ര്യമാണ്. ഇന്ന് ജില്ലാ ആശുപത്രിയിൽ സ്വന്തമോട് 100 കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ കാർഡ് തരാം. നിന്റെ സഹോദരനെ സഹായിക്കുമ്പോഴാണ് ഏറ്റവും സഹായം തരിക. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയെ സഞ്ചരിച്ചത്. നിങ്ങളുടെ ഈ ഒലപ്പാകൾ കാണുമ്പോഴേക്കും പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ച് ഞങ്ങൾ ക്ലിയറാണ്. നിങ്ങൾ ചെയ്തതാണ് ഈ പ്രായത്തിൽ നന്മ ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ കൊണ്ട് കാണിച്ചു 2 മണിക്കൂർ തെങ്ങിയില്ല. എന്നിട്ട് നിങ്ങൾ സമയത്തിൽ ചെയ്ത വേദനകളൊക്കെ ഞങ്ങൾ കാണിച്ചാൽ അത് ഇല്ലാത്തതുകൊണ്ടേ ഈ വർഷത്തെ കിട്ടിക്കാർക്കുന്നു ഈ ഇപ്പോഴേക്കും നടക്കുന്നതല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ആ ഒരു ശൈലിയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറില്ല. പിന്നെ ഇവർക്ക് പറയാം അതിനെങ്കിലും ഇഷ്ടം പോലെ അനുഭവിക്കാതെ രക്ഷയില്ല. ചെറിയ കുഞ്ഞുമാർക്ക് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ആ മദ്രസയിലെ മൂല്യമായി പഠിപ്പിച്ചുകൂടാ തോന്നുന്നത്. നിങ്ങൾ ഞങ്ങളുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി വെച്ച് ചോദിക്കും, നിങ്ങൾ ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു ആനി നിങ്ങൾ സുന്നി വിദ്യാഭ്യാസ മദ്രസയിലെ കുട്ടികൾ ചോദിക്കും. എന്നിട്ട് നിങ്ങൾ ചോദിക്കും ആ മദ്രസയിലെ അധ്യാപകന്മാരെ ആ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളൊക്കെ തങ്ങന്മാർ എങ്ങനെയാണ് മൊയ്മാർ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതേസമയം ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസ, അല്ലാഹുവിന്റെ ദീനെന്താ പഠിപ്പിക്കുന്ന മദ്രസ, ആ മദ്രസയിലേക്ക് നിങ്ങൾ കാൽക്കൂട്ടുന്ന കുട്ടികൾ ഇതൊക്കെ മാറി ഇന്ന് മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു ശൈലിക്കുന്നത്. സത്യം ഈ ദീനിനൊക്കെ മുസ്ലിം ലീഗ് തലവേദന മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗിനോട് എനിക്ക് പറയാനുള്ളത് സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോം ഒക്കെ വാങ്ങി പോയാൽ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ പ്രധാനം ഞാനോട് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോ മുസ്ലിം ലീഗ് നേതാക്കൾ 2 വിഭാഗമല്ല 8 വിഭാഗം മുജാഹിദും 1 വിഭാഗം മുജാഹിദിന്റെ പഠനത്തിലും ഒരേപോലെ പങ്കെടുക്കാൻ പറ്റില്ല. ആർക്കും എതിർപ്പില്ല. ലീഗിന്റെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടായിട്ട് സമ്മേളനം പോയി പങ്കിന് എത്തക്കാർ വരാനില്ല. പക്ഷേ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആളുകൾ ഈ വിഭാഗത്തിന്റെ പരിപാടി വരുമ്പോൾ അവർ മാത്രം ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നിയന്ത്രണം കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗ് മോചിക്കപ്പെടുക സമുദായത്തിന്റെ പ്ലാറ്റിഫായിട്ട് വരും. നിങ്ങൾ രാഷ്ട്രീയം മുസ്ലിം ലീഗ് സമുദായം ഒരു നന്മ ചെയ്തില്ലാന്നോ ഞാൻ പറയാനില്ല. പക്ഷേ ഈ ദ്രോഹികൾ നന്മ ചെയ്യും. യൂതികരിച്ച് നിങ്ങളെ മനസ്സ് ഞാൻ സംശയമില്ല നന്നായി ജീവിക്കണം. നല്ല യൂതികരിക്കും എന്തിനാണ് നമ്മുടെ മഹിള പ്രശ്നം? നമ്മൾ മഹിവായ എന്ന് പറയാൻ അന്യ സമുദായക്കാരന്റെ മുന്നിൽ എന്തിനാണ് നമ്മൾ ഈ കോലത്തെ നമ്മളെ സംസ്കാരം ചെയ്യുന്നത്?
അതേസമയത്ത് ആശയപരമായ കാര്യങ്ങളിൽ ഒന്നും ജമാഅത്തിന് നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ കള്ള നാണയങ്ങൾ മുഴുവൻ ഇപ്പൊ അടുത്ത കണ്ടില്ലേ ഒരു കളവ് കൊടുത്ത അയാള് ഒരു സ്മാൻ പറഞ്ഞതാ ആഫ്രിക്ക പാലിക്കണമെങ്കിൽ പൈസ 5,000 പാമ്പത്തിലേക്ക് കിട്ടാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കി മാനേജറിന്റെ ഒരു കണികയല്ല അല്ലാതെ റിപ്പോർട്ട് വിളിച്ചിട്ടുള്ളത് ഭവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന്റെ അടുത്ത് ഭാഗം വെക്കണേ ഇടത് കൈയിൽ കാമത്ത് കൊടുക്കണം. എന്തിനാണ് എന്ന് പറയുന്ന പിതാവ് വരാതിരിക്കാനാ അല്ല 5 ഭാഗം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ നിലയ്ക്ക് മതം മറയാൻ വലതുക്ക് വരുമ്പോൾ നമ്മൾ ആദർശമായി അത് നമ്മുടെ ആശയമാണ്. നമ്മുടെ ഇവിടെ മതത്തിന്റെ പേരിൽ തീവ്രവാദം പൊട്ടിപ്പോകുക IS നിൽക്കുന്നത് മതത്തിന്റെ പേരിലായില്ല. അതേപോലെ കേരള സലഫിസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനമായി ചിത്രീകരിക്കപ്പെട്ടുകയാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നത്. ഞാൻ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ എന്റെ പ്രിയപ്പെട്ട അപ്പുറത്ത് സ്പഷ്ടമായി ചിന്തിക്കുന്ന സഹോദരനോട് ഏറ്റവും ഞാനുള്ള ഭാഷണങ്ങളിലേക്ക് കേരളത്തിന്റെ ഒരകം മുതൽ മറ്റേലൊക്കെ വരെ വിവിധ പരിപാടികളിൽ അഭിനയിക്കാതെ ആരെങ്കിലും വ്യക്തിപരമായി ചീത്തല്ലാറുണ്ടോ ആക്ഷേപിക്കാറുണ്ടോ? അതേ സഹോദരന്റെ വേദിയിൽ മുഴുവൻ അരിനീങ്ങളെന്ന് പറയില്ല മാനാൻ ഉള്ളാടത്തങ്ങളെ വിമർശിക്കുന്ന ഭാഷണങ്ങൾ നടത്താറുള്ളത് വല്ലാതെ വേദന പോയി. വഫാതായ ദിവസം തന്നെയും മറമാടി ദിവസം തന്നെയും ഇവരുടെ വിജയങ്ങളിൽ വിമർശിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ മരിക്കണ്ടോ ആഹ്ലാദത്തിന്റെ കോടതി നിങ്ങൾക്ക് ഒരുമിച്ചുകൊണ്ടോ വയ്യോ ഒരു മനുഷ്യനുള്ള അതിയപ്പില്ല ഒരു ഭീഷണിയില്ല. ജീവിക്കുന്നത് ദുരിതത്തിലല്ല ആഗ്രഹത്തിലാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിയും പ്രതീക്ഷിക്കണോ നമ്മുടെ കർമ്മങ്ങൾ നന്നാകണോ നമ്മുടെ വിശ്വാസങ്ങൾ നന്നാകണോ. ഞാൻ പ്രിയപ്പെട്ടോട് പറഞ്ഞു പുറപ്പെടാനോട് പറഞ്ഞു ഇവർ പറയുന്ന പോയിരിക്കില്ല, ഇവർ പറയുന്ന കടത്തിന് സഹായിക്കില്ല. എന്റെ സഹോദര ൂരിനെ നിലം കാശ് കൊടുത്ത സമയത്ത് ആ നിലത്തിലുള്ളൊരു ഇഷ്ടകന്റെ ഗിരീനോട് മുത്തങ്ങളെ ചോദിക്കുകയുണ്ടായി. ഗിരീനെ അഥവാജമാട് ആരാണ് എന്താണ് ശിക്കപ്പെടുന്നതാണ് എന്റെ മക്കൾ സ്വന്തം ശീലമത ഈ വീട്ടുന്ന പോലെയുള്ള അവരുടെ ശീലകങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശരീരമാകം അഭിപ്പൊളിക്കുക എന്നിട്ട് അവരുടെ പരമാംസം ഉപരിച്ചിരുന്നപ്പോ ലോകത്തിലെ ഒരു ഹരിതായ മുഹമ്മദ് മുസ്തഫ മതങ്ങൾ ചോദിച്ചു ആരാണ് ഈ ഹദാജമാരാരെന്ന് ചോദിച്ചു. പറഞ്ഞത് ഭൗതികമായ ലോകം ജീവിക്കുന്ന സമയത്ത് അരാജമാക്കുന്നത് ിന്റെ ഹൈസ് വാങ്ങി നോക്കുമ്പോൾ പറഞ്ഞില്ലേ അന്ത്യമായോ പലലോട്ട് മൊഫിജികളോ പരാജകരോ അല്ലാണ്ട് പോലീസിലെയാ മൊഫീസുകൾ ആരാമറിയുമോ പരാജകെന്ന് പറഞ്ഞാൽ ഏത് ദുരിതാവിൽ ജീവിക്കുമ്പോ കയ്യില്ലാതെ തെറിവില്ലാതിരിച്ചവരെ അസമയത്താണ് ബസ്സിൽ പറയുന്നു അല്പം കൊടുക്കില്ലാതെ കഷ്ടപ്പെട്ടവരെയാഹത്തിൽ വിളിക്കുന്നത്. അതേ സ്ഥലത്ത് ഈ മൊഫിസാര ഞാനില്ലാത്തതിന്റെ പേരിലെ മൊഫിസായത് ഇതുമില്ലാതിന്റെ പേരിലെ മൊഫിസായത് ഒരുപാട് നല്ല മനുഷ്യர்கள் അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് എത്രയോ മനുഷ്യനോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മനുഷ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പാവപ്പെട്ടവർക്ക് വീട് കൊടുത്തിട്ട് എത്രയോ പാവപ്പെട്ടവർക്ക് വീടുകളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പോയിരുത്തുമ്പോ കൊടുത്ത രഹസ്യങ്ങൾ കാണുന്നില്ല. കുട്ടികളെ സഹായിച്ചതിൽ സാധന പ്രവർത്തനത്തിൽ ബന്ധമില്ല. പരീക്ഷയോടിച്ചതിൽ പ്രശ്നമില്ല. എന്റെ സഹോദര ഉണ്ടാക്കിയില്ല സഹായിക്കാത്തത് കൊണ്ടാക്കിയില്ല. പറഞ്ഞിട്ട് ലോകത്തിൽ ജീവിക്കുന്ന സമയം അത് നിങ്ങളെ തീവ്രതയിലായിരുന്നു ആരാണ് പച്ചമാർ തൊട്ടുകയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ ഗ്രാമീണോട് ഗ്രാമീണ പ്രമാണം കഴിയുന്നവരോട് ചോദിക്കുക, മുസ്ലിയാന്മാരോട് ചോദിക്കുക. ഈ ബ്രഹ്മ പറയുന്നത് പരൂഷമെന്ന് പറയുന്നത് അല്ലാതെ തരണമെങ്കിലോ അന്ന് വിടാറപ്പിനോട് സൗകര്യ അത് മറ്റെന്തെങ്കിലും തെറ്റില്ലാതെ മാസോട് പറ്റാതിച്ച് വളരുകയാണെങ്കിൽ അമ്മാരുടെ ഭവനത്തെ പ്രവർത്തിച്ച് കഴിയാൻ അവിടെ പാപങ്ങളൊക്കെ പോയിട്ടുള്ളത് ചെയ്യാം. അതേ സ്ഥലത്ത് ദീപം പാപത്തിനെ പാപം പുറത്തിറക്കി നമ്മൾ ആരാണോ എന്ന് പറഞ്ഞിട്ടത് അവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവരെ മൊഴിയെ പങ്കെടുക്കണം അതൊന്നും അതിനാണ് പറഞ്ഞില്ലേ. സാധാരണക്കാരായ ഒരു പാവങ്ങളാണ്. ഒരു അഞ്ച് പഠിച്ചോരല്ലോ ഒരാള് പഠിച്ചോരല്ലോ. അതാണ് എന്റെ ചോദിക്കാറ്. നിങ്ങൾ അഴിമീങ്ങളൊക്കെ അഴിവ് തന്നെ നിങ്ങൾ ഒരാൾ വ്യക്തിപരമായി നമുക്കറിയാത്ത
എത്രയ്ക്ക് ആവശ്യം ഓരോ മൂല്യമാരെ തല്ലി കൂട്ടിയത്. എബി ഉസ്താദ് രാവിലെ തൊഹീബുക്കാരി കാലെടുക്കുമ്പോൾ ഉന്മേഷം കിട്ടണമെങ്കിൽ ഒപ്പം ലഹരിക്കണം. ഇതൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലും വൈദ്യം അതാണ് അവിടെ കാണാൻ അള്ള തുറന്ന പറയ കാര്യങ്ങൾ പണ്ഡിതാണെങ്കിൽ അദ്ദേഹം വലിയ ആണെങ്കിൽ അദ്ദേഹം കിട്ടിയ ആളാണെങ്കിൽ ഞങ്ങളെ സർവീസിലെ ഞങ്ങളുടെ സ്ഥിതിയിൽ വരാതെന്താ ഞാൻ അയാളെ കൊല്ലം കിട്ടിയില്ലേ എന്തേ ഞങ്ങൾ പൈസ വിടാതിരുന്നത് എന്തേ ഞങ്ങൾക്ക് വിരുദ്ധത്തെ സംഭവിക്കാതിരുന്നത് സുഹൃത്തുക്കാരെ ഖുർആൻ അറിഞ്ഞുകൂടാ. ഖുർആനിൽ പറയുന്നത് ലാ തഖബലല്ലാഹു ഗഫിലൻ അമ്മാ യഖലുല്ലാഹു ഖുർആനിൽ പറയുകയാണ് ൊക്കെ ചെയ്തുകൂട്ടുന്നത് അല്ല അറിയുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളെ ചെയ്തുകൂട്ടി ചേക്കൂറുകളും നിങ്ങളെ ചെയ്തുകൂട്ടി തോന്നിയാളുകളും ഓരോ കുപ്പക്കാരെ അവനവന്റെ കർമ്മല്ലേ അകലത്തിൽ എത്തിക്കാണ്ടാവൂ. നിങ്ങൾ ആരോഗ്യങ്ങൾ യൂട്യൂബിന് ചെലവിച്ചോ കൊണ്ടില്ല, നിങ്ങൾ മുസ്ലിം ലീഗിൽ ചെലവിച്ചോ കൊണ്ടില്ല. പക്ഷെ നിങ്ങൾ ഈ എത്തുന്നാക്കിയിട്ട് പാവങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ നന്മയായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത നിങ്ങളുടെ മനസ്സിന് ശുദ്ധി പോലെ തന്നെ ചെയ്യും. അതിനും സമയമില്ല. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കാൻ നിങ്ങളുടെ നാവിന്റെ പറയുന്ന തെളിവാക്കുകളുണ്ടോ, നിങ്ങളെ ഇത് കൂട്ടുന്ന കൂട്ടുകളുണ്ടോ, അതിനെ സംബന്ധിച്ച് അമ്മ പറയുകയാണ് അക്കമിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അള്ളറിയുന്നില്ല എന്ന് നിങ്ങൾ കരുല്ല. പിന്നെ എന്താ ചിതവരാതെന്നല്ലേ, എന്നാ അനാഥന്നല്ലേ, എന്ന ബൈക്കിൽ നിന്ന് വീഴാതെന്നല്ലേ, ക്യാൻസർ വരാതെന്നല്ലേ, എന്റെ കിഡ്നിക്കകരാത്ത കൊതിക്കാതെന്നല്ലേ ഖുർആനാണോ പറയുന്നത്. വായിച്ചത് കടകളക്കമിലോട്ട് വിളിച്ചു പോകുന്നൊരു വിധം വരാണ്ട് അള്ളാൻ പരലോകത്തിന്റെ ഭയാനകതയാതിന്റെ ശീലന്റെ പ്രിയപ്പെട്ടവരെ അവിടെ അവിടെ മാറ്റുന്നതാണ്. നരത്തിലെ പാവപ്പെട്ട മനുഷ്യന് എറിയപ്പെടുമ്പോ ഓരോ സുഹൃത്തുക്കളെ ഒരിക്കലും കാണില്ല, ഒരു മമ്മിയും സഹായിക്കാനില്ല, എമ്മെല്ലും പ്രസന്റ് ചെയ്യൂല, ഒരു മുടിയാരും ഒത്തുവരില്ല. അതേ സമയം നരകത്തിൽ കത്തിപ്പെടുന്ന തീയിലേക്ക് എറിയപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരമൊന്നും വെളിയായി പോകുന്നില്ല, അരിക്കറ്റായി മാറുന്നില്ല. ഒരുപക്ഷേ ദുര്യാവിലേക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ വരുന്നപ്പോ ഒരു നിമിഷങ്ങവരും പിടിച്ച് മരിച്ചുപോയി. അവർക്ക് ഒരു വെളിയവനന്നിട്ടില്ല. അതേ സ്ഥലത്തല്ലാതെ കുർബാന നരവിച്ചെന്ന് പറയുന്നത് ഭാഗത്തുള്ള തൊഴിൽ കരിപോകുമ്പോ അവസാന പുതിയ ഒരു യുദ്ധത്തിലെയാണ് SKSSന്റെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ വേഗമാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നത് കേട്ടു ശരിയല്ലാത്തതുകൊണ്ട് യുവാനെത്തിക്കൽ മക്കള് അതിന്റെ തനിക്കുന്ന വിവാദം എണ്ണിപ്പഞ്ഞപ്പോ യുവാക്കളെയാണ് നിങ്ങൾ ആ യുവാക്കളാരാണ് അമ്മാവിന്റെ മാർഗത്തിലായി വരുന്ന ചെറുപ്പക്കാരാണ്. ശബ്ദം നിൽക്കുന്ന ചെറുപ്പക്കാരെ മറുപടി പറയാൻ സമ്മതിക്കാത്തത് ഇവരുടെ തല പോകാൻ സമ്മതിക്കാത്തതാണ്. മറുപടിയില്ലാത്തതുമല്ല നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത്, യുവതിനല്ല നമ്മുടെ സഭയ്ക്ക് ഒഴിയേണ്ടത് അനാവശ്യമായ മേഖലയല്ല. നിങ്ങൾ അറിയുമോ നമ്മുടെ രാജ്യത്തെ പട്ടിപ്പാവങ്ങള് നമ്മളെ വാക്കില്ലേ ഹോദരണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മരിച്ചയ 46 വയസ്സുള്ള കവിത എന്ന് പറയുന്ന പെണ്ണ് അവളുടെ ഭർത്താവ് 83 വയസ്സ് ഹൈദരാബാദ് നഗരത്തിൽ വിശ്വരാജ്യം ജീവിക്കുന്ന പാവ മനുഷ്യർ അവിടെ ഭാഗ്യമില്ലപ്പോ ആരിയുടെ മുഖത്തൊന്ന് സാധിക്ക് പ്രസവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ഥലത്തേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരൂലിന്റെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ആലോചിച്ചോ അവര് 1000 രൂപയാ തിരിച്ചത് 1000 രൂപ പോലും കൊടുക്കാത്ത പാവം മനുഷ്യർ. ആരുടെയും കാത്തില്ല, ആരുടെയും അന്തര പ്രശ്നത്തിന് കത്തുന്നില്ല.
മുളമ്പള്ളിയിൽ 60 കിലോമീറ്ററിന്റെ പ്രിയപ്പെട്ടവരെ 24 മണിക്കൂറാണ് സഞ്ചരിച്ചത്. ഏതെങ്കിലും വൈദ്യുതിയിൽ അഭാമാരിലേക്ക് കണ്ടാഴ്ച ഇത് നമ്മുടെ മനസ്സ് ധരിപ്പിച്ചില്ലയോ? ആ മാധ്യമ ഉദയിലെ സഹോദരന് അതിന്റെ പ്രചോദനത്തിൽ ഭാര്യ ആകർമ്മ ധർമ്മ സഹോദരി ആ അച്ഛനോ ഭാര്യ മരിച്ചപ്പോ ആ ഭാര്യയുടെ ചോദ്യത്തിന് ചുമലിലെ 12 കിലോമീറ്റർ മുന്നോട് 12 വയസ്സിന്റെ മോള് കരഞ്ഞെന്ന് വിളിക്കും രംഗം കണ്ട് മനസാക്ഷികൾ ഇന്ത്യക്കാരെ വിശേഷിക്കപ്പെട്ടവരെ ഇന്ത്യയുടെ യശസ്സകർമ്മയുടെ മുന്നില് ഒരു ഗ്രാമത്തിന്റെ പ്രിയപ്പെട്ടവരെന്ന് 12 കിലോമീറ്റർ അമ്മയുടെ പെട്രോൾ പർവ്വത എന്ന സൗദിയുടെ പ്രിയപ്പെട്ടവരെ ബൈക്ക് മക്കൾ പോയതെങ്കിൽ ഇതാണ് നമ്മുടെ രാജ്യം. ഇവിടെ വിശക്കുന്നവന്റെ മനസ്സിൽ വിശക്കുന്നവന്റെ വയറക്കാൻ നമുക്ക് ചെയ്യണം. അറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമുക്ക് ഉദ്ഘാടനത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ചെന്നോട്ട് അസാമിൽ ചെന്നോട്ട് ബോംബെ ചെന്നോട്ട് ഡൽഹിയിൽ ചെന്നോട്ട് നിങ്ങൾ എത്ര അന്തപുരസ്ഥാനം നിങ്ങളെ സാപുരസ്ഥാനത്തെ കുറിച്ചാൽ ആ മനുഷ്യനെ ശരീരം എന്തിനാണെന്നറിയുമോ? ഇല്ലാതെ ഓടുന്നെന്തിനാണെന്നറിയുമോ? സഹോദരാ നിന്നോട് ചിലപ്പില്ലാതെ ശ്രമിക്കും. ആയിരങ്ങൾ വിടുന്നത് ഇപ്പോൾ പ്രസാദിച്ചത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അമ്മാനെ പരവെല്ലുമ്പോ നമ്മുടെ ഒട്ടടുത്താൽവാസി അവർ നേരെ ദർശനത്തിന് ഇല്ലാതെ ശ്രമിക്കുമ്പോ അവരെ ജാതികൾ നോക്കണ്ട, അവരുടെ മതങ്ങൾ നോക്കണ്ട, അവരുടെ വർഷങ്ങൾ നോക്കണ്ട, അവരുടെ രാഷ്ട്രീയ മെമ്പർസായി എടുക്കുന്നത് നോക്കണ്ട, അവരെ സംഘടന പ്രവർത്തിക്കുന്നതെന്ന് നോക്കണ്ട. ആ നബികളുടെ പച്ചരന്ന് മനുഷ്യർക്കിടെ പ്രവർത്തിക്കുവാൻ അതാണ് അന്തപുരക്കാർ അവിടെ കുശീലത്തിലൂടെ നമുക്ക് കാച്ചു തന്ന് അത് വനാവശ്യമായ ഒറ്റാടുകളെ പോകാൻ പ്രിയപ്പെട്ട ഈ പ്രദേശ മുസ്ലിമിന്റെയും മുസ്ലിമിന്റെയും ധവനായ പ്രസംഗന്മാരോട് നിങ്ങൾ ഇടപെടുകൊണ്ട് നാട്ടെ സമാധാനങ്ങൾക്ക് ശ്രമിക്കുക വേണ്ടത്. രാജ്യസ്നേഹത്തിനോടുപോലെ ഉത്തരക്കുപോലെ പുസ്തക സമൂഹത്തിന് നടപ്പാക്കാത്ത നടപ്പിലാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഒറ്റക്കാരിക്കേണ്ടതിന് വരും സാഹസുകാരൻ ഇവിടെ സംഘപരിവാരത്തിന് വേണ്ടി അനുഭവിക്കുന്ന രീതിയിൽ സമുദായം പിന്നിലൂടാ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ അതേ ശിവപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒറ്റ മുസ്ലിം രക്ഷണം മാത്രമാണ് ഈ സമയം ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് എല്ലാവരും ഈമാനും കൊണ്ടുവക്കും وزينوا ألسنتكم بالقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله